നാളികേരം ചുറ്റുവിളക്ക് നാളികേരം ഏറെ ഉണങ്ങല്ലരി ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ അയ്യപ്പന് ബാധന, ഇതൊക്കെ അയ്യപ്പന് ബാധന. അയ്യപ്പന് ഇതൊക്കെ ഉണ്ട്, അയ്യപ്പന് ഇതൊക്കെ ഉണ്ട്. നോക്കൂ, ശബരിമല ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം അല്ലേ അല്ലേ? അവിടേക്ക് നമുക്ക് എന്തൊക്കെ വേണമെങ്കിൽ ആളുകൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇവിടുന്ന് പോണവരെന്താ ചെയ്യണത്? 40 ദിവസം വ്രതം എടുത്ത് തൻ്റെ തൊടിയിലുള്ള ഏറ്റവും ഉയരത്തിലുള്ള നാളികേരം എടുത്ത് ഏറ്റവും ശുദ്ധമായ നെയ്യ് നിറച്ച് അല്ലേ, മന്ത്രപുരസരം ധ്യാനപുരസരം അത് നെയ്യ് നിറച്ച് അവിടെ കൊണ്ടുപോയി അത് ഉടച്ച് ആ നെയ്യ് അഭിഷേകം ചെയ്യാം അല്ലേ? ഇപ്പം ഇതൊക്കെ അവിടെ ഉണ്ട് നടത്തണം. ഏറ്റവും ശ്രേഷ്ഠായതിനൊക്കെ അതുണ്ട്. പക്ഷെ ഇവിടെ യാതൊരു സംശയവുമില്ല. സൂര്യൻ മർത്താണ്ഡോദയഷ്ടികേന്ദ്രഗതയ സിംഹസ്ഥിതി ശംഭോ സന്നി സൂചകാശ്ചിരഗോഷ്ഠിതേ കുടീരാദയ ദുർഗായാസ്തു തുജാലയോ ഭയദൃശസ്കന്ധസ്യ കാള്യസ്തദശാസ്തു ശാർക്കഭുവ ഹരേഹ ശശിഭുവ സർവേശ്വരാണാം ഗുരു. സൂര്യൻ ശനിയുടെ കേന്ദ്രത്തിൽ നിന്ന് ശരിക്ക് പാശുപതാസ്ത്രം കൊടുക്കാൻ വേണ്ടി അർജുനന് ത്വരിപ്പിക്കുന്ന ഭഗവതിയോടുകൂടിയ വേട്ടക്കാരനാണ്. അങ്ങനെ ഒന്നുകൂടി പറയാം, അർജുനന് പാശുപതാസ്ത്രം കൊടുത്തതിന് ശേഷമല്ല, അർജുനന് പാശുപതാസ്ത്രം കൊടുക്കുന്നതിന്റെ മുമ്പ് കൊടുക്കാൻ ത്വരിപ്പിക്കുന്ന ഭഗവതിയോടുകൂടിയ വേട്ടക്കാരനാണ്. അതാണ് ത്വരിത. അങ്ങനെയാണത്. അല്ല, കൊടുത്തതിന് ശേഷം രോഗ്യം പറഞ്ഞ സെക്കൻഡ് കൊടുക്കില്ല. ഭഗവതിയാണ് ത്വരിതാ പാർവതി. ആ സങ്കല്പത്തിലെ ഭഗവതി കടന്നു. ഞാൻ അറിഞ്ഞീല ദേവി ഈ കാട്ടാളത്തി. ഇതിപ്പോ നോക്കൂ, ഇപ്പൊ ഞങ്ങളിപ്പോ കുറച്ചു കാലം മുമ്പ് ഒരു പുസ്തകം ദേവന്റെ കൈ കിട്ടിയപ്പോ എനിക്ക് വായിക്കാൻ തോന്നി. അതിൽ ഈ ദേവനെ പറഞ്ഞത് എന്താണ്? കുരുതി രാമനും കുരുതിമാലയാണ്. കാട്ടുജാതിക്കാരെ കുരുതി തന്നെ ആ പന്നിയെ, മൂകാസുരൻ എന്നൊരു അസുരനെ 2 ഭാഗത്തുനിന്ന് അമ്പയ്യാണ്, ശിവനും അർജുനനും. അങ്ങനെ പന്നി മരിച്ചു. അപ്പോൾ അർജുനൻ അമ്പൊലിക്കാൻ പോയി. അപ്പോൾ പിന്നെ വേടരാജാവിൻ്റെ പിന്നെ പരിവാരങ്ങളും വന്നു. അവർ അടിപിടിയായപ്പോൾ ആ സന്ദർഭത്തിൽ ഈ പരിവാരങ്ങൾ പറഞ്ഞു, നിനക്ക് ധൈര്യം ഉണ്ടെന്നാൽ ഞങ്ങളുടെ രാജാവിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അർജുനൻ പറഞ്ഞു, എന്നാൽ എൻ്റെ രാജാവിനോട് ഇങ്ങോട്ട് വരാൻ പറയാം. അങ്ങനെ യുദ്ധമായി. അവിടെയാണ് ഇപ്പോൾ അദ്ദേഹം ഭരണഭാഗം. ആ അടി കൊള്ളുന്ന നേരത്ത് അവശനാവുകയാണ്. ആര്? ശിവൻ അവശനാവുകയാണ്. പക്ഷെ അർജുനന്റെ അടിയൊന്നും കൊള്ളണില്ല. അങ്ങനെ ഒരു ഭാവം ഉണ്ടത്. തലശിഥിലം എന്നാണ് അദ്ദേഹം പറയുന്നത്. തലശിഥിലം, തലയ്ക്ക് അടി കൊള്ളുന്ന ഭാഗം. പിന്നെ അർജുനൻ ഈ അടിയൊക്കെ കൊണ്ട് ക്ഷീണിക്കുമ്പോഴും മഹാദേവന്റെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പാർവതിക്ക് ചൂടുന്നത്. ഇയാള് ശിവായ അല്ലാതെ വേറൊന്നും ജപിക്കില്ല. തല്ലാൻ വരുന്ന ശിവനെ തന്നെ വിളിച്ച് വിളിക്കുകയാണേ. അപ്പൊ ഇനി എന്നാ രൂപം കാണിച്ചു കൊടുത്തൂടെ ചോദിച്ചു. അപ്പൊ കാണിച്ചു കൊടുത്തു എന്നാണ് വിശ്വാസം. അപ്പൊ കൊടുക്കുന്ന ത്വരിപ്പിക്കുന്ന ത്വരിതാ പാർവതിയും പൂവ് മുഴുവൻ കൂടുതൽ തൊഴുക. ആ തൊഴുതപ്പോ ഈ കാട്ടുരാജാവിന്റെ കാലിൽ ചെന്ന് വീഴുന്നാണ് വിശ്വാസം. ഉപനിഷദുപകൂടം രുദ്രമുദ്ഘോഷയന്തി പരിഹരതു കിരാതിൻ ശ്രീരജിലിട്ട് പാർവതി തൊട്ടു നടക്കുകയാണ്. പരിഹരിച്ചു തന്നെയാണ്. ഈ അർജുനൻ തന്നെ ഇതിന് നിൽക്കുന്നതിന്റെ മുമ്പ് ഈ ശ്രീരുദ്രം വന്ന ചോദിച്ചു തൊട്ടു കോപം അടക്കാൻ വേണ്ടിയാണ്. ഇതിനെ ഇരിക്കുന്നതിന്റെ മുമ്പ് തന്നെ കൃഷ്ണന്റെ വേലയെന്നൊക്കെയാണ് എപ്പോഴും. അപ്പോൾ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അവിടെ 100 ആളുകളൊക്കെ തന്നെ തല്ലം കാത്തിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലുമൊക്കെ കയ്യിലിരിപ്പ് വേണമെന്ന് പറഞ്ഞ് മുമ്പിൽ പോകണം. പുറപ്പെട്ടപ്പോൾ ഈ ഭഗവാൻ പറയുകയാണ്, പിന്നെ ദുർവാസാവിനെ ആദ്യം ദുര്യോധനൻ പറഞ്ഞയച്ചു. ദുർവാസാവ് വന്ന് അവിടെ അലമ്പുണ്ടാക്കി പോവുക. അങ്ങനെ ദുർവാസാവ് സന്തോഷമായി പോയി. കൃഷ്ണൻ അവിടെ രക്ഷപ്പെടുത്തി അക്ഷയപാത്രമൊക്കെ കൊടുത്തിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് തനിക്ക് ഒരു മന്ത്രം വേണം. എൻ്റെ പേര് ചക്രവിദ്യാമന്ത്രം എന്നാണ്. ആ ചക്രവിദ്യാമന്ത്രം കൊണ്ട് ഉപാസിച്ച് കഴിഞ്ഞാൽ ദേവേന്ദ്രൻ പ്രത്യക്ഷമാകും. എന്നിട്ട് എന്ത് ചെയ്യണം? ദേവേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അച്ഛനുമാണ്. ദേവേന്ദ്രൻ പ്രത്യക്ഷമായിട്ട് ഇന്ദ്രകീടം എന്നാണ് ആ പർവ്വതത്തിൻ്റെ പേര്. ഇന്ദ്രകീട പർവ്വതത്തിൽ പോയി തപസ്സിരിക്കാൻ പറയാം. അവിടെ പോയിട്ട് തപസ്സിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നത്.
ദേവത ഉണ്ടാവണത് തന്നെ അവിടെയാണല്ലോ. അവിടെ വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മള് ജിയോഗ്രാഫിക്കലാക്കിയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഈ ഇന്ദ്രകീടൊക്കെ ശരിക്ക് തമിഴ്നാടിന്റെയും ഭാരതത്തിലെ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും പിന്നെ ബോർഡറുള്ള നമ്പാലക്കോട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും ഈ പറഞ്ഞ കല്ലുകളും ഗൂഡല്ലൂർ കഴിഞ്ഞിട്ട് ഊട്ടിക്ക് പോകുന്നുണ്ട്. കാട്ടില് തമിഴിൽ തന്നെ വേട്ടക്കാരൻ എന്നാ പറയും. വേട്ടക്കാരനല്ല വേട്ടക്കാരൻ. നമ്പുവലക്കോട്ട സ്ഥലം തന്നെ ഉണ്ട്. ആസ്ഥാനം അവിടെയാണ്. അവിടുന്നാണ് ഇത്ര പിന്നെ ഇവിടെ അതിന്റെ താഴത്തുള്ള പിന്നെ എന്താ നിലമ്പൂർ കോവിലകത്തേക്ക് വന്നു. അങ്ങനെയൊക്കെ അങ്ങനെ വരവ് അങ്ങനെയുണ്ട്. ഇതിന് പുരാണത്തിൽ ഉണ്ട്. ഈ ഇന്ദ്രകീട പർവ്വതം എവിടെയെന്ന് പോലും ഇപ്പൊ നമുക്കറിയില്ല. അങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും ശരിക്കുള്ള ശക്തി സ്വരൂപിണിയായ ദേവി സർവേശ്വരനോട് ഈ നരനാരായണനായ ഭഗവാന്റെ നരരൂപമായ അർജുനന് ശത്രു സംഗ്രഹത്തിന് വേണ്ടി ആ പാശുപത അസ്ത്രം കൊടുക്കുന്ന ഭാവം, ആ കൊടുക്കുന്നതിൻ്റെ മുമ്പുള്ള ഭാവമാണെന്ത് ഈ പ്രാർത്ഥന ചെയ്തിട്ട് നാളികേരം ഉടയ്ക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരം ഉടയ്ക്കാം. ഇവനെ ശരിക്ക് സേവിക്കുന്ന വേണം, ഭജിക്കണം, സേവിക്കണം. ആ നണ്ടലക്കാലത്ത് 41 ദിവസത്തെ താലപ്പൊലിയും ചുറ്റുവിളക്കും അന്നത്തെ ആ താലപ്പൊലിയുടെ അന്ന് പുറത്തെഴുന്നള്ളിക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് വേട്ടേക്കരം പാട്ടും കൃഷ്ണാദിനത്തിന് അല്ലാട്ടോ വേണ്ടേ എന്ന് വേട്ടേക്കരം പാട്ടും. അതിൽ വേണമെങ്കിൽ ഇപ്പൊ സൂര്യനെ കൊണ്ട് ശിവനെ പറഞ്ഞാൽ, ചന്ദ്രനെ കൊണ്ട് ഭഗവതിയെ പറഞ്ഞാൽ 2 സാധനം പെടുന്നത്. ഒന്ന് വിഷ്ണുകോപം കാണിച്ച പ്രശ്നം, വ്യാഴവും ഒരു വില്ലം നശിച്ചിരുന്നു. വില്ലവുമായി ബന്ധപ്പെട്ട ഒരു വൈഷ്ണവ ബന്ധം ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഒന്ന് അനാദികാലം മുതൽ തന്നെ അന്നത്തെ പ്രാദേശിക ആളുകൾ ഉപാസിച്ച് അല്ലെങ്കിൽ സങ്കല്പിച്ച് വന്ന കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതായ ഒരു സാധനമാണത് ശനി. അയ്യപ്പൻ എന്ന് പറയാം, ശാസ്താവ് എന്ന് പറയാം, കുറച്ചും കൂടി ഇങ്ങോട്ട് താത്തി പറഞ്ഞാൽ ചാത്തൻ എന്നും പറയാം. കുട്ടിച്ചാത്തൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? മറിമായം കാണിക്കണ കുട്ടിച്ചാത്തൻ, കുട്ടിശാസ്താവ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശാസ്ത്ര ബന്ധത്തെ ഇവിടെ പറയുന്നുണ്ട്. അതെന്ത് വേണം നമുക്ക് നോക്കാം. കുടിവയ്ക്കൊന്നും വേണ്ട. കുറച്ചു കാലെങ്കിലും കുറെ ആൾക്കാർ ഇയാളെ എന്ത് കണക്കാക്കിയിട്ടുണ്ട്, അയ്യപ്പനായിട്ട് കണക്കാക്കിയിട്ട് നിർത്തണം. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു? എത്ര കാലം മോൾക്ക് നടത്തി? അനവധി കാലം ശാസ്താവ് ആണെന്നുള്ള ധാരണയിലോ അല്ലെന്നുള്ള ധാരണയിലോ ഇവിടെ അയ്യപ്പമൾക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ ശാസ്താവിന്റെ ഒരു അദൃശ്യ സാന്നിധ്യം ഇവിടുത്തെ ഓരോ തരി മണ്ണിലും എന്തുണ്ട്? അയ്യപ്പന് പറ്റിയ അന്തരീക്ഷമാണ്. അതാ പറഞ്ഞു. ഒരു കൊല്ലം നടത്തിയ തന്നെ അതില് ഈ വിഷ്ണുവിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ലേ? ഇതിനകത്ത് പരിസരത്ത് ഇതിലും അമ്പലം നശിച്ചു കിടക്കണ്ട, അമ്പലം നശിച്ചു കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാ? അല്ല, അത് കണ്ട്. അത് കൂടാതെ ഒരു വൈഷ്ണവ ചൈതന്യം ബുധനും വ്യാഴം കൂടി ആറില്ല. വിഷ്ണു ഉണ്ട്, വിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കാണണ്ടായി. കിഴക്ക് തെക്ക് കിഴക്ക് വടക്കല്ല, നേരെ ഇങ്ങനെ നേരെ കിഴക്ക്. മാത്രമല്ല ഈ വ്യാഴവും ബുധനും ഒരു രാശിയിൽ നിന്ന് ശുക്രനോട് കൂടി നിന്ന് രാഹുഗ്രസ്തനായി നിന്നുണ്ടെങ്കിൽ അതൊരു അതിൻ്റെ ഏതോ ഉപാധി ഇന്നും ഒരു ജലാശയത്തിൻ്റെ അടിയിൽ അംഗഭംഗത്തോടു കൂടി കിടക്കുന്നുണ്ടെന്ന് പറയണം. ശ്രീരാമൻ, രാമപാദാണത്. ശ്രീരാമന്റെ പാത, ശ്രീരാമപാദം. ആ സ്ഥലം ആരാ കൈവശം? ഇത് നേരെ നമ്മുടെ ഈ ഭാഗത്താക്കും. അപ്പൊ ശ്രീരാമൻ ഉണ്ടെങ്കിൽ ആരുണ്ടാവും? മറ്റാളൊക്കെ ഉണ്ടാവുമല്ലോ. ആര്?
ഈ പറഞ്ഞ കൂട്ടരൊക്കെ ഉണ്ടാവും. എന്ത് പേര് എന്ത്? ആ, 1 ഏക്കറിലൊക്കെ കൂടുക. ഏക്കറൊക്കെ പിന്നീട് വന്നല്ലേ. അപ്പോൾ ആ ജലാശയത്തിന്റെ അടുത്ത് ഒരു പാറയുടെ മുകളിൽ സാക്ഷാൽ രാമപാദം അടയാളപ്പെടുത്തിയുള്ള സ്ഥലമാണ്. ആ പാറ പൊട്ടിക്കാത്ത ഒരു പഞ്ചായത്ത് പറഞ്ഞില്ല. ഉണ്ട്. അതന്നെയാണ് ഇവിടുത്തെ വൈഷ്ണവ ചൈതന്യം. നേരെ കളയാൻ പറ്റില്ല. നേരെ തന്നെ അങ്ങനെയല്ലേ പോവുക. തെക്കുന്ന ഒരു 30 ഡിഗ്രി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറാം. നേരെ കിഴക്കാണ് ഇവിടെ കാണുന്നത്. അല്ല 30 ഡിഗ്രി കടക്കാൻ പറ്റില്ല. അങ്ങനത്തോടത്തെ ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ. അതുണ്ടാവാം സാധ്യത. ആ കൊള്ളായിട്ട് ബന്ധമുണ്ട് അദ്ദേഹം. അല്ല ഇത് ഇപ്പൊ പറഞ്ഞതല്ല. ലഗ്നാധിപിചിന്യം തത്തൽ സ്വാമി സമാഗമേ ആഭ്യന്തരം ഭവേത് സർവം. അപ്പൊ ഈ ദേവന്റെ പൂർവിക ആരാധനയുമായി ബന്ധപ്പെട്ട് ഒരു വിഷ്ണുവും ഒരു അയ്യപ്പനും ഉണ്ട്. അത് പറഞ്ഞോട്ടെ. നമ്മളിപ്പോ ഇത് കണ്ടപ്പോ അങ്ങനെ കാണുന്നത്. ദേവി ഇവിടെ അല്ലേ ഉള്ളിരിക്കുന്നത്. അതെ, ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവാം. നമുക്ക് ചിന്തിച്ചു വരാം. ഇപ്പൊ കാണുന്നത് ശ്രീരാമപാദമാണ്. ശ്രീരാമനാണ്. എന്താ സംശയം? ശ്രീരാമപാദമാണ്. അപ്പഴാ ശ്രീരാമൻ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആരുണ്ടാവും? ഹനുമാൻ ഉണ്ടാവും എന്ന് പറയാം അല്ലേ? അതൊക്കെ നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ്. മാത്രല്ല മേഷസ്യ ധാത്വാഭൂമി തുല്യാപ്രദേശോ ഭുജകാലേശ്ച പൂർവപ്രദേശോ വൃഷഭസ്യ വശാൽ കൃഷിവര ക്ഷേത്രസു രമ്യഭൂമി. അന്ന് അവിടെ കൃഷിഭൂമിയിലൊക്കെ കാട്ടുമൃഗങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാവുന്ന സമയത്ത് അന്നത്തെ നാട്ടുകാരായ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ ഉപാസന നടത്തിയിട്ടുണ്ടാവും. ഇവിടെ ഇപ്പം അതുമല്ല. മേഷസ്യത അവിടെ ശുക്രന്റെ അംശമില്ലേ? ഇല്ലേ? എന്താ ശുക്രനെ കൊണ്ട് എന്താണ് പറയാനുള്ളത്? ശുക്രയെ യക്ഷീകൃതൻ രോഗം. എപ്പോഴും പൊന്തണ്ട അവിടെ കാടൊക്കെ പിടിച്ച് കിടക്കണ്ട. അതല്ല പൊന്ത പിടിച്ച് കിടക്കണ്ട. മേഷസ്യ ധാത്വ മേടരാശിയിൽ ശുക്രൻ എന്നാ ഫലം? ഭൗമക്ഷേ ഉപദേശ ഭൂതനിമഹോ ദുർദേവത. എന്താ ശ്രീരാമന്റെ? ഈ സീതയുടെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയാൻ അന്നത്തെ നാട്ടിലെ പിന്നെ കർഷകരായ ആളുകൾക്ക് ലക്ഷണമുണ്ട്. അത്ര ഒരു തരം പ്രത്യേകം പുല്ല് അവിടെ ഉണ്ടാവും. എന്താ അതിന്റെ പേരിന്റെ പുല്ല്? എന്താ സീതാമുടി പുല്ല് പറഞ്ഞ? സീതയുടെ മുടി ലക്ഷ്മണനെ അഴിച്ചിട്ടുന്ന വിശ്വാസം. ഭാരതഖണ്ഡം മുഴുവൻ ആ പുല്ലുണ്ട് കേട്ടാ. അവിടെ പുല്ലുണ്ടാവും. നിങ്ങള് ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. മറ്റവരുണ്ടാവുന്നില്ല. എന്താണ് മറ്റേ പറയില്ലേ? വാലാൽ ചില്ലാൽ കൊമ്പ് ചുറ്റി വളഞ്ഞു കിടന്നാടാം. അങ്ങനത്തെ ആൾക്കാർ ലോകം മുഴുവൻ ഉണ്ടാവും. അതാരോട്ടെ. ഇവിടെ ശ്രീരാമന്റെ സാന്നിധ്യമാണ്. ഒരു യക്ഷിയുണ്ട്, പിന്നെ സീതയുണ്ട്. ഏതെങ്കിലും കാലത്ത് ഈ പാറ നിൽക്കുന്ന സ്ഥലം പബ്ലിക്കിന് വരികയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഒരു ഫെൻസിങ് ഇടുക. പൊന്നമ്പലം വീട് പോലെ അതിടുക. അല്ല അമ്പലം കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ തൊഴുന്നവര് ഏതാണ്ട് ആ ദിശയിലെത്തിയാൽ ഇവിടെ നമുക്ക് ഒരു സിഗ്നൽ വെക്കാം. രാമപാദം. ഗുരുവായൂര് കിഴക്കേ നട നമ്മള് ഭഗവതിയെ തൊഴുമ്പോ അമ്മയൂരപ്പനെ തൊഴിലില്ലേ ആൾക്കാർ? തമിഴ്നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ വട്ടത്തിൽ തിരിഞ്ഞിട്ട് 5 പ്രാവശ്യം തിരിഞ്ഞ് തൊഴുതു പോണ കാണാം. ചിലർ നമസ്കരിക്കുന്ന കാണാം. അപ്പൊ ശ്രീരാമപാദം അവിടെ ഉണ്ടെന്നും ആ പ്രദേശത്ത് സീതാദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്നും. പക്ഷെ അവിടെ കുഴപ്പമുണ്ടാക്കുന്ന ആൾ വേറൊരാളാണ്. അത് ആ പ്രദേശത്ത് മാനസിക രോഗങ്ങൾ, സ്ത്രീകൾക്ക് അസുഖങ്ങൾ, ചില അഗ്നിഭയം ഉണ്ടാക്കുന്ന ഒരു യക്ഷി അവിടെ ഉണ്ട് കേട്ടോ. അത് ഈ വെള്ളമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെയുള്ള ആൾക്കാർക്ക് നല്ല വട്ടുള്ള സ്ഥിരം മരുന്ന് കഴിച്ചാൽ മാത്രം ഉറങ്ങുന്ന ചില ആൾക്കാരുണ്ട് വേണം ആ പ്രദേശത്ത് കേട്ടോ. യക്ഷിബന്ധം അതൊക്കെ കുളമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതെങ്കിലും കാലത്ത് ജനങ്ങൾ അനുകൂലമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതൊരു ഫെൻസിങ് ആയിട്ട് അവിടെ നിർത്താം. ഇപ്പോൾ ഒരു പാലക്കാട് മലപ്പുറം ജില്ലാതിർത്തിയിൽ ഒരു പുഴയുടെ തീരത്ത് ഇതേമാതിരി കല്ലുണ്ട്. ആ കല്ലിൻ്റെ പേര് രാമൻചാടി കല്ല് എന്നാണ്. രാമൻ ചാടി, രാമനല്ല ചാടിയത് മറ്റൊരാ. അതിൻ്റെ മുകളിൽ പാറയുടെ മുകളിൽ ഈ പറഞ്ഞ കുരങ്ങന്മാരുടെ ഇതുണ്ട്. വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ ഓണം തിരുവോണ ദിവസവും ഈ വാനരന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്.
മലപ്പുറം ജില്ലാതിർത്തിയിൽ ഒരു കോട്ട ഉണ്ട് ടിപ്പു സുൽത്താൻ്റെ. ആ ടിപ്പു സുൽത്താൻ്റെ കോട്ടയുടെ പേര് രാമഗിരി കോട്ട എന്നാണ്. രാമഗിരി കോട്ട. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ശരിക്ക് റിസർവ് ഫോറസ്റ്റ് ആണ്, കയറാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു കാര്യം വാസ്തവമാണ്, അവിടെ എക്സ്കർഷനൊക്കെയായി പോയ ആളുകൾ ഏതാണ്ട് 5 അടി മുതൽ 5.5 അടി വരെ ഉയരമുള്ള വാനരന്മാരെ കണ്ടിട്ടുണ്ട്. അവരെ കണ്ടാൽ എന്ത് ചെയ്യും? ഇവര് ഫോട്ടോ എടുക്കാൻ നോക്കും. അപ്പം നല്ല ഏറ് കിട്ടി ഓടും. ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ട്. പിന്നെ ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വക്താവായ ഒരു മൃഗ ഡോക്ടർ ഈ വനമേഖലയിൽ ഒരു ഗവേഷണം നടത്തി 5-6 വർഷം. അദ്ദേഹം ഗവൺമെൻറ് ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഗവേഷണത്തിൻ്റെ ഫലം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എന്താണെന്നറിയോ? ആ വനമേഖലയിൽ വിട്ടുമേയുന്ന പശുക്കൾ ഒരു പ്രസവം കഴിഞ്ഞാൽ അടുത്ത പ്രസവം വരെ പാലാണ് കൊടുക്കുകയാണ്. എവിടെ? ഈ വനമേഖലയിൽ വിട്ടുമേയുന്ന പശുക്കൾ. ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ല. ആ പശുവിനെ മറ്റു ഭാഗത്ത് കൊണ്ടുപോയി തൊഴുത്തിൽ വളർത്തിയപ്പോൾ ഈ പശു ആ കാലം കഴിഞ്ഞപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞ് 37 പാല് നിർത്തി. ആ പശുവിനെ വീണ്ടും ഇവിടെ കൊണ്ടു കിട്ടി, ഇതിലേക്ക് കിട്ടി. ആ പശു വീണ്ടും പ്രസവിച്ചു, വായിന് പാല് വന്നു. അപ്പോൾ എന്തോ ഒരു അപൂർവമായ ഒരു പുല്ല് ഈ രാമഗിരി കോട്ടയുടെ 4 പുറത്തുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. പക്ഷെ ഏതാ പുല്ലെന്ന് ഡോക്ടർക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഈ ആധ്യാത്മിക ബന്ധം ഉണ്ടായതുകൊണ്ട് ഒരു പക്ഷേ ഈ സീതാമുടി പുല്ല് അല്ല എന്ന് പറയാൻ വയ്യ കേട്ടോ. പുല്ലുണ്ട് അവിടെ, ഒരാൾ ഉയരത്തുള്ള പുല്ലൊക്കെ ഉണ്ട്. അപ്പം ഏതായാലും ഒരു ശ്രീരാമന്റെ ബന്ധമുണ്ട് അഥവാ വൈഷ്ണവ ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അതിന് അമ്പലം കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വേണമെങ്കിൽ ഒരു സിഗ്നൽ വെക്കാം. ഏതാണ്ട് കിഴക്ക് ഭാഗത്ത് മൂലയിലെത്തിക്കഴിഞ്ഞാൽ രാമപാദം വനത്തിലുണ്ട് എന്ന് പറഞ്ഞത് തൊഴാൻ തരത്തിൽ. പിന്നെ കർക്കിടക മാസത്തിൽ നമുക്ക് രാമനെ ഭജിക്കാം, ഒരു വിഷമമില്ലല്ലോ. കർക്കിടക മാസത്തിൽ മാത്രമല്ല രാമായണം എന്നും വായിക്കാം. ഈ ശ്രീരാമനെ ഭജിച്ചു കൊണ്ടുള്ള ഒരു പുരാണം നിങ്ങൾക്ക് വായിക്കാം, അതിന് തെറ്റൊന്നുമില്ല. അമ്പലമൊന്നും കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ സീതയുടെ സാന്നിധ്യമുണ്ട്. ഞാൻ തിരുമേനി ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ 1988, 92, 93 കാലത്ത് മലപ്പുറം ജില്ലയിൽ പിന്നെ ഒരു സ്ഥലത്ത് റോഡ് പക്കത്തുള്ള ഹൈവേയുടെ പക്കത്തുള്ള ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് നോക്കിയപ്പോൾ ഒരു പാറ മാത്രമേ ഉള്ളൂ. ഒരു സങ്കേതം, അജ്ഞാതമായൊരു സങ്കേതമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 26 വർഷങ്ങൾ ശേഷം ആ സ്ഥലത്തിൻ്റെ ഉടമ ആധാരം കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഏൽപ്പിക്കുകയാണ്. അത് ആ ആധാരം വായിച്ചുകൊണ്ട് അദ്ദേഹം ഞെട്ടി. അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഈ ഒരു ദേവീ ക്ഷേത്രത്തിൻ്റെ ആ ആധാരം വായിച്ചു നോക്കുന്ന സമയത്ത് എന്താണെന്നറിയാം, അവിടെ ഇത് സീതാദേവി ക്ഷേത്രം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ചരിത്രത്തിൽ. കൽപ്പറ്റയിൽ ഒരു സ്ഥലത്ത് ഇതേപോലെ സീതാദേവിയുടെ ക്ഷേത്രമുണ്ട്. ഇപ്പം ഒന്നും ഇല്ല കേട്ടോ, അപൂർവമാണത്. സീതയ്ക്ക് അമ്പലമൊന്നും ഇല്ല. ഇപ്പോൾ ഈ ദുർഗയുടെ കാര്യം പറഞ്ഞ മാതിരിയാണ്, ദുർഗയായിട്ട് പൂജിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ ശ്രീരാമൻ്റെ ബന്ധം ഉണ്ട്. നമ്മൾ ശ്രീരാമനെ ഒരു സിഗ്നൽ വയ്ക്കുക, രാമപാദം എവിടെയെന്നൊന്നും അറിയില്ല, ആ ഭാഗത്ത് ശ്രീരാമൻ്റെ ചൈതന്യം ഉണ്ടെന്ന് വെച്ചാൽ മതി. പിന്നെ അപൂർവം ചില സ്ഥലത്തൊക്കെ ഈ ശിവന്റെ ചില അംശം രാമനിലുണ്ടെന്ന്. ശിവരാമൻ എന്ന് പേരില്ലേ, ശിവരാമൻ, ശിവന് രാമനും കൂടി പരശുരാമൻ, ശ്രീരാമൻ, 3 രാമനാ. 3 എന്ന് പറഞ്ഞാൽ രാമനാ, രാമൻ എന്ന് പറഞ്ഞാൽ 3. ബലരാമൻ, പരശുരാമൻ, ശ്രീരാമൻ. ഈ 3ലും ശൈവാംശം ഉണ്ടെന്നാണ്. അതിൽ ഏറ്റവും പ്രത്യേകിച്ച് ഈ ശ്രീരാമനിലുണ്ട് ഇത്ര. രാമായണത്തിലെ ഖരവധ സമയത്ത് ഖരനെ വധിക്കാതിരുന്നപ്പോൾ ആ ശിവാംശമാണ് ഇത്ര ഖരനെ. അതാണ് ഖരവധത്തിൻ്റെ സമയത്ത് ശ്രീരാമൻ ഖരദൂഷണ ത്രിശിരസ്കരെ കൊല്ലാൻ പറ്റാതെ വന്നപ്പോൾ ശ്രീരാമൻ്റെ ശിവാംശം ഉണ്ടെന്നാണ് കാണുന്നത്. ചില ക്ഷേത്രങ്ങളുണ്ടത്. എന്തായാലും വൈഷ്ണവ കലയുണ്ട്, സംഹാരകല ഉണ്ടല്ലോ, അതാണ് അതുകൊണ്ടല്ലേ പറ്റുള്ളൂ. എന്തായാലും പിന്നെ ഇവിടെ ദേവിയുടെ സാന്നിധ്യം അതിപ്പോൾ ദുർഗയായിട്ടാവാം, ഭദ്രകാളിയായിട്ടാവാം. കുടിവെച്ച തന്ത്രി എങ്ങനെയാണ് ധ്യാനിച്ചിരിക്കണമെങ്കിൽ അത് പൂജ അങ്ങനെ നടക്കും. നിങ്ങൾ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ. നിങ്ങൾ അമ്മേ ഭഗവതി ദേവി കൃഷ്ണനെ ചെല്ലിയാൽ മതി. ദുർഗേന്നൊന്നും വിളിക്കണ്ട, അല്ലെങ്കിൽ ഭദ്രകാളിയെന്നൊന്നും വിളിക്കൊന്നും വേണ്ട. നമ്മളവിടെ ചെല്ലിയ തൊഴുക, എല്ലാം അങ്ങോട്ട് തന്നെ പോവുക. ഏതിന്? എല്ലാം യാ ദേവി സർവഭൂതേഷു. അത് നമ്മുടെ അറിവുള്ളവർക്കാണ്. എന്ത് നല്ല അറിവുള്ള ആൾക്കാർക്കാണ് എന്ത് ദുർഗയും ഭദ്രകാളി. വേട്ടയ്ക്കൊരു മകനും വേട്ടേക്കരനൊക്കെ വേറെ, മറ്റൊന്നുമില്ലേ.
ഏകം സത്വിപ്ര ബഹുധാ വദന്തി. നാരായണത്വ ഭ്രാന്തനോട്, ശിവലിംഗത്തിൽ കാലി വെച്ച് കിടക്കുന്ന നാരായണത്വ ഭ്രാന്തനോട് ഒരു ബ്രാഹ്മണൻ ചോദിച്ചിടോ, ഞാൻ എന്താ പണിയായി കാണിക്കുന്നത്? എന്തേ ഈ ശിവലിംഗത്തിന് അവളെ കാലി വയ്ക്കുക? ആ പറ്റില്ലല്ലേ, എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ഭ്രാന്തനല്ലേ, എനിക്ക് അറിയില്ല. തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എന്താ വെക്കാൻ പാടില്ല? ശിവനല്ലേ? ആ ശിവനാണോ? ശരി, എന്നാ ഒരു കാര്യം ചോദിച്ചു, ശിവൻ ഇല്ലാത്തൊരു സ്ഥലം കാണിച്ചു തരാൻ പറ്റുമെന്നാ? എന്ത് ഇങ്ങോട്ട് വരിക പറഞ്ഞു. നാരായണത്തിനെ തൊട്ട് നോക്കുമ്പോൾ എല്ലാ സ്ഥലവും ശിവനായിട്ട് തോന്നിയിട്ട് ഏതിനാണ്. അപ്പോൾ അവധൂതന്മാരായ ആളുകളുടെ മുന്നിൽ ഇതൊന്നൊരു വിഷയമല്ല. എന്തായാലും ശൈവ വൈഷ്ണവ ശാക്തേയങ്ങളായ സമ്മളിതമായൊരു സങ്കേതമാണിത്. ഒരു ക്ഷേത്രം എന്നുള്ളതിനേക്കാൾ കൂടുതൽ, ഒരു കാവ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു വൈവിധ്യങ്ങളുടെ വൃക്ഷങ്ങളും വൈവിധ്യങ്ങളുടെ ആരാധനകളും വൈവിധ്യങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളും ചൈതന്യങ്ങളുള്ള ഒരു ഗ്രാമത്തിന് ആവശ്യമായിട്ട് എല്ലാം ഇവിടെ ഉണ്ട്. ശിവനെ തൊഴാം. ഇപ്പൊ ശത്രു സംഹാരത്തിന് വേണ്ടെങ്കിൽ ഭഗവതിക്ക് പൂജ ചെയ്യാം അല്ലേ? കുടുംബസുഖത്തിന് വേണ്ടിയിട്ട് ശിവനെ പൂജിക്കാം. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേട്ടേക്കരനെ പൂജിക്കാം അല്ലേ? അപ്പോ നല്ല ഒരു പവിത്രമായൊരു സങ്കേതം. ഇതിനിപ്പോ എത്ര ഭൂമി എത്ര ഉണ്ട്? ആകെ നമുക്കിപ്പോ അമ്പലത്തിലേക്ക് ഭൂമി എത്ര ഉണ്ട്? ഇനിയൊന്നും കിട്ടാനൊന്നും വഴിയില്ലല്ലേ? ചാൻസ് കിട്ടേ. എന്നിട്ട് നമുക്ക് കുറച്ച് കാലികമായ രീതിയിൽ ശിവാരാധനയ്ക്ക് അനുകൂലമായ ചില ഘടകങ്ങളൊക്കെ, നമുക്കൊരു അന്നദാന മണ്ഡപം, കേട്ടോ, ഒരു ഊട്ടുപര, ഒരു 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 എന്താ പറയുക, ആധ്യാത്മിക ഹാള്, ഇതൊക്കെ ഉണ്ടാക്കി നമ്മളെ ഈ സംസ്കാരവും ഈ സമ്പ്രദായമൊക്കെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം. അപ്പൊ അവരെന്താണ്, ഒരിക്കലും അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അറിയോ, ഇപ്പൊ ഇന്ന് കൈവശമുള്ള ആൾക്കാർക്ക് അടക്കം ദേവസ്വം ഭൂമി അവർക്ക് താമസിക്കാം, ചെയ്യാൻ പറ്റില്ല. അപ്പൊ തിരിച്ചു കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും. പിന്നെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇപ്പൊ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിലുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അതിന് ആവശ്യമായ ഭൂമി എന്ന് ദേവസ്വം ബോർഡ് നിശ്ചയിക്കുന്ന രീതിയിൽ ഇപ്പോൾ സ്ഥലം ഇത് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർ അതിന് വില എന്താച്ചും കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ വേറെ ഉണ്ട്. ഗുരുവായൂരപ്പോൾ അതല്ലേ സംഭവിച്ചു. ഗുരുവായൂർ ആ പ്രദേശം മുഴുവൻ എങ്ങനെ ദേവസ്വത്തിന്റെ കയ്യിൽ വന്നത്? അവര് വെറുതെ കൊടുത്തതാണ്. ഈ പറഞ്ഞ മാതിരി അവർക്ക് കൊടുത്താണ്. ഇപ്പൊ കാരായ്മ എന്നിട്ടൊരു പദമുണ്ട് ദേവസ്വത്തിൽ. കാരായ്മ. എന്താ കാരായ്മ? ഞാൻ താങ്കളെ ഇവിടെ ശാന്തിക്കാരനായിട്ട് വെച്ചു, എന്നിട്ടൊരു 10 പറ നെല്ലിന്റെ കൃഷി തന്നു. അത് എന്തിനുള്ള അറിയോ? ഇവിടെ പൂജിക്കുന്നതിനുള്ള കാശ. ഇവിടെ പൂജ എപ്പോൾ നിർത്തണോ അപ്പൊ അങ്ങയുടെ അധികാരത്തിൽ പോകും. പരമായ രീതിയിൽ എൻക്രോച്ച് ചെയ്യാനല്ല കേട്ടോ, നിയമപരമായ രീതിയിൽ കിട്ടാൻ സാധ്യത ഉണ്ടോ നോക്കാം. പിന്നെ ചിലരെന്ത് ചെയ്യും, ഈ സർവസ്വ ദാനമായിട്ട് ഭഗവാന്റെ ഭൂമി. ഇപ്പൊ ഞാൻ ഇപ്പൊ അങ്ങനത്തെ ഒരു കേസ് ഡീൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഒരു കുടുംബക്കാര് അവർക്ക് കിട്ടിയ ഭാഗിച്ച് കിട്ടിയ 50 സെന്റ് പാടം വിൽക്കാൻ ധർമ്മദൈവത്തിന് സമർപ്പിക്കുക. അപ്പൊ എന്താ പോലെ ഒരാള് സർവസ്വ ദാനമായിട്ട് തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാം. ഈ പറഞ്ഞ നാൽക്കാലികളെ നമുക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ആളെ കൊടുത്തു തരികയാണ്, പശുവിനെ കൊടുത്തു തരികയാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. അത് ക്രിയാഗൗരവത്തിന് വേണ്ടിയിട്ടാണ്. 2 കൊണ്ട് ഗുണിച്ചാൽ 5 കൊണ്ട് ഗുണിച്ചാൽ 10 കൊണ്ട് ഗുണിച്ചാൽ തുല്യമായിട്ടുള്ള ഫലമാണ് വരിക. അപ്പോൾ 20 വെറ്റിലകളെ 2 കൊണ്ട് ഗുണിച്ചാൽ 40, 5 കൊണ്ട് ഗുണിച്ചാൽ 400, സൈകാം 1 കൂട്ടിയാൽ 401, 7 കൊണ്ട് വലിച്ചാൽ എത്രയാണോ ചുഷ്ടം വരുന്നത് ആ ഗ്രഹസംഖ്യകളുടെ ആ എത്ര സംഖ്യയാണോ വരുന്നത് അതിനനുസരിച്ചുള്ള ഗ്രഹങ്ങൾ. 1 വന്നാൽ സൂര്യൻ, 2 വന്നാൽ ചന്ദ്രൻ, 3 ചൊവ്വ, 4 ബുധൻ, 5 വന്നാൽ വ്യാഴം. ഇവിടെ വ്യാഴമാണ് വന്നത്, 5ആണ് ബാലൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വ്യാഴം വന്ന ഫലം നന്നായി ധനദൗത്യ ജീവം എന്നാണ്. വ്യാഴത്തിനും ബുധനും ധനത്തെ നൽകുന്ന ദേവനാണെന്നുള്ള ഒരു ഫലം നന്നായിട്ടുണ്ട്. പിന്നെ ആ വ്യാഴത്തിന് തന്നെ പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ഗുണങ്ങളെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ജ്ഞാനസുഖം എന്നുള്ള ഗുണത്തിനെ പറയുന്നുണ്ട്. അപ്പോൾ ആ വ്യാഴം ഉദിച്ച ഗ്രഹോദയോ എത്ര സെലക്ട് രാശി, ഏത് ഗ്രഹത്തിൽ ആ ഗ്രഹം ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശി താമ്പൂല ആരൂഢായിട്ട് പറയുന്നത്. അത് ഒരു പ്രകരണം ഉണ്ട്. തമ്പൂരസംഖ്യാം ദ്വിഗുണാം തമ്പൂരൈഹി പ്രക്ഷുതത്തൈരഭിരമൈലം തസ്യ വക്തവ്യമേവം പ്രാരഭ്യോപര്യസസ്താത് ഗണനയോഗം പൂർവമന്നം ശിവസ്യാൽ ആലിക്ഷത്യദ്വിവേദം തദൈതമപി യദ്ഭാവസംബന്ധിപത്രം തസ്യ അധ്യത്യനിഷ്ടം ഭവതി. നമുക്ക് ദക്ഷിണയിട്ട് അല്ലെങ്കിൽ കാഴ്ചയായിട്ട് കൊടുക്കുന്ന വസ്തു വീട്ടിലാണെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നും അതിന് കുറെ ദേവതാ സാന്നിധ്യം
താമ്പൂലം ക്രമകീയുതർന്നം സ്വഭാവതീതർഗൃഹേ അടക്കയോടുകൂടി ദക്ഷിണയോടുകൂടി വസ്ത്രത്തോടുകൂടി കൊടുക്കുകയാണ്. ഇങ്ങനെന്താണ് രിക്തവാണി ഉന്നവശ്യേതേ രാജാനും ദൈവതം ഗുരു നൈമിത്തികം വിശേഷേണ ഫലേണ ഫലമാതിച്ച് ഗുരുനാഥന് കൊടുക്കാം, രാജാവിന് കൊടുക്കാം, മറ്റുള്ള ഗുരുദാഹന്മാർക്ക് കൊടുക്കാം. അല്ലാതെ ജ്യോത്സ്യന് കൊടുത്താൽ എന്താണ് ഫലേണ ഫലമാതിച്ച് എന്താണ് കൊടുത്തു അതിൻ്റെ ഫലം പറയുന്നത്. ഇപ്പോൾ 2 പെരുക്കി 2 നേരത്തെ പറഞ്ഞ പ്രകൃതി പുരുഷ സമവായമാണ്. 5 പെരുക്കി അതാ പഞ്ചഭൂതാത്മകമായ സങ്കല്പമാണ്. അതേപോലെ തന്നെ ഈ പഞ്ചേന്ദ്രിയ സൃഷ്ടിയുടെ കാര്യം പറയുകയാണ്. പഞ്ചേന്ദ്രിയങ്ങളായ സ്ത്രീ പുരുഷന്മാരുടെ ആ സംയോഗത്തിലൂടെയാണ് എന്ത് ജീവൻ ഉണ്ടാകുന്നത്, സൃഷ്ടി അതാണ് ഒന്നുകൂട്ടിയാണ് ജീവാംശമായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു സൃഷ്ടി നടന്നു. ആ സൃഷ്ടി ഉണ്ടാവും. വ്യാഴം വന്നാൽ വ്യാഴം ബുദ്ധിപുത്രാർത്ഥകാരകവും വരും. അപ്പം അനാദികാലത്ത് ഈ ദേവനെ ഉപാസിച്ചിട്ടുള്ളത് ഇവിടെ ഇരുന്ന സിദ്ധയോഗീശ്വരന്മാർ ഉപാസിച്ചു. പിന്നീടത് ബ്രാഹ്മണരിലെത്തിയെന്നും പിന്നീടത് നാടുവാഴികളിലും ക്ഷത്രികരിലെത്തിയെന്ന് പറയുമ്പോൾ സന്താന ശ്രേയസിന് വേണ്ടിയിട്ടും നാട്ടിൽ സന്താന ശ്രേയസിന് വേണ്ടിയിട്ടും. അർത്ഥം എന്നാൽ ധനസമൃദ്ധി. അന്നത്തെ ധനം എന്ന് പറഞ്ഞാൽ ഈ ഇന്ന് കാണുന്ന നമ്മളെ ധനമല്ല, പശുക്കളും ധാന്യങ്ങളുമാണ്. പശു ശരിക്കും നമ്മുടെ ജീവധനമാണ്. ദിവസം പോകേണ്ട കണക്കിലൊക്കെ ജീവധനം ആണ്. ആന വരെ ജീവധനം. അപ്പോൾ ധനസമൃദ്ധിക്ക് വേണ്ടിയിട്ടും സന്താനങ്ങളുടെ ശ്രേയസിന് വേണ്ടിയിട്ടാണ് അന്ന് ആ യോഗീശ്വരൻ അല്ലെങ്കിൽ ആ യോഗീശ്വരന്മാർ ഈ ദേവനെ സേവിച്ചതെന്നും സൂര്യൻ്റെ ഉച്ചരാശിയായി വന്ന് അവിടെ വ്യാഴം ബുധനോടുകൂടി കൊണ്ട് എന്താണ് വൃത്താതാമൃതവശാഹലിക്ഷിപ്രസാദോടന കാമീയ ദുർബലജാനിര സ്ഥിരധന സുരംഗനാവല്ലഭ സേവാജ്ഞപുനഹീ വ്രണാങ്കിത ശിരാമാനി സഹോത്ഥാഗ്രജ ശക്തിയാ പാണിതലോതി ചപലത്തോയേ ഭീരുക്കുകയാണ്. സാക്ഷാൽ ഭാവനയിൽ വേട്ടക്കൊരുമകെന്നും ഒക്കെ പറയുമെങ്കിൽ പോലും സാക്ഷാൽ ശിവന്റെ സകല കലകളോടും കൂടിയ കിരാതാവതാരമാണ് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ആർക്കും എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അയ്യപ്പൻ ശാസ്താവ്, വനശാസ്താവ് എല്ലാം ബേസിക്കലി ഒന്നാണ്. വേട്ടക്കരങ്കാവ് എന്നുള്ള പേര് മാത്രമേ ശരിക്കും ഇവിടെ ആവശ്യമുള്ളൂ കേട്ടോ. കൊടുമുള്ളി വേട്ടക്കരങ്കാവ് പേരായി. അപ്പോൾ സാക്ഷാൽ ശിവന്റെ എല്ലാ ചൈതന്യങ്ങളും കൂടി അർജുനന് ഹരൻ തന്നെയാണ്. അർജുനന് ബാഷ്പദാസനം കൊടുക്കാൻ വേണ്ടി അവതരിച്ച ശിവന്റെ അവതാരം. അത് മനസ്സിൽ ധ്യാനിക്കുക. ഏത് പേര് വേണമെങ്കിലും വിളിക്കാം. 1000 പേരുണ്ട്, 1000 പേര് വിളിക്കാം. ഇനി അതിനെക്കുറിച്ച് ആർക്കും ശങ്കയൊന്നും വേണ്ടാന്നർത്ഥം. ഇത് ഈ ഭാവം ഉണ്ടല്ലോ, ആ വില്ല് കുത്തിയ ഭാവം തന്നെയാണ് ശരിക്കും. വില്ല് കുത്തിയിട്ടുള്ള ഭാവം ഉണ്ടല്ലോ. അപൂർവം ചില സ്ഥലങ്ങളിൽ ഈ വില്ല് കത്തി, ഇവിടെ എന്താ കത്തി കാണിക്കുന്നത്? ചിരികയ്ക്ക് പകരം അപൂർവം ചില ഭാഗങ്ങളിൽ വില്ല് കണ്ടിട്ടുണ്ട്. അതാണ് ചുരികാചാപധാരണം. വില്ല് ഇത് വില്ല് ഇങ്ങനെ കുത്തിയിട്ടുണ്ട്, അമ്പ് പിടിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതുണ്ട്. അത് അപൂർവമാണ്. അത് അപൂർവമാണ്. എന്തായാലും ഇത് സാക്ഷാൽ പരമേശ്വരൻ്റെ മഹാദേവന്റെ എല്ലാ കലകളും കൂടിയതാണ് ഈ സമ്പ്രദായം. അതിനി ആർക്കും സംശയമൊന്നും വേണ്ടട്ടാ. ഒരാളിപ്പോൾ അങ്ങനെ തന്നെ എഴുതി അല്ലെങ്കിൽ അവിടെ നേരത്തെ മേൽശാന്തി പറഞ്ഞാൽ ഈ ഇതിൻ്റെ അഷ്ടോത്തരം ചൊല്ലിയുണ്ടെന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരാളിപ്പോൾ അങ്ങനെ എഴുതി തന്നുകൊണ്ട് തരാറൊന്നുമില്ല, പറ്റൊന്നുമില്ല. ആ ശിവാംശം എന്നുള്ളത് അപൂർവം ചില സ്ഥലങ്ങളിൽ ഈ കിരാത സൂനവേ എന്ന് പറഞ്ഞിട്ട് സമ്പ്രദായം ഉണ്ട്. ചിലപ്പോൾ അവരുടെ സമ്പ്രദായം എങ്ങനെയാവാം. കേരളത്തിലെ ഗോകർണം മുതൽ കന്യാകുമാരി വരെ ശിവനായിട്ട് തന്നെ പൂജ. അങ്ങനെ തന്നെ അത് മതിയനി ശിവന്റെ പൂജ വിധി ഉണ്ടായിരുന്നു. ശിവന്റെ പൂജയാണ്. ഇപ്പൊ കലശമൊക്കെ ശിവന്റെ വേട്ടയ്ക്ക് ഒരു മകനൊന്നും കലശമില്ല. അപ്പൊ അയ്യപ്പന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ സംശയമൊക്കെ ഉണ്ട്. അയ്യപ്പനാണെന്ന്, ശാസ്താവാണെന്ന് അല്ലേ, വനശാസ്താവ്, വൃക്ഷശാസ്താവ് അല്ലേ, ഒരുപാട് ശാസ്താവുണ്ട്. ഭാവത്തെ എന്താണ് ശാസ്താവ്. ആ ശാസ്താവ് വകമാറുമ്പോഴാണെന്ത് അത് പിന്നെ ഈ എന്താ വായിക്കുക? ശാസ്താവ്. അവിടെ ചാന്നിട്ടോക്കാം എന്താ വായിക്കുക? ചാത്തൻ. ശാസ്താരോ ശാസ്ത്രേ തുഭ്യം എന്നാണ് നമ്മൾ ഇതൊക്കെ പോലെ അഖണ്ഡനാമം ചെല്ലുമ്പോഴേ ശാസ്ത്രേ തുഭ്യം എന്നാണ്. അപ്പോൾ അതിന് ചില എന്ത് ശാസ്ത്രം സംസ്കൃതർക്ക് അറിയാം. എൻ്റെ ചതുർത്ഥി അങ്ങനെയാണ് ശാസ്ത്രേ. ഒന്നാണ്.
അതേ കുക്ഷിശാസ്താവുമ്പോൾ ബാല്യരൂപമാണ്. കുട്ടി എന്ന് പറഞ്ഞ പിന്നീടാണ് വരുന്നത്. കുക്ഷിശാസ്താവ് ബാല്യരൂപമാണ്. ബാലശാസ്താവ് എന്ന് പറയാറ്. പക്ഷെ അത് അതിൻ്റെ ആ ഭാവം മാറി. ഞാൻ നേരത്തെ പറഞ്ഞ അവതാര ഭാവമാണത്. എന്ത് ശ്രീകൃഷ്ണൻ കുട്ടിയായി മുട്ടെത്തിയ കൃഷ്ണൻ അല്ലേ, അത് കഴിഞ്ഞാൽ പാർത്ഥസാരഥിയായ കൃഷ്ണൻ, അത് കഴിഞ്ഞാൽ രാസക്രീഡയുടെ കൃഷ്ണൻ അല്ലേ, അത് കഴിഞ്ഞാൽ പാർത്ഥസാരഥിയായ കൃഷ്ണൻ, അത് കഴിഞ്ഞാൽ ഗോശാല കൃഷ്ണൻ. ബേസിക്കലി ഒന്നാണല്ലോ. ബേസിക്കലി വിഷ്ണുവാണ്. അവിടെയൊക്കെ വിഷ്ണുവിൻ്റെ പൂജയാണ്. അപൂർവം ചില പത്മപൂജയിൽ മാത്രമേ കൃഷ്ണായനമാണെന്നാണ് പൂജിക്കാറ്. ഇപ്പം നരസിംഹമായിട്ടാണെങ്കിൽ പോലും വിഷ്ണുവാണ്, ശ്രീരാമനാണെങ്കിലും വിഷ്ണുവാണ്. മറ്റേ രീതിയിൽ കാണേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അല്ല, ഈ ഭാവനയിൽ ചിത്രങ്ങൾക്ക് വ്യത്യാസം വരാറുണ്ട്. ഈ വേട്ടേക്കരൻ പാട്ടുകളിൽ വരയ്ക്കുന്നത് വേട്ടേക്കരൻ്റെ ചുരുക്കിയേ വരയ്ക്കുള്ളൂ. അപ്പൊ ഇനി അമ്പ് പിടിച്ചാലാണെങ്കിലും വരയ്ക്കുക, ചുരുക്കിയാണ് വരയ്ക്കുക. ശ്രീശേഷ ശേഷ ഹരി സുംഭജിത് അംബിക, ഇത്രയേ ഉള്ളൂ പൂജ. ശ്രീശൻ ഈശൻ, ശ്രീശൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു, ഈശൻ ശിവൻ, ഹരി പിന്നെ ദുർഗ, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഗണപതി. അപ്പോൾ ഇത് അതിൻ്റെ ഗണപതിന് 16 വിധം ഗണപതിയെ പറയുന്നുണ്ട്. ഷോഡശ ഗണപതി സങ്കല്പം 72 ഭദ്രകാളിൻ്റെതാണ്. ഇത് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നും പോയില്ല. എന്നിട്ട് നമ്മളതിന് അറിയാനായിട്ടുള്ളതാണ്, തെറ്റൊന്നുമില്ല. വേട്ടയ്ക്കൊരു മകൻ കാവൂന്ന് എഴുതിയുണ്ട്, കുഴപ്പം തൊഴുതുകൊണ്ടും തെറ്റൊന്നും. ചിലർ വേട്ടയ്ക്കൊരു മകൻ അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ശരണം വിളിക്കുന്നവരുണ്ട്, അത് തെറ്റൊന്നുമില്ല. പിന്നെ ഈ ശാസ്താവിൻ്റെ ധ്യാനം രൂപം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഏത് ഈ പറഞ്ഞ 12 രാജാവിന് സൂനുവായി എന്നുള്ള സങ്കല്പം ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് പാലക്കാട് നിന്ന് നമ്മുടെ ഗോവിന്ദപുരം കഴിഞ്ഞാൽ അയ്യനാര, കുതിരപ്പുറത്താണ് അയ്യപ്പൻ. അവിടെ പുലിയില്ല, കാവൽ ദൈവമാണ്. ഞങ്ങളൊക്കെ പാടെ പോയി പ്രശ്നമിക്കുന്ന ആൾക്കാരാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ബുധനാഴ്ച അവിടെ ശാസ്ത്ര അയ്യപ്പന അയ്യനാർ കുതിരപ്പുറത്താണ് ഒപ്പത്തിരിക്കുന്നു വില്ലൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ബേസിക്കലി ഇവിടെ ശിവന്റെ എല്ലാ ഭാവങ്ങളും കൂടിയ സാക്ഷാൽ വേട്ടേക്കരൻ. ശരിക്കും കൊടുമുള്ളി വേട്ടേക്കരൻ കാവ് എന്നുള്ള ഇതിന്റെ ശരിക്കും അഡ്രസ്സായി. ഇമെയിൽ ഐ ഡി അതാ, കൊടുമുള്ളിക്കാവ് ശ്രീ വേട്ടേക്കരൻ എന്നാണ് പറയാ. അത് പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല, അത് മതി. ശ്രീ വേണ്ട ആവശ്യമില്ലേ. കൊടുമുള്ളി വേട്ടേക്കരൻ കാവ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ്. ശ്രീ കൂട്ടിനോണ്ട് ഒരു കുഴപ്പമില്ല, എവിടെയും കൂട്ടാലോ, അങ്ങനെ ഒന്നുമില്ല. അത് മതി, അത് മതി. ആരും തെറ്റിദ്ധരിക്കണ്ട, അതിന് സംശയിക്കണ്ട കേട്ടാ, സംശയിക്കണ്ട. പിന്നെ നമ്മളെ സത്സംഗങ്ങൾ ഇപ്പോൾ ഭാഷയെ പോലുള്ള മഹാത്മാക്കളായ ആൾക്കാർ, പരിചയമുള്ള ആൾക്കാരോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് ഒരുപാട് നോളജ് കിട്ടും. ഈ പ്രശ്നത്തിൻ്റെ ബേസിക് ആവശ്യം തന്നെ അതാ. പ്രശ്നോനുയോഗ പ്രച്ഛാജ പ്രതിവാക്യോത്തരേ സമയമാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയലും ചോദ്യങ്ങളിൽ നിങ്ങളിൽ സൃഷ്ടിച്ചൊരു സംവദിപ്പിക്കലാണ് ഈ പ്രശ്നത്തിൻ്റെ. അല്ല ഞങ്ങൾ ഒരു ജ്യോത്സ്യൻ പറഞ്ഞത് മാത്രം, അല്ലെങ്കിൽ ഒരു മാമ്പൂരി പറഞ്ഞത് മാത്രം, ഒരു അധ്യാപകൻ പറഞ്ഞത് മാത്രം, അതല്ല. അതാണ് ആ സംവാദത്തിനെയാണ് നമ്മളെന്ത് ഈ പിന്നെ സത്സംഗം ദൈവികമായിരിക്കണം. ഈ ശൂന്യവാദമുള്ള ആൾക്കാരുടെ നമുക്കൊന്നും പറയാനില്ല. ഇതൊന്നുമില്ല എന്ന് പറഞ്ഞവർക്കൊന്നുമില്ല. ശ്രീനാരായണ ഗുരുവിനോ അല്ലെങ്കിൽ ശങ്കരാചാര്യ സ്വാമികൾക്കോ അവർക്ക് ഇങ്ങനെ കണ്ണിലോട്ട് വിചാരിച്ചാൽ വേട്ടേക്കരനെ കാണാം അല്ലേ. നമ്മളൊക്കെ പോലെ വേട്ടേക്കരനെ കണ്ടു പറഞ്ഞാൽ അപ്പം എന്നെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം. വട്ടാണെന്ന് അർത്ഥം. ചിലർ പറയേ ഞാൻ കണ്ടു, തോന്നലാണ് അതൊക്കെ. എല്ലാം നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളാണ്, മറ്റേതല്ല. യോഗീശ്വരന്മാർക്ക് എന്താണ്, നാരായണ ഗുരുദേവൻ്റെ അടുത്ത് കുട്ടികളില്ല എന്നിട്ട് ഒരു നാരായണ ഗുരുദേവൻ ഷൊർണൂർ വന്നതാണ്. ഷൊർണൂർ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കോടീശ്വരൻ്റെ വീട്ടിൽ ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഇരിക്കുക. അത്ര ഇപ്പോൾ കഴിഞ്ഞിട്ട് 100 കൊല്ലത്തിൻ്റെ മുമ്പാട്ടാണ്, ഉള്ളിലാണ്. എന്താ പിന്നെ ഗുരുദേവൻ ഭക്ഷണം കഴിക്കാത്തതെന്ന് എല്ലാവരും ചോദിക്കാൻ ധൈര്യമില്ല. പെട്ടെന്ന് ഒരാളെങ്ങനെ കഴിക്കാൻ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു ഭാര്യാഭർത്താക്കന്മാർ അവിടെ ഗേറ്റിൻ്റെ അപ്പുറത്ത് വെക്കുന്നത്, അവരെയും വിളിക്കാൻ വന്നു. പക്ഷെ നമ്മളൊരു ഭാര്യ ഭർത്താവുണ്ട്, അവർ അധകൃതരായ ആളുകളാണ്. ഇദ്ദേഹത്തിന് കഴിക്കാൻ പാലും ഒരു മൈസൂരിപ്പഴവും കുറഞ്ഞു, 2 മൈസൂരിപ്പഴം മതി. അപ്പോൾ അവരിങ്ങനെ മടിച്ച് നിന്നപ്പോൾ ഒരു കയറി വന്നു. അപ്പോൾ അന്നൊക്കെ ഉമ്മറാണല്ലോ. ഇന്ന് ഒരു പഴം, ഈ 2 ഒരു പഴം കൊടുത്തു, കഴിച്ചോളും. അപ്പോൾ ഒരു മടിക്കുന്നു. 2 കഴിച്ചു. 2 കഴിച്ചിട്ട് അവർ തൊഴുതു പോയി. ഗുരുദേവൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചില്ല എന്തിനാ വന്നെന്ന്. ഈ കണ്ടുവന്നവർ ചോദിച്ചില്ല എന്തിനാ വന്നെന്ന്. ഇവർ പറഞ്ഞതുമില്ല. 2 വർഷങ്ങൾക്ക് ശേഷം ഗുരുദേവൻ വീണ്ടും അതേ വീട്ടിൽ വരികയാണ്, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി. അപ്പോൾ ഇതേ ഭാര്യാഭർത്താക്കന്മാർ കയ്യിലൊരു കുട്ടിയായിട്ട് പഠിക്കൽ വെക്കുക. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞത്ര അന്ന് വന്ന ആ ഭാര്യാഭർത്താക്കന്മാർ അവിടെ നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ കയ്യിലൊരു കുട്ടിയുണ്ട്. ഇവർ വന്നതെന്താ വെച്ചാൽ ഗുരുദേവൻ്റെ അടുത്ത് വല്ല മന്ത്രമൊക്കെ മേടിച്ചിട്ട് വല്ല മരുന്നൊക്കെ മേടിച്ചിട്ട് സന്താനം ഉണ്ടാവുമെന്ന് വെച്ചാൽ വന്നത്. സിദ്ധനായ അദ്ദേഹത്തിന് ചോദിക്കേണ്ടി വന്നില്ല.
അവർക്ക് അങ്ങോട്ട് പറയേണ്ടി വന്നില്ല, അവർക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ തപശക്തി മുഴുവൻ ആ മൈസൂരി പഴത്തിൽ ഇവർക്ക് എത്തിയെന്നർത്ഥം. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഭാവന ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ മാതിരി ശുദ്ധനാന്നുണ്ട് ചമച്ചിട്ട് ഈ മാതൃഭൂമി പഞ്ചാംഗം എടുത്ത് കാണിച്ചു തരാം. പഞ്ചാംഗത്തിൻ്റെ ഒരു പുറം മുഴുവനെ പഞ്ചാംഗം ഈ പുറം മുഴുവൻ സിദ്ധന്മാരെ പരസ്യമാണ്. നമ്മൾ ആൾ ദൈവങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതൊന്നുമല്ല. ഇത് സാക്ഷാൽ ബ്രഹ്മമയം ശിവൻ. ഇതൊന്ന് സ്മരണം. ഇവിടെ തൊഴുതാൻ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് ഒന്ന് ആ ഭാവ രൂപമൊന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഇവിടെ ചൊല്ലാറില്ലേ, കിരാതാഷ്ടമൊക്കെ പതിവുണ്ടല്ലോ അല്ലേ, ചൊല്ലാറില്ലേ? ശ്രുതികാചാപധാരിണം കിരാതഭൂഷം വന്ദേ പരമാത്മാനം ഈശ്വരം. കുട്ടികളെ കൊണ്ടൊക്കെ ഓരോ ശ്ലോകം ചൊല്ലി നമസ്കരിപ്പിക്കുക. ഞായറാഴ്ച ദിവസം ഒന്ന് തൊഴിയിക്കുക. ആഴ്ചയിലൊരിക്കൽ പിന്നെ ഇവിടെ സമൂഹമായിരുന്ന് ശിവന്റെയും ഏത് നാമവും ചൊല്ല. ഇനി ആ സംശയം നിർത്തോളൂ. ഇപ്പൊ ഇവിടെ വരുന്ന വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കോളൂ, ശിവസഹസ്രനാമം ചൊല്ലിക്കോളൂ, ശാസ്താസഹസ്രനാമം ചൊല്ലിക്കോളൂ, ലളിതാസഹസ്രനാമം ചൊല്ലിക്കോളൂ, ദേവി മഹാത്മ്യം ചൊല്ലിക്കോളൂ, ഭാഗവത പുരാണം വായിക്കാം, പിന്നെ വിഷ്ണു പുരാണം വായിക്കാം, ശിവപുരാണം വായിക്കാം. ശിവപുരാണത്തിലൊക്കെ ഈ കിരാതാവതാരം എന്ന് പറഞ്ഞിട്ടേ ഒരു പ്രത്യേക ടോപ്പിക് തന്നെ ഉണ്ട്, വായിച്ചു നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കഥ കൈപ്പെട്ടതാ. ഇത് ഈ പിന്നെ ഇന്ദ്രകീലം എന്ന പർവ്വതത്തെക്കുറിച്ചും പിന്നെ ചക്ര മന്ത്രത്തെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു വേദിയാവണം ഇവിടെ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം എന്ന മനസ്സങ്ങനെ ശാന്താവുകയാണ്. എല്ലാ കൽമഷങ്ങളും നിറഞ്ഞ് ശിവായ എന്നോട് പറയുമ്പോൾ യദ്യക്ഷരം നാമ, ഭാഗവതത്തിലെ ശ്ലോകം, യദ്യക്ഷരം നാമ ഗിരേജിതം നൃണാം സകൽ പ്രസംഗാത് അഖമാശു ഹന്തി തൽ. നമ്മുടെ മുന്നിലുള്ള പാപത്തിനെയും പാപവാസനെയും ഇല്ലാതേക്കാണ്. പവിത്ര കീർത്തിയും, നല്ല പേരുണ്ടാവും. തമലംഘ്യ ശാസനം, മണ്ടയിൽ വരെ മാറ്റാൻ കഴിയും. അപ്പോൾ ഓം നമ ശിവായ വേണ്ട, നമശിവായ വേണ്ട, നാമ വേണ്ട, ശിവായ വേണ്ട, ശിവ എന്ന് ഈ ദേവനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്ത് വിചാരിച്ചാലും മതി. ഈ പറഞ്ഞ സിദ്ധയോഗീശ്വരന്മാർക്ക് മരണമില്ലാത്ര, അവർ ചിരഞ്ജീവികളാണ്. പിന്നെ അവർക്ക് എന്താണ് സ്വച്ഛന്ദമൃത്യ. ആ സ്വച്ഛന്ദമൃത്യുവിൻ്റെ സമയത്ത് ബ്രഹ്മരന്ധ്രഗത പദമീശ്വര വിശ്വഗന്ധ ഛന്ദാംസി കേശവഹനാസ്തവ കേശവാശാഹ മേൽപ്പതിയാണ്. ഈ ബ്രഹ്മപദം കിട്ടും. ആ സമയത്ത് അവർ ആദ്യം ശിവോഹം എന്ന് പറയുന്ന, പിന്നെ ശിവ എന്ന് പറയുന്നത്, പിന്നെ വെറും ആ സാകാരം പറയുന്നതിൻ്റെ മുമ്പേ ജീവൻ മുക്തി നേടുന്നൊക്കെയാണ് പറയുന്നത്. ആ സ്പീനിയൽ ഗ്ലാൻഡ്, തൃക്കണ്ണ് തന്നെ. നമ്മൾ വിരൂപാക്ഷം എന്നൊക്കെ പറയില്ലേ, മൂന്നാം തൃക്കണ്ണ് എന്നൊക്കെ പറയില്ലേ. അപ്പം നമ്മളിൽ തന്നെയാണ് ഈ ശിവനെ. ശിവോഹം, ഞാൻ ശിവനാണെന്നുള്ള ഭാവന. ഞാൻ ശിവനാണെങ്കിൽ എന്താണ്? ഞാൻ പാർവതിയെ, ഗണപതിയെ, സുബ്രഹ്മണ്യനെ അല്ലെങ്കിൽ അർജുനനെ സംരക്ഷിക്കാൻ ഗണാങ്കിത ശിരാന്നല്ലേ. ശരിക്കും കുറച്ചും കൂടിയും ഭംഗിയായിട്ട് പറഞ്ഞാൽ ശരിക്കും അർജുനൻ ഭഗവാനെ കൂടുതൽ അങ്ങോട്ട് വിഷമിപ്പിക്കുന്ന സമയമുണ്ടല്ലോ, ആ രൂപമാണ് ആദിമ കാലത്ത് ഈ യോഗീശ്വരൻ മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. രോഗങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇവിടെ രോഗം മാറ്റാൻ വേണ്ടിയിട്ട്, സന്താനത്തിന് വേണ്ടിയിട്ട്, ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ദക്ഷിണാമൂർത്തിയുടെ പൂജ ഉണ്ടായി രാവിലെ. അദ്ദേഹം വന്നിട്ട് നമ്പൂരി, ഞാൻ അദ്ദേഹത്തിന് എന്താ പരിചയമുണ്ട്, ഞങ്ങൾക്ക് രണ്ടാൾക്കും പരിചയമുണ്ട്. ഞങ്ങൾ മധുരയിൽ അദ്ദേഹം അവിടെ പൂജ ഉണ്ടാവാറുണ്ട്, മധുരയിലെ ആയുർവേദ സമാജത്തിൽ. അപ്പോൾ ഞാൻ കണ്ട മനസ്സിൽ അദ്ദേഹം ഞാൻ അവിടെ ഉണ്ട്. എത്ര മന്ത്രം അദ്ദേഹം ചൊല്ലിയറിയോ. സാധാരണ പൈസ കൊടുത്താലും അങ്ങനെ ചെല്ലില്ല. ദക്ഷിണാമൂർത്തിയുടെ മന്ത്രം, മൃത്യുഞ്ജയൻ്റെ മന്ത്രം, സൂക്തങ്ങൾ, കുറച്ച് നേരം കൊണ്ട് ഒക്കെ ശിവങ്കലിക്ക് എല്ലാം 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 ഗായത്രി നമ്മൾ പറയാതെ തന്നെ. ദക്ഷിണാമൂർത്തി മൂലം, ദക്ഷിണാമൂർത്തി മൂലം ചൊല്ലി എല്ലാവരും ചെയ്യാറില്ലേ സാറേ. അപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് തൊഴുക, നാളികേരം അടയ്ക്കുക, പ്രാർത്ഥിക്കുക, വഴിപാട് കഴിക്കുക. ഈ മുട്ടറക്കലും കിട്ടറക്കലൊക്കെ ഭഗവതിക്കാക്കുക. അങ്ങനെ ചെറിയ 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 മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തണം. മറ്റാൾക്ക് നാളികേരം അറിയാൻ പ്രാർത്ഥിക്കുക. ആരൊക്കെ ഇതിൻ്റെ കാര്യം നടന്നാൽ എന്ത് ഒരു 8 അതിൻ്റെ കണക്ക്. ഇത്ര അഷ്ടാംഗമാണല്ലോ. ഒരു 8 നാളികേരം, 16 നാളികേരം അതവിടെ സമർപ്പിക്കുക. പൂജയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പറ്റുകയാണെങ്കിൽ വൈകുന്നേരത്തെ പൂജയൊക്കെ കഴിഞ്ഞ് നടക്കുന്നതിന് മുമ്പായിട്ട് ശാന്തിക്കാരം അതൊക്കെ എറിഞ്ഞു കൊടുക്കുക കേട്ടോ. അതിന് പ്രത്യേക സ്ഥലം കണ്ടെത്തുക. പിന്നെ മറ്റ് വേട്ടേക്കരപ്പാട്ടിന് നിങ്ങൾ എത്ര നാളികേരം വേണമെങ്കിൽ മുട്ടർപ്പിക്കുന്ന സ്വഭാവം ശിവങ്കിലില്ല, അത് ഭഗവതിക്കുള്ളൂ. അപ്പോൾ ഭഗവതി ഇവിടെ ആൾറെഡി ഉണ്ടല്ലോ. നമുക്ക് അതിനൊരു സംവിധാനം ഉണ്ടാക്കി വിദ്യാമുട്ട, വാഹനമുട്ട, കാര്യസാധ്യമുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചെയ്യാം. അവിടെ നാളികേരം എറിയാം. ഈ നാളികേരം എന്താ? നാളികേരം നമ്മളുടെ ജീവൻ്റെ ഈ തൃക്കണ്ണ് തന്നെയാണല്ലോ. 2 കണ്ണ് ഇങ്ങനെയും 1 കണ്ണ് ഇങ്ങനെയും.
ഈ കാരണജലം നമ്മുടെ അമ്മയുടെ ഗർഭപാത്രം അതിൽ ആ വെള്ളത്തിൽ നിന്നാണ് നമ്മളൊക്കെ നീച്ചു വരുന്നത് അല്ലേ? ആ കാരണജലത്തിൽ നമ്മൾ ഉത്ഭവിക്കുന്നതിനെ കുറിച്ചും ആ ജീവൻ നമ്മളിലേക്ക് അച്ഛൻ്റെ ബീജം അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ നമ്മളിലേക്ക് പ്രവഹിച്ച് ഞാൻ വലിയ ആളായി പോക്കിരിയായി തെമ്മാടിയായി അച്ഛനെയും അമ്മയൊക്കെ തെറി പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ആ സൃഷ്ടി ഉണ്ടല്ലോ, പ്രക്രിയ എന്താ പറയുക? പ്രക്രിയ. അച്ഛൻ്റെ കേസ് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് മുതൽ കിട്ടാനൊക്കെ കേസ് കൊടുക്കാനാവുന്നത് എന്തുമെന്നാണ്? ചെറിയ ഒരു മില്ലിഗ്രാം അതിമെന്നാണല്ലോ. അപ്പോൾ ആ ഗർഭപാത്രത്തെയും ബീജാഭാവത്തെയും പിന്നെ സിംബലൈസ് ചെയ്യുന്ന സൃഷ്ടിയുടെ രൂപം നാളികേരമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു വൃക്ഷത്തിനെ തുള്ളുന്ന നാളികേരം നരാണ പ്രഥമ വയസ്സിതത്വം തോയമൽപ്പം സ്മരന്ത്യ. കുട്ടിക്കാലത്തൊരു നാളികേരം പാവി അത് നമ്മളെ മുറ്റത്ത് വെച്ച് ഇടയ്ക്കൊരു തുള്ളി വെള്ളം ഒഴിച്ച്, അന്ന് സ്പ്രിംഗ്ലറൊന്നുമില്ല, വെള്ളമൊക്കെ ഒഴിച്ച് അവനങ്ങോട്ട് വലുതായി. ഞാനൊരു നാളികേരം വെച്ച് തട്ട് നനപ്പിച്ചാൽ എൻ്റെ മകൻ, മകൻ്റെ മകൻ, അതിൻ്റെ മകൻ, 4 തലമുറയ്ക്ക് ഇയാളിങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. അത് തന്നെയാണ് പിതൃപുത്ര അല്ലെങ്കിൽ മാതൃപുത്ര ബന്ധങ്ങളും. ഞാൻ ഉണ്ടാക്കിയ സ്വത്ത് എൻ്റെ മകന്, മകൻ്റെ മകന് അല്ലേ? അപ്പോൾ വലിയ മോശക്കാരനായ ദരിദ്രവാസന മകൻ ധനികനാവും, ധനികൻ്റെ മകൻ അരിക്കാറ ധനികനാവും. 4-ാം തലമുറയിൽ എന്താ എനിക്കറിയോ? മുഴുവൻ കട്ട് മുടിച്ച് തവിട് പൊടിയാക്കി തിരിച്ച് അത് കൊടുത്തയക്കും. നമ്മുടെ ലോകത്ത് കാണുന്ന ധർമ്മ അതിൻ്റെ സിമ്പിളാണത് നാളികേരം. അപ്പോൾ ഞാൻ വെച്ച നാളികേരൻ്റെ പേരക്കുട്ടിയുടെ കുട്ടി നാളികേരം വെട്ടുകയെ എന്താ ഈ തെങ്ങുന്നൊരു വലിയ കാര്യമൊന്നുമില്ല, എന്ന് ഓട്ടുമ്പുറത്തേക്ക് വീഴാണ് അത് വെട്ടിക്കളയും. അപ്പോൾ നാളികേരം എല്ലാ കാര്യങ്ങൾക്കും ഈ ജീവൻ്റെ സമർപ്പണം കൂടിയാണ്, ബലിയാണ്, കേര ബലിയാണ് നാളികേരം അറിയത്. മറ്റത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. മുട്ടല് കാശുണ്ടാക്കാനും വേണ്ടിയില്ല. ഇനിയിപ്പോൾ തിന്നൊക്കെ പോയിട്ട് ചില അമ്പലങ്ങളിൽ ശാന്തിക്കാരുണ്ട്, അതിനിങ്ങനെ നാളികേരം മുട്ടിരിക്കണം, നോക്കോ നിങ്ങളുടെ ഭർത്താവ് ഇപ്പം അടുത്ത് തെറ്റി. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അങ്ങനെ ഉണ്ട്, മകൻ്റെ പിന്നാലെ ഒരു പെണ്ണ് കൂടിയുണ്ട്, മകളാരെ പ്രേമിക്കുന്നു, ഇതൊക്കെയാണ് നാളികേരം മുട്ടിയിട്ട് പറയണതേ. അതൊന്നും ഇപ്പം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അതിനൊരു പൂജ, അതിനൊരു തകിട്. ഇവിടെ ഒന്നും ചെയ്യണ്ട, അങ്ങോട്ട് വിളിച്ചാൽ മതി, അങ്ങോട്ട് വിളിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ വിളിച്ചോളൂ. എവിടെ ഇവിടുമ്പോൾ പുള്ളിക്കാവിലപ്പാന്ന് വിളിച്ചോളൂ, എന്താ തെറ്റ്? അങ്ങോട്ട് വിളിക്കുന്ന അവിടെ എത്തും. എവിടെ എത്തും? എവിടെ വെച്ചാൽ അവിടെ എത്തിക്കോളൂ. നന്നായി ജപം. അമ്പലത്തിൽ വന്നാൽ വർത്താനം കുറയ്ക്കുക, പരമാവധി നാമം ജപിക്കുക, പരമാവധി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമം ജപിച്ചോളൂ. ഹരേ രാമ ഹരേ കൃഷ്ണ ജപിച്ചാലും കുഴപ്പമൊന്നുമില്ല. സർവ്വദൈവ നമസ്കാരം കേശവം പ്രതികരിച്ചോളൂ, നാമം ജപിക്കുക. പിന്നെ ആചാര്യത പ്രധാനായ ജവേന നിയമേ ഉത്സവേന, കൊല്ലത്തിലൊരിക്കൽ നാട്ടുകാരെല്ലാവരും കൂടി ഉത്സവം എന്ന് പറഞ്ഞാൽ സവം എന്ന് പറഞ്ഞാൽ സന്തോഷം നടത്താം. അപ്പോൾ എന്ത് ചെയ്യുക? അലങ്കാരമായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ആനയോ പഞ്ചവാദ്യമോ എന്താ വെച്ചാൽ, ഏതോ ഗംഭീരമായിട്ടുള്ള സദ്യയെ കൈകൊട്ടിക്കളിയോ കളിയോ എന്ത് വേണമെങ്കിൽ സന്തോഷിപ്പിക്കാവുന്ന രീതിയിലാക്കുക. പിന്നെ പിന്നെതാണ് ആചാര്യത പ്രധാനായ ജവേന നിയമം വരുന്ന ശാന്തിക്കാർ കൃത്യമായ സമയത്ത് നട തുറക്കണം, കൃത്യമായ സമയത്ത് പൂജ ചെയ്യണം, കൃത്യമായ നിവേദ്യം വേണം, കൃത്യമായ സമയത്ത് നട അടയ്ക്കണം. ഉത്സവേ അന്നദാനേന വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടായില്ലേ, നമ്മൾ അതിന് വേണ്ടിയിട്ടായിട്ട് നമുക്കൊരു അന്നദാനശാല വേണം, അഗ്രശാല വേണം. ഇന്നിപ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നി, അമ്മമാരൊക്കെ തീരത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. അത് കാണാൻ പാടില്ല. ഒന്നാമത് നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ പിന്നെ ധർമ്മശാസ്ത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇരുന്നേ കഴിക്കാൻ പാടില്ല, വഴിയിൽ നിന്ന് കഴിക്കാൻ പാടില്ല. കാലേ ഹിതമിത ഭോഗി കൃതചംക്രമണക്രമേണ വാമശയ അവിധൃത മൂത്രപുരീഷ ശ്രീഷുയുതാത്മാ നചേത് രോഗീന. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു സംവിധാനം വേണം. കുട്ടികൾക്ക് ചോറ് കൊടുക്കാം, അവിടെ ഷഷ്ടിപൂർത്തി നടത്താം, അവിടെ സപ്തതി നടത്താം കേട്ടോ, അവിടെ അശീരി നടത്താം, അവിടെ കഥകളി നടത്താം. നല്ലൊരു ഹാളൊക്കെ നമുക്ക് ഭാവിയിൽ വേണം. നമുക്ക് വലിയ നിർമ്മാണം ഇവിടെ വരില്ല, നല്ല ശ്രീകോവിൽ, നല്ല നാലമ്പലം, കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതിലേറ്റവും പ്രധാന ഉള്ളിലുള്ള ഒരു ദ്വാരം വേണ്ടി വരും. ബാക്കിയൊരു നിർമ്മാണ പ്രവർത്തനത്തിന് വലിയ പൈസ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ വളരെ പരിപാവനമായ ശക്തിമത്തായ ശരിക്ക് ശിവൻ്റെ എല്ലാ വിലകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യ സങ്കേതം. നമ്മളാരും ഉണ്ടാക്കിയതല്ല, നമ്മളൊക്കെ ഇതിനെ ഇംപ്രവൈസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഏതോ അനാദികാലത്ത് ഈ ധർമ്മരക്ഷണത്തിന് അഥവാ ധനസംരക്ഷണത്തിനും ഈ പറഞ്ഞ കാട്ട് മൃഗങ്ങളുടെയും ഹിംസാ മൃഗങ്ങളുടെയും ഇതിന്ന് രക്ഷപ്പെടാനും സന്താന ശ്രേയസ്സിന് വേണ്ടിയിട്ട് സിദ്ധയോഗീശ്വരന്മാരാൽ ഉപാസിക്കപ്പെട്ട സാക്ഷാൽ ശ്രീപരമേശ്വരനാണ് ഇവിടെ നിന്ന് അവിടെ ഉറപ്പിക്കുകയാണ് കേട്ടോ. വ്യാഴത്തിൻ്റെ യോഗമായി, ബുധൻ്റെ യോഗമായി,
രാഹുവിന്റെ യോഗം. സർപ്പത്തിന് ഇവിടെ ആരാധന ഉണ്ടല്ലോ അല്ലേ? സർപ്പാരാധന ആൾറെഡി ഉണ്ടല്ലോ അല്ലേ? സർപ്പത്തിനെ എന്താ ചെയ്യല്? അത്രയല്ലേ ഉള്ളൂ. അതിവിടെ രക്ഷസിന് പൂജ ചെയ്യുന്നില്ലേ? രക്ഷസിന് പൂജ ചെയ്യുന്നില്ലേ? എവിടെ രക്ഷസിന് പൂജ ചെയ്യാൻ? അതിനെന്താ തറയൊക്കെ ഉണ്ടാ? ഒരു കുടിലക്കല്ലേ? അതിനോട് ചേർത്തൊരു സർപ്പത്തിന് പൂജിച്ചാൽ അല്ല. ഇവിടെ അമ്പലം കയറ്റൊന്നും വേണ്ട. പക്ഷെ സർപ്പുണ്ട് ഇവിടെ. അല്ല സർപ്പുണ്ട് അവിടെ ഒന്നുമില്ല. അത് വേറെ കേസ്. അവിടെ നിന്ന് സർപ്പ സാലാദിയോ ബഹി. അവിടെ എവിടെ രക്ഷസിന്? ഇവിടെ എവിടെ അവിടെ നമുക്കേ അതിനോട് ചേർത്ത് തന്ത്രി തന്നെ ചെയ്യേ. സർപ്പ സാലാദിയോ ബഹി. അവിടെ ഒരു നാഗരാജാവും നാഗേഷ്. അത് ശിവനും പാർവതിയാണ്. അതും ശിവപാർവതിമാരാണ്. ആ രൂപത്തിലിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ചെറിയ സങ്കേതത്തിൽ കൊല്ലത്തിലൊരിക്കൽ എപ്പോഴാണോ രക്ഷസിന് വാർഷികമായിട്ട് തന്ത്രി പൂജിക്കുന്നത് അപ്പോൾ മാത്രം കൊടുത്താൽ മതി. അതിന് നിങ്ങൾ പമ്പുമേക്കാട്ടൊന്നും കൊണ്ടിരണ്ട. ശാന്തിക്കാരൻ ദിവസം മെനക്കെടും വേണ്ട. അതും കൂടി വേണം. അതും കൂടി ആയാലാണ് അവിടെ ആ പൂർണ്ണത വരുള്ളൂ. അത്ര ചെറിയ ചെറിയ മാറ്റങ്ങളെ വരുള്ളൂ. പറഞ്ഞുതരാം. അത് എന്താ തന്ത്രി നിശ്ചയിക്കും എങ്ങനെ വേണം. രണ്ട് സങ്കല്പമുണ്ട്. ഒന്ന് ഭാര്യ ഒന്ന് ഭർത്താവ്. വ്യാഴത്തെ കൊണ്ടുള്ളതല്ല. അത് സിദ്ധവൈദ്യന്മാരാണല്ലോ. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രം ഇവിടെ കർക്കിടക മാസത്തിൽ വേണമെങ്കിലേ ഔഷധക്കഞ്ഞികളാവട്ടെ. കർക്കിടകം 16-ാം തീയതി ഔഷധക്കഞ്ഞിയൊക്കെ കൊടുക്കാം. പിന്നെ അതേമാതിരി ഈ നെയ്യൊക്കെ ഇവിടുത്തെ ശാന്തിക്കാരൻ അവിടെ ശ്രീലകത്തുനിന്ന് ഗർഭപുല്ല് തൊട്ടും ജപിച്ച് ദക്ഷിണാമൂർത്തിയുടെ മന്ത്രമൊക്കെ ജപിച്ചിട്ടേ. ശിവന്റെ മന്ത്രമാണല്ലോ ദക്ഷിണാമൂർത്തിയുടെ മന്ത്രമൊക്കെ ജപിച്ച് നീലകണ്ഠ പഞ്ചാക്ഷരി ചൊല്ലിയാലും മതി. നീലകണ്ഠത്രക്ഷരിയൊക്കെ ജപിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. കൊടുക്കണം. പ്രത്യേകിച്ച് നവരാത്രി കാലത്തൊക്കെ. നവരാത്രി ഇവിടെ ഭഗവതി അങ്ങനെ അങ്ങനെയൊന്നും പറയണ്ട. നവരാത്രി 9 ദിവസം നമുക്ക് വിളക്ക് നടത്താം. ആ ദിവസങ്ങളിൽ പിന്നെ നവരാത്രിക്ക് പുസ്തകം പൂജിക്കാം. കുട്ടികൾക്ക് നെയ്യ് ജപിച്ചു കൊടുക്കാം. നവരാത്രി കാലത്തൊക്കെ പറ്റുമെങ്കിൽ തൃശ്ശൂരൊക്കെ തിരുവള്ളക്കാവിലൊക്കെ കൊടുക്കുന്നില്ലേ നെയ്യ്? കേട്ടില്ലേ? തിരുവള്ളക്കാവിലും നെയ്യ് എത്തണില്ല. തിരുവള്ളക്കാവിലെ ശാസ്താവിൻ്റെ അവിടുന്ന് ശ്രീകോവിലിലുള്ളതാണ് നെയ്യ് കൊടുക്കണം. കൈക്കാട് മൂസിൻ്റെ നിർമ്മാണമാണ്. ആ സാധനം ജപിച്ചു കൊടുക്കുക. ഇവിടെ അതൊക്കെ ആവാം. നവരാത്രി കാലത്ത് കൊടുത്താൽ മതി. നവരാത്രി കാലത്ത് തൊടാൻ വരുന്നവർക്കൊക്കെ ഓരോ കുപ്പി, ചെറിയ കുപ്പി 100 മില്ലി മതി നെയ്യ് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ നല്ലതാണ്. സവേനന്നദാനായ ക്ഷേത്രവദ്യസ്തു പഞ്ചത. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും അല്ലേ? പിന്നെ ഇവിടെ കുറച്ചൊക്കെ ദുരിതങ്ങളുണ്ട്. ലഗ്നത്തിൽ രാഹു, ലഗ്നാധിപന് നീചസ്ഥിതിയല്ലേ. അനവധി ആൾക്കാർ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കേട്ടിട്ടുണ്ടോ? തൂങ്ങി മരിക്കുക, വിഷം കുടിച്ച് മരിക്കുക. ഇപ്പോഴല്ല കേട്ടോ. കെട്ടി തൂക്കുക, സ്വയം കെട്ടുക, തൂങ്ങുക. അന്നൊക്കെ ധാരാളം മരങ്ങളും കാടൊക്കെ ആയുള്ള സമയത്തേ വീട്ടിലുള്ള ആരോടൊക്കെ തമ്മതിരിയുടെയൊക്കെ ഇവിടെ വന്നിട്ടേ എന്ത് ചെയ്യാ? എന്നാ ശരി ടാറ്റാ ബായി എന്നിട്ട് തൂങ്ങിണ്ടാവും. അത് ഈ ഭംഗിമാവുകാടൊക്കെ വരുന്നതിൻ്റെ മുമ്പത്തെ കാര്യം പറഞ്ഞിട്ടാ. നല്ല കാട്ടുമരങ്ങളുണ്ടാവേ. പക്ഷെ ഈ ആത്മഹത്യക്കും ഒരു മാനസികാവസ്ഥ വേണേ. ഒരു മിനിറ്റ് നേരം കഴിഞ്ഞാൽ മരിക്കില്ല. ആ പൊറ്റേ പോയിന്റിലാണ് എന്ത് ചെയ്യും? ഞാൻ ഇപ്പം മരിക്കുന്ന പറഞ്ഞില്ലേ? ഞാൻ ഇപ്പം മരിക്കുന്ന പറഞ്ഞവർ മരിക്കില്ല. മരിക്കാൻ വിചാരിച്ചാൽ മുണ്ടാതെ പോയിട്ട് പണിയിപ്പിച്ചു വരും. അങ്ങനല്ലേ? അപ്പോൾ അനവധി ആളുകൾ സ്വയം കൃതമായ രാശി. ചില ആളുകളെ എന്താന്ന് പറയാ? ഈ നീചത്തിൽ എന്താ പറയാ? നീചസ്തിഗോഹപതനം സുഹൃത്ത് ധന്യന്തുരാചാരം ഋണാപ്തിമാഹു നീചാശ്രയം കീകടദേശവാസം ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം. ജീവിത സമരത്തിനോട് മല്ലിട്ട് പരാജയപ്പെട്ട് ഇനി ഞാൻ ഇരിക്കാൻ വയ്യ എന്ന് വിചാരിച്ചാൽ ശിവങ്കിൽ ലയിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അതേമാതിരി എന്താണ് മറ്റേ ഈ നീച സംസ്കരിച്ച ഭൂമോ അങ്ങനെ ഉണ്ട്. പിന്നെന്താണ് ശത്രു വധദുരിത സമേതോ ശത്രു നിന്നക്ഷകേഷ്. ചില ആൾക്കാർ വലിയ സ്നേഹത്തിലൊക്കെ നിന്നിട്ട് അവസാനം തമ്മിൽ തെറ്റിയതിൻ്റെ ശേഷം ലോക്യം പറഞ്ഞ് കൊടുന്നിട്ട് കാച്ചിയ ആൾക്കാരുണ്ട്. അത് പ്രത്യേകിച്ച് ചില സ്ത്രീകളൊക്കെ 7 ഗുളികനും കേതും കൂടിയൊക്കെ ചില ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സ്ത്രീകളൊക്കെ വശീകരിച്ച് അവരുടെ കാര്യസാധ്യമൊക്കെ നടത്തിയതിൻ്റെ ശേഷം എന്തെങ്കിലും കാരണവശാൽ തമ്മിൽ തെറ്റിയ സമയത്തേ അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ ഈ അല്ല കൊല്ലന്നെ ചെയ്യണേ. വധദുരിത സമേതോ ശത്രു നിന്നക്ഷേഷു. വധദുരിതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത കലശക്രിയാദികളൊക്കെ നടത്തുമ്പോഴേ അതായിരിക്കും അന്നത്തെ കലശം കഴിഞ്ഞ സമയത്ത് ഇവിടെ എവിടെ ഒരു ബോഡി ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. ആരുടെ ഇരുന്നത് ബോഡി? എങ്ങനെ മരിച്ചു? അന്നായി കലശം നടത്തിയത് നമ്മുടെ തന്ത്രി തന്നെയല്ലേ? അല്ല പുലിയന്നൂർ തന്നെയല്ലേ? അണ്ടാടി ദിവാരൻ നമ്പൂരിപ്പാട്. അത് അദ്ദേഹം സദസ്യനായി വന്നിട്ട് തന്ത്രം തന്നെയാണല്ലോ. തന്ത്രം പുലിയന്നൂരിന് അദ്ദേഹം നടത്തിപ്പിന് വന്നു മാത്രമേ ഉള്ളൂ.
അല്ല എന്തായാലും ആ കാലഘട്ടത്തിൽ അത് ഉണ്ടാവാനുള്ള കാരണം അന്ന് ആ ദുരിതങ്ങൾ കൃത്യമായിട്ട് പോയിട്ടില്ല. എന്താ ഈ ആത്മഹത്യാ മുനമ്പിൻ്റെ സ്വയം മരിച്ചതും കൊന്നതായ കുറേ ദുരിതങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ 7 ഗുളികനും കേതുക. രാഹുകേതോ മതഭേ അന്യസക്ത. തൻ്റെ ഭാര്യയ്ക്ക് മറ്റാരൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നുള്ള എൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് പേരിൽ ചില ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലൊക്കെ ചെയ്യുക. ആ സ്ത്രീ അതീവമായ എന്താ ഈ ശിവഭക്തി ആയിരിക്കും ചെയ്യും. അപ്പോൾ ആ മരിച്ച ആത്മാവൊക്കെ ഈ ശിവങ്കലിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില പ്രതിവിധികളോട് കൂടിയാണ് നോക്കാം. അതിന് ചെയ്യുന്ന പ്രേതപരിപാടിനേക്കാൾ ചെയ്യേണ്ടത് പുരാണ പാരായണാട്ടോ. പ്രത്യേകിച്ച് ഭാഗവത പുരാണൊക്കെ ഒരാവർത്തി വായിക്കാൻ നല്ലതാണ്. ഇവിടെ ഭാഗവത സപ്താഹം ഉണ്ടായിട്ടാ ഒന്ന് വേണ്ടേ? ഒരു സപ്താഹം നടത്തും. സപ്താഹം 7 ദിവസമായിട്ട് ഭാഗവതം വായിച്ചു തീർക്കും. അത് വായിച്ച് തീരുമ്പോൾ ഈ സ്ഥലത്തിലുള്ള വൃക്ഷലതാദികൾക്കും നമ്മളാ മരം മുറിച്ചതിൻ്റെ ദോഷം, പാറ പൊട്ടിച്ചതിൻ്റെ ദോഷം, ആളെ വധിച്ചതിൻ്റെ ദോഷം, അതൊക്കെയാണ് പൊയ്ക്കോളും. അത് സംഘടിപ്പിക്കും. പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്. നന്നായിട്ട് വായിക്കാൻ പറ്റും. വലിയ കുട്ടികോഴിച്ച സപ്താഹം വേണ്ട. നമ്മുടെ തൃശ്ശൂർ അനവധി ആൾക്കാരുണ്ട്. തൃശ്ശൂർ, ഗുരുവായൂർ നന്നായിട്ട് വായിക്കാൻ അറിയുന്ന റിട്ടയർഡ് ചില അധ്യാപകരൊക്കെ ഉണ്ട്. നല്ല സംസ്കൃത അധ്യാപകർ. ഞാൻ ഇപ്പോൾ ഞങ്ങളെ വായന ഒന്ന് കഴിയുക. അവിടെ കോഴിക്കോട്ടുകാരൊരു സംസ്കൃത സ്കൂളിൽ UP സ്കൂളിൽ അധ്യാപകനായ ഒരാളെ വായിക്കും. എന്ത് ഭാഷ അറിയും. നല്ല സ്പഷ്ടമായ രീതിയിൽ മൂലം ഭാഗവതം വായിക്കുക. പലരും മലയാളം ഒക്കെ വായിച്ച് തെറ്റി മറിച്ചിട്ടൊക്കെ വായിക്കും. ഇത് നന്നായിട്ട് വായിക്കും. അറിയുന്ന ആൾക്കാരുണ്ട്. നമുക്കത് നോക്കാം. നന്ദിയോട് പറഞ്ഞാൽ മതി. ഇവിടെ ഇതേമാതിരി ഇവിടെ ഒരു ഇത് ഉണ്ടാക്കിയിട്ട് ഒരു പന്തൽ കൂടി വേണ്ട, നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വായിക്കാം. ഒരു ആവർത്തി വായിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട അറിയാതുള്ള ദുരിതങ്ങൾ ഈശ്വരാധീനം വർദ്ധിക്കുകയും ചെയ്യും. ഹത്യാദുരിതങ്ങളൊക്കെ മാറും. പിന്നെ ജനങ്ങളുടെ ഇടയിൽ ആക്രമവാസന പോവുകയും ചെയ്യും. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ എല്ലാ ദിവസവും വന്നിരിക്കാൻ പറ്റുന്നവരില്ല. സ്ത്രീകൾക്കൊക്കെ വീട്ടിൽ റിട്ടയർഡായ ആൾക്കാർക്കും ഒക്കെ വന്നിരുന്നത് കേൾക്കാം കേട്ടോ. അതിനോടനുബന്ധിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ദീപാരാധനയൊക്കെ തൊഴുതു പോകാം. അതൊക്കെ ഇതിൻ്റെ ശരിക്കും ചെയ്യേണ്ട അത്യാവശ്യമാണ്. എന്താ ശിവൻ ഇവിടെ ഉണ്ടായതുകൊണ്ട്, ശിവൻ ഇതിൻ്റെ ഉള്ളിലുണ്ടായതുകൊണ്ട് തന്നെ വരുന്നത്. അതെ അതെ. അതുമല്ല, ശിവം എന്നുള്ളത് ലോകത്തിന്റെ മുഴുവൻ ശക്തിയാണല്ലോ, ശിവശക്തിയല്ലേ. അപ്പൊ ഗുണവും ദോഷമൊക്കെ ഇരുമ്പിൽ കാന്തത്തിലേക്ക് ഇരുമ്പ് എങ്ങനെ വരുന്നു എന്ന മാതിരി ആയിരിക്കും വരും. അപ്പോൾ ദേവൻ അവരെയും രക്ഷിക്കണം. ഈ രക്ഷസുകളെയും യക്ഷിയെയും പ്രേതങ്ങളെയും ഒക്കെ രക്ഷിക്കേണ്ട ചുമതല ആർക്കാണ്? അവർക്ക് ഗതി വരുത്തേണ്ട ബാധ്യത ദേവനാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ദേവന് ഇഷ്ടായാലും അനിഷ്ടം ചെയ്താലും അതൊരു ദുരിതമായിട്ട് വരാണ്. അപ്പൊ അവര് രക്ഷപ്പെടുത്തുന്ന ചുമതല ദേവന് വരും. ബാധ്യത നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ അതിനുള്ള സുഹൃത കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഗതിയായി. അത്രേ സന്നിധിയല്ല, ബിംബത്തിലേക്കാണ് വരി. ദേവന് വന്നാൽ ഭക്തന് വരി. ദേവന് വന്നാൽ ഭക്തനുണ്ടല്ലോ. അപ്പൊ അച്ഛന്റെ പേരിൽ ഇല്ല, എന്റെ അച്ഛന്റെ പേരിൽ ഒരു കൊലക്കെട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ചീത്തപ്പേര് ആർക്കാം? ഇക്കും കൂടിയല്ലേ? എന്റെ അച്ഛനോ എന്നറിയില്ലേ? അച്ഛൻ്റെ വനാണ്. നമ്മളെത്ര നല്ല കാര്യമൊന്നുമില്ല എന്നാ പോലെ. ഇതല്ല കേട്ടോ. ആ ദേവന്റെ ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിന്റെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ചൊരു അത്യാവശ്യം സംഭവിച്ചാൽ അതിന് മുക്തി കൊടുക്കേണ്ട ആരുടെ ചുമതലയാണ്? ആ ദേവന്റെ ചുമതലയാണ്, ബാധ്യതയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെന്താണ് സാധാരണഗതിയിൽ ഈ ക്ഷേത്രമൃത ജനന മംഗണ മണ്ഡപാദോ മുത്രാസുഖാധിപതനം പതിതാദിവേശ സോലൂക ഗൃധ്ര കരണശ്വ കരോഷ്ട്രകോല കോക്ഷുണ്ടുപുരസ്തര ഗർഭവേശ ഛത്രാകനാഗ മധുകാതി സമുദ്രമച്ച ശ്വേതപ്രരോധ സഹിതാനിതാവൃതാഹ ബിംബസ്യ പാദചരണാതിരിത അംഗഭംഗ പൂജാവിരുത്തിരഭിജാസതിഷ്ഠ. എന്നിട്ടെന്താണ്? നിർദോഷേ സഗുണേ മുഹൂർത്തസമയീ പൂർവം പ്രതിഷ്ഠാതത പൂജാജാനുദിനം. നിത്യപൂജയിലുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ നിത്യപൂജയിലും ഇപ്പം മുഴുവൻ സാധിക്കില്ല. ഇപ്പൊ കർണാടകയിലൊക്കെ ക്ഷേത്രങ്ങളിൽ രാവിലത്തെ നേരത്തെ സമയത്ത് ഈ ഭൂതയജ്ഞുണ്ട്. ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ നേദ്യം കഴിഞ്ഞാൽ പുറത്ത് പശുവിന് പക്ഷിമൃഗാദികൾക്കൊക്കെ അന്നം കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ട്. നമ്മുടെ പുറത്ത് അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാ ഭൂതങ്ങൾക്കും ജീവജാലങ്ങൾക്കും മോക്ഷം കൊടുക്കാൻ അഗ്നി അതാണ് ദിക്പാലകന്മാർക്കൊക്കെ തൂണതിന്റെ ഉദ്ദേശം. അപ്പൊ ഈ പ്രദേശത്തുള്ള എല്ലാ ദുരിതങ്ങളും തീർക്കാനുള്ള ബാധ്യത ശിവനുണ്ടായതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ അത് ചെയ്യേണ്ട. ദേവനൊന്നും ബാധിക്കില്ല. രൂപം ദേവന് ചെയ്യുന്നതാണ്. നമ്മുടെ ഭാവനയാണല്ലോ ദേവൻ. ഞാൻ പറഞ്ഞില്ലേ, പാലക്കാട്
ഗോപാലപുരം കഴിഞ്ഞാൽ ആ വേട്ടക്കാരനായി. വേട്ടക്കാരൻ പിന്നെ വേട്ടക്കാരല്ല. അയ്യപ്പൻ അയ്യനാരായി. അപ്പം ദേശ ആചാരേ പാരമ്പര്യൻ കുലേ കുലി. ആ കുലാചാരങ്ങൾക്കനുസരിച്ച് ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഈഴവ സമുദായക്കാർ ഒരു രീതിയിൽ, മലനായടികൾ വേറൊരു രൂപത്തിൽ, നായർ ഇപ്പം ഞങ്ങളതിനെ പറ്റി പറയുമല്ലോ, നായരുണ്ട്, ഒരു പ്രത്യേകതരം നായരുണ്ട് ഇവിടെ, ജാതി പറയാൻ പാടില്ല. ആ നായർക്ക് ഒരു വേട്ടക്കാരുണ്ട്. എഴുത്തച്ഛന്മാരുടെ ഒരു വിഭാഗമുണ്ട്. എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, എഴുത്തച്ഛന്മാരുടെ ഒരു വിഭാഗമുണ്ട്. എഴുത്തച്ഛൻ 2 വിഭാഗം ഉണ്ടെന്ന് അവർ പറയാം. എഴുത്താശാനുണ്ട്, എഴുത്തച്ഛന്മാർക്ക് ഒരു വേട്ടക്കാരുണ്ട്. ഞാൻ ജാതി പറയല്ല, ഞങ്ങളെ മണിക്കന്മാർക്ക് നമ്പൂതിരിമാരുണ്ട്. അത് ഓരോ ഭാവത്തിലാണ് അതിന്. ആരാധിക്കാത്ത സ്ഥലങ്ങളില്ലേ തെക്കോട്ട് പോയാൽ അപ്പൊ മിനിഞ്ഞാന്ന് എവിടെ നമ്മുടെ ഇവിടെ അവിടെ വന്നില്ലേ മണ്ണുത്തി. അത് മറ്റേ എന്താ അദ്ദേഹത്തിന്റെ പേര്, പെരുമ്പടപ്പ് വൈദികൻ. പെരുമ്പടപ്പ് വൈദ്യ ഈ സാധനത്തിനെ പൂജിക്കില്ല എന്നാ. അയാൾ അങ്ങോട്ട് വരാനായിക്കില്ല, വേട്ടക്കാരനെ കൊടുക്കില്ല അത്ര. അവർക്ക് ശിവൻ മാത്രമേ ഉള്ളൂതാ. മാഷുണ്ട്, എന്താ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം അയാളെ ഞാൻ ഇങ്ങോട്ട് കിടത്തില്ല കേട്ടോ, അയ്യപ്പുണ്ട് ഓർപ്പാ. അപ്പൊ അതൊക്കെ ദേശ ആചാര്യ പാരമ്പര്യൻ കുലേ കുലി സൈവ വ്യവഹർത്തവ്യം. അത് മാത്രമേ ചെയ്യാവൂ, പാരമ്പര്യൻ കുലേ കുലി. ആ കുലാരാധന പ്രധാനം എന്താണ്? ഇപ്പൊ ഭൂതമ്പാട്ടില്ലേ, നമ്മളെ ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടിനെ കുറിച്ച് ഇപ്പൊ ആൾക്കാർ പറയാം. ഇടശ്ശേരിയുടെ ഭൂതം ഒന്നാണ്, നമ്മുടെ നാട്ടിൽ ഭൂതം കണ്ട ഭൂതം വേറൊന്നാണ്. അത് രണ്ടും കൂട്ടി കുഴക്കരുത്. ഇടശ്ശേരി ഭാവനയിൽ കണ്ടൊരു ഭൂതവും പിന്നെ നിധി കാക്കുന്ന ഭൂതൻ. അപ്പൊ നമ്മളെ നേരത്തെ ഭാഷ പറഞ്ഞില്ലേ, ഈ എന്താണ് അഖണ്ഡനാമം ചെല്ലുമ്പോൾ ചെല്ലുന്നൊരു ശ്ലോകമുണ്ട്, എല്ലാ സ്ഥലത്തും. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാൽപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമ. അതിൽ ഈ ഭൂതനാഥൻ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെ നാഥനാണ്, അല്ലാതെ മറ്റേ കൊമ്പും തുമ്പിക്കുള്ള ഭൂതം നല്ലത്. അതിനാ ആത്മസംയമനാണ് ഈ 40 ദിവസത്തെ വ്രതേ. എത്ര വലിയ തീറ്റപ്പേറിനാണെങ്കിലും റപ്പായി ആണെങ്കിലും മരയ്ക്ക് മാലട്ടാലേ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. അത് അയ്യപ്പൻ്റെ മാത്രം പ്രത്യേകതയാണല്ലോ. ആ സംയമനം പാലിച്ച് ചെരുപ്പിടാതെ, മുടി മുറിക്കാതെ, നഖം വെട്ടാതെ, അല്ലേ, സാത്വിക ആഹാരം കഴിച്ച് 2-3 കുളി കുളിച്ച്, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിലാണെങ്കിലും ഡോക്ടറാണെങ്കിലും ഇറച്ചി വെട്ടുകാരൻ നേരെ ശബരിമലയ്ക്ക് പോണ്ടേ. ഇറച്ചി വെട്ട്, അവൻ മാല ഒരു ഇറച്ചി വെട്ടുക. മീൻ കച്ചവടക്കാരൻ കൊടുങ്ങല്ലൂർക്ക് പോയപ്പോൾ മീൻ കച്ചവടക്കാരും മാലിട്ടിരിക്കുകയാണെന്നാണ് നമുക്ക്. അവൻ്റെ ധർമ്മം അതാണ്, ചെയ്യുന്നോണ്ടൊരു തെറ്റൊന്നുമില്ല. ഡോക്ടറാണ്, അവർക്ക് ശസ്ത്രക്രിയ ആയിരിക്കാൻ പറ്റും. ലേഡി ഡോക്ടറാണ്, എനിക്ക് പ്രസവം അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പക്ഷെ വീട്ടിൽ പ്രസവിച്ചാൽ നമ്മൾ കുളിക്കും വേണം. അപ്പം ആ ധർമ്മത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് ചെയ്യാം. ഏതായാലും നമുക്ക് ഈ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ ആധ്യാത്മിക പ്രവർത്തനങ്ങളാണ് നമുക്കിവിടെ ആവശ്യം. അത് നാടിന് മുഴുവൻ താങ്ങും തണലായി നിന്ന് ഈശ്വരാധീനം നമുക്ക് വർദ്ധിപ്പിക്കണം. ഇങ്ങനെ ചില ദുരിതങ്ങളുണ്ട് കേട്ടാ. ഈ രാഹുവിന്റെ സർപ്പത്തിനെ പറഞ്ഞു മുമ്പേ അതിപ്പോ എന്താ വെച്ചാല് ഈ തർക്കങ്ങളും വധമൊക്കെ ചിലപ്പോ ഈ നമ്പിടിമാര് കയ്യിലുള്ള അപ്പൊ അവരെന്നെ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ. നമ്പിടി എന്താണെന്ന് അറിയില്ല. നമ്പിടി പറഞ്ഞ ആരെല്ലാം ഇവിടെ നമ്പിടി കുടുംബത്തിൽപ്പെട്ട ഒരാളുണ്ട്. എവിടെ ഇങ്ങോട്ട് ഇരിക്കുന്നേ. അല്ലല്ല, എന്താ നമ്പിടിന്ന് അറിയാലോ. എന്താണ് നാട് വഴിയാണോ? അല്ല, പേര് വന്ന അങ്ങനെ കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. അതൊക്കെ റിസർച്ച് നടത്തണ്ടേ. ശരിക്കൊരു വിഭാഗമുണ്ട്, ബ്രാഹ്മണരുന്ന ഒരു അവാന്തര ഭാഗമാണത്. അതായത് ഈ പിന്നെ കുന്നംകുളത്തെ പുന്നത്തൂർ കോട്ടയില് തക്കാട്ടുകാരനവരെ കൊല്ലാൻ ഏൽപ്പിച്ചു അന്നത്തെ. അപ്പൊ നമ്പൂരിമാരനെയാണ് കാശ് കിട്ടുന്ന വിചാരിച്ചിട്ടേ നരഹത്യ നമ്പടി. പിന്നെ വന്നപ്പോ പറഞ്ഞത്ര ഇങ്ങോട്ട് കയറാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞു? അതാണ് സംഭവം. അങ്ങനെ നാം പടിയിൽ. അതെ, അപ്പൊ അവരുടെ ഈ പിന്നെ ചില തളിയാതിരിമാരുടെ നമ്പടിമാരുടെ ഒക്കെ ഈ വള്ളുവക്കൊനാരുടെ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ അവര് ചോദ്യം ചെയ്യാൻ ആരുമില്ല. ചോദ്യം ചെയ്യാനില്ല. അപ്പൊ അവർക്ക് ശരിയല്ലാന്ന് കാണുന്നവരെ അവർ കൊല്ലും. അങ്ങനെ കൊന്നിട്ടുള്ള ഭൂമി തന്നെ ഇത്. ശരിക്കും പറയാണെങ്കിൽ നിർലഗ്നകം പ്രേക്ഷ്യ കുജശ്മശാനേ. ഈ അമ്പലപ്പറമ്പിന്റെ ഏതോ ഒരു നമ്മളിന്നുള്ള അമ്പലപ്പറമ്പിന്റെ ഏതോ ഒരു ഭാഗത്ത് ഈ ശുക്രൻ, വ്യാഴം, ബുധൻ, രാഹു, കേതു, ഗുളികൻ, ശനി, ചൊവ്വ എത്ര ഗ്രഹങ്ങളായി? 1, 2, 3, 4, 5, 6, 7, 8 ഗ്രഹങ്ങൾ. 9, 10, 11, 12 കേന്ദ്ര ത്രികോണങ്ങളിൽ 12 ഗ്രഹങ്ങളുടെ ബന്ധമുണ്ട്.
പിന്നെ അതുമല്ല സൂര്യൻ പെടില്ല, ശനി 13 ഗ്രഹങ്ങളുടെ ബന്ധമുണ്ടപ്പോൾ ഒരു 13ഓളം വധദുരിതം. അത് നമ്മൾ നോക്കണ ആവശ്യമില്ല. കാളെ കൊന്നിട്ടുണ്ടെന്ന് വെട്ടുക. പിന്നെ അത് മാത്രമല്ല, ഒരു 150 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം പരിശോധിച്ചാൽ ഈ നാടുവാഴിത്തുള്ള സമയത്ത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഈജിപ്തിൽ എന്തുണ്ടായിരുന്നത്, ആൻ ഐ ഫോർ ആൻ ഐ, എ ടീത്ത് ഫോർ എ ടീത്താണ്. ഞാൻ താങ്കളുടെ പല്ല് കെടുത്തിയാൽ രാജാവ് എൻ്റെ പല്ലെടുക്കും. ഐ ഫോർ, നിങ്ങളെ കണ്ണ് ഞാൻ അറിഞ്ഞു പിടിച്ചാൽ രാജാവ് എൻ്റെ കണ്ണ് പൊട്ടിക്കാൻ പറയും. അത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അത്ര. അന്നത്തെ നാടുവാഴികൾ കളവ് തിരിയിക്കാൻ തിളച്ച എണ്ണയിൽ കൈ മുക്കാൻ പറയും. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കണമെങ്കിൽ അംശം അധികാരി മീൻസ് വില്ലേജ് ഓഫീസർക്ക് ഈ ഇതിനുള്ള അധികാരമുള്ള കാലഘട്ടമൊന്നും അത്ര വിദൂരല്ല എന്നർത്ഥം. നാട്ടിലെ നാട്ടുപ്രമാണിമാരുണ്ടല്ലോ, നാട്ടുപ്രമാണിമാരിത് ചെയ്തിരുന്നു. അവരെ ചോദ്യം ചെയ്യില്ല. കലക്ടർക്ക് അവർ കൊടുക്കുന്ന റിപ്പോർട്ട് ശരിയാവും എന്ന ഒരു കാലഘട്ടം 50 വർഷങ്ങൾക്ക് മുമ്പാണ്. 1956 മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നത്ര. അതിന് അധികാരപ്പെട്ട കുടുംബങ്ങളുണ്ട്. ആ പേരിലാണ് നമ്മളൊന്നും അറിയപ്പെടുന്നത്. ഇപ്പോൾ നാടുവാഴി, മണ്ണാടിയാർ, മന്നത്തിൻ്റെ അടിയാർ, മേനോൻ സാമൂതിരി ആൾക്കാരാണ്. ഇപ്പം നമ്മൾ മേനോൻ എന്ന് പറഞ്ഞാൽ ജാതി എന്ന് ചോദിച്ചാൽ മേനോ ഒന്നല്ലട്ടോ, മേനോ നികുതിയിരിക്കുന്ന ആളാണ്. സാമൂതിരി നികുതിയിരിക്കുന്ന മേനോൻ, ഇംഗ്ലീഷ് വാക്കാ. പിന്നെ മണ്ണാടിയാർ, പെരുമ്പട നായർ, കാരക്കൽ നായർ, വെളുത്തേടത്ത് നായർ, വിളക്കത്തല നായർ, നോക്കണേ. അങ്ങനെ 18 വേറൊരു വിഭാഗം. അവർക്കൊക്കെ ഓരോ ധർമ്മങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരു വിഭാഗത്തിന് ഇപ്പോഴും അവരാരാന്ന് ഞാൻ പറയുന്നില്ല. ഒരു വിഭാഗത്തിന് ഈ പറഞ്ഞ ശിക്ഷ വിധിക്കുന്ന, നാടുവാഴി വിധിക്കുന്ന ശിക്ഷയെ നടപ്പിലാക്കുന്ന വിഭാഗം കേരളത്തിൻ്റെ. പിന്നെ അതേമാതിരി ആസുരി ഭാവം. അന്നത്തെ ആ തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അമ്പലത്തിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആൾക്കാരുടെ ഭയങ്കര തർക്കം വരും. നല്ല വിമർശനം ഉണ്ടാവുന്ന സ്ഥലം അവിടെ കാണാം. ചൊവ്വയാണ്. കുജേന കലഹം. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ നമ്മുടെ നാട്ടുഭാഷയല്ല, അമ്മയെ തച്ചാലും 2 വർഷം ഉണ്ടാവും. അമ്മായിട്ടാന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. എന്തിനാണ് അമ്മയെ തച്ചതും പറയും. ഇപ്പം ഇവിടെ 2 പക്ഷക്കാർ ധാരാളമുണ്ട്. പക്ഷം എന്ന് പറഞ്ഞാൽ ഭാഗം എന്ന അർത്ഥമല്ല, ചിറക് എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ. ഇപ്പം ഇവിടെ 2-4 പക്ഷം ഉണ്ടാവും. എന്ത് ഒരു കാര്യം ചെയ്താൽ നന്നായി എന്ന് പറഞ്ഞവരുണ്ടാവും. പിന്നെ ചില ആൾക്കാരുണ്ട് ദോഷയ്ക്ക് നിൽക്കുന്നവർ. എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിന് ദോഷം കാണും, നല്ലത് കാണും. ജഡൂക സ്ഥലമാപ്നോതി രക്തം വിപതി നോ വയ. അട്ടയെ പിടിച്ചിട്ട് ഈ അകിട്ടനെ പിടിപ്പിക്കുക. അട്ട എന്താ അറിയോ, പാലൊന്നും കുടിക്കില്ല, മൂപ്പർക്ക് മറ്റത് മതി. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ക്ഷീരമുള്ളോരോ വീടിൻ്റെ വെട്ടിലും കൗതുകം. പക്ഷെ സൃഷ്ടിപരമായ വിമർശനങ്ങൾ എവിടെയും ആവാം. അച്ഛനെ വിമർശിക്കാന്നല്ലേ, ഗുരുനാഥനെ വിമർശിക്കാം. ഗുരുനാഥനെ വിമർശിക്കാല്ലേ, വിതുരവാക്യം അങ്ങനെയല്ലേ. ഗുരുനാഥനെ വിമർശിക്കാല്ലേ, അച്ഛനെ വിമർശിച്ചല്ലേ പരശുരാമ മഹർഷി. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ അച്ഛൻ്റെ വാക്ക് പാലിക്കുകയും ചെയ്തു. അച്ഛനെ വിമർശിച്ചു, അമ്മയെ കൊന്നു. നമ്മളത് ചെയ്യാൻ പാടില്ല. പക്ഷെ വിമർശനം സൃഷ്ടിപരമാണെങ്കിൽ ഓക്കെ. സൃഷ്ടിപരമല്ലാതെ അതിൻ്റെ ഇടയിൽ ധർമ്മം വേണം. അശ്വത്ഥാമ ഹത എന്ന് പറഞ്ഞു, കുഞ്ചര എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാണ്. നമ്മൾ അധർമ്മത്തിനെതിരെ ഒരു അമ്പലത്തിൽ ശാന്തിക്കാരൻ മൂപ്പര് തോന്നിയമാതിരി കാണിക്കാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആരോട് പറയാം. പിന്നെ ഒരു പണി ഇവിടെ പറ്റില്ല കേട്ടാ, നിങ്ങൾക്ക് പറയാം. അമ്പലത്തെ കമ്മിറ്റി പ്രസിഡന്റുമാരുണ്ട് ചില ആൾക്കാർ. അമ്പല കമ്മിറ്റി പ്രസിഡന്റ് അയാളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ അയാളെ വിമർശിക്കണം. എന്താ വിഷയം? മറ്റേതല്ല. ഇവിടെ ഭക്തിയാ യുക്തിസഹമായി ഭക്തിപൂർവ്വം ചെയ്യുന്ന കർമ്മങ്ങളിൽ അതിൽ ഈശ്വരാംശം ഉണ്ടാകും. സദാംശി സന്ദേശു പദേഷു വൃത്തിഷു പ്രമാണം അന്ധക്കരണ പ്രവർത്തകമാണ്. അപ്പോൾ നമുക്ക് സന്നിഗ്ധമായി കണ്ടാൽ 1-2 ആൾക്കാർ ചിലപ്പോൾ പ്രായമായ മാഷോടും ഇവരോടൊക്കെ ഒന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ വേണ്ടേ ഒന്ന് ചോദിക്കാം, തെറ്റില്ല. ബ്രാഹ്മണരോട് ചോദിക്കാം, പണ്ഡിതന്മാരോട് ചോദിച്ച് നമ്മളൊരു തീരുമാനം എടുക്കുക. അല്ലാതെ മരങ്ങളെ വീണ് കിടക്കാം, മരം അമ്പലത്തിന് മുകളിൽ ഇങ്ങനെ വീഴാൻ നിൽക്കുക. അത് വെട്ടാൻ പിന്നെ കാണിപ്പേരോട് ചോദിക്കണം. കാണിപ്പേര് വരേണ്ട പോയി മാറ്റിയിടണ്ടേ അല്ലേ? അങ്ങനല്ലേ? സാഹചര്യത്തിന്റെ അവസാന ഘട്ടത്തിൽ തന്ത്രിയോടും ദേവസ്വം ബോർഡിനോടും അനുമതി ചോദിച്ചതിന് ശേഷമാണ് അത്. അല്ല, ഏത് കാര്യം ഒരു സരസനായ ഒരു കവി വയ്യൂത്തി ഇത്രയും കത്തിട്ട് കയ്യൂത്തിനെ കണ്ടു. വയ്യപ്പ അദ്ദേഹത്തിനോട് എന്താ ഞാൻ ഇത്രയും ഭക്തനായിട്ട് എന്തെന്റെ പയ്യൂത്താൻ ചിത്ര. അപ്പൊ കവി ചൊല്ലിന്നാണ്, പയ്യവുത്താൻ വരും നേരം പയ്യേ പഞ്ചാക്ഷരങ്ങളെ
5000 ജപിച്ചാലും പയ്യ കുത്താതെ പോകുമോ? പയ്യ കുത്താൻ വന്നാൽ കാട്ടുപോത്ത് കുത്താൻ വന്നാൽ കുത്തും. അപ്പൊ കാട്ടുപോത്തിനെ കണ്ട ഒഴിഞ്ഞിക്കലാണ് ഏറ്റവും ഭംഗി. കാട്ടുപോത്ത് CCTV ക്യാമറ വെച്ചാലൊന്നും കാട്ടുപോത്തിന് പറയാൻ അതിനുള്ള സ്ഥലമാണ്. അവിടെ ഫെൻസിങ് വേണം, പന്നി വേണം. അപ്പൊ ഞങ്ങളുടെ അവിടെയൊക്കെ പന്നിനെ ചെല്ലുണ്ട്. ഞങ്ങളൊക്കെ മതിൽ ഉയർത്തി കിട്ടി. പന്നി ഉയർത്തില്ല. CCTV വെച്ചാലൊന്നും പന്നിക്ക് വാങ്ങല്ല. നമ്മള് ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുന്ന ഓരോരുത്തരും നമ്മൾ പരമാവധി പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇന്നാൾ കടക്കണോടുകൂടി മനസ്സങ്ങോട്ട് ശുദ്ധാക്കുക. ഇനി പറ്റിയ സ്ഥലമാണ് ഇവിടെ. നല്ല മനസ്സമാധാനം ഉണ്ടാവും. ശിവം ശം കരോതി ഇത് ശങ്കര, അതാണ് മേഡം. ഉണ്ടല്ലോ, അതുണ്ടല്ലോ, ഇവിടെ ഉണ്ട്. പ്രജ്ഞാം മേധാം പ്രയച്ഛാന്നല്ലേ. പ്രജ്ഞയെ തലച്ചോറിന്റെ ഉള്ളിലെ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ആധുനിക ശാസ്ത്രത്തിലെ കോർട്ടക്സാണ്. ശിരസിന്റെ തലച്ചോറിന്റെ മധ്യഭാഗമാണ് ഈ പ്രജ്ഞ. അതീതാനുസ്മൃതി മേധ. പ്രജ്ഞ ത്രൈകാലിക ജ്ഞാനാണ്. വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവാണ് ഈ ധാരണ. അപ്പൊ ബുദ്ധിപൂർവ്വം കുട്ടികൾക്ക് നല്ല ബുദ്ധി കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാ കുട്ടികളുടെയും നക്ഷത്രങ്ങളിൽ വിളക്കമാല പുഷ്പാഞ്ജലി പായസം കഴിപ്പിക്കുക, ഒരു നാളികേരം ഉടക്കുക. എല്ലാ വീടുകളിൽ നിന്നും എല്ലാ പഠിക്കുന്ന കുട്ടികൾക്കും ചെയ്തു. അവർക്ക് പ്രത്യേകിച്ച് ട്യൂഷനൊന്നും വേണ്ടിയില്ല. ശരിക്കും അവർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തോളൂ. അല്ല, നമ്മൾ കിഴക്ക് ഭാഗം പറഞ്ഞില്ലേ? അല്ല, ഇത് മതിയല്ലോ. ഈ യദങ്കരാശം സൃഷ്ട ആരൂഢ ഉദിതോദവ തസ്മിൻ തദങ്കേ രുഗ്രണാധികം. ഇപ്പൊ കിഴക്കൻ ദിക്കാണല്ലോ മേഷ, പിന്നെ കിഴക്കൻ ഭാഗം എന്നുള്ളത് എടുത്താൽ മതി. അത് മതി, കിഴക്കോട്ട് മതി. വൈഷ്ണവ കലാംശം ഉണ്ടെന്നല്ല വേണം. ഇവിടെ പാട്ട് നടത്തുന്നുണ്ടല്ലോ. പാട്ട് നടത്തില്ല. ഏത് മാസം പാട്ട് നടത്താറ്? അതങ്ങനെ തന്നെയാണ് വേണ്ടത്. അതങ്ങനെ തന്നെ വേണ്ടത്. പ്രതിഷ്ഠാദിനത്തിനൊന്നാവാം. എന്താ ഞങ്ങളിപ്പോ മകരമാസത്തില് ഉത്രട്ടാതി നക്ഷത്രത്തില് ആണ് വേട്ടകരം പാട്ട് നടത്തി വരുന്നത്. ഇപ്പൊ ഇവിടെ വിവിധ ആഘോഷ പരിപാടികളായിട്ട് അടുത്ത ദിവസമാണ് നടത്തുന്നത്. അപ്പോൾ അതിന്റെ ഇതിന് വേട്ടകരം പാട്ടിന് അതിന്റെ സമയക്രമത്തില് മാറ്റം വരുത്തേണ്ട സാഹചര്യം അല്ല. ഈ ആഘോഷ പരിപാടികൾ ഒരേ ദിവസം നടത്തിയിരുന്ന സമയത്ത് വിപുലമായി അപ്പോ ഇവിടുത്തെ ചടങ്ങുകൾക്ക് തടസ്സം വരുന്നു. അപ്പൊ അതൊക്കെ അവർക്ക് തടസ്സമാകുമ്പോ അവര് നമ്മളോട് പറഞ്ഞു 2 ദിവസമാക്കി നടത്തിയില്ലെങ്കിൽ ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവികമായ ആ പ്രാധാന്യം ഇവിടെ അന്തരീക്ഷം നഷ്ടപ്പെടും. പാട്ടിന് പാട്ടല്ല പ്രധാനം, തലേദിവസം നടത്തുക നല്ലത്. അത് അതിന്റെ 9ാം ദിവസം ആക്കാം. പാട്ട് ഇപ്പോൾ ദേവസ്വം വക പാട്ടുണ്ടെങ്കിൽ ഒരാൾ പാട്ട് ബുക്ക് ചെയ്താൽ അതിന്റെ തലേദിവസം പാട്ടാകാം. കുറുപ്പിന്റെ പാട്ടല്ലേ, കളമ്പാട്ട് കുറുപ്പിന്റെ അല്ലേ. അപ്പൊ അതിന്റെ ഒരാളൊരു പാട്ട് ബുക്ക് ചെയ്തു. അപ്പൊ ഇപ്പൊ ഉത്രട്ടാതിക്കാണ് അവിടുത്തെ താലപ്പൊലി അല്ലെ പ്രതിഷ്ഠാനം. അപ്പൊ എന്താ പുരട്ടാതി ഒരു പാട്ട്, പിന്നെ അങ്ങോട്ട് പോരുത്. പിന്നെ ഈ പാട്ടിന്റെ ഏത് ആഘോഷമാണെങ്കിൽ വർദ്ധിപ്പിച്ചാൽ പിന്നെ കുറയ്ക്കാൻ പാടില്ല. ഇപ്പൊ 7 കളം പാട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അത് പിറ്റത്തെ വല്ല 6 കളാക്കരുത്. അത് 7 കളായിരിക്കണം, 8 കളാക്കാം. അല്ല, അതങ്ങനെ നടത്തുക. അത് ഈ പറഞ്ഞ മാതിരി ചെയ്യുക. വഴിപാടുണ്ടെങ്കിൽ ചെയ്യാം. വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. അതെ, അല്ല വേണമെങ്കിൽ തലേ ദിവസം ഒരു ഭക്തന് ചെയ്യാം. പിന്നിരിക്കാൻ കൊണ്ടുവരാൻ പാട്ടുള്ളൂ. ഇത് കഴിഞ്ഞ ഭഗവതിനെ മാത്രം പാട്ടിന്റെ കാര്യമാണ്. അല്ല, കഴിക്കണം. വഴിപാട് കഴിക്കണം. അത് നല്ലതാ. അതിന്റെ പൈസ അവരുന്ന് മേടിക്കണം. ചെയ്യാട്ടോ, ചെയ്യാം. വേട്ടക്കരം പാട്ട് നടത്താം. അങ്ങനെ പതിവുണ്ട്. ഘോഷപ്പാട്ട് എന്നാ പറയുന്നത്. അതിന് 16 വിളക്ക് വയ്ക്കും. പിന്നെ നർത്തകൻ ഉണ്ടാവും, അതിന് ഈടും കൂറൊക്കെ ഉണ്ടാവും. അത് ഘോഷപ്പാട്ടാണ്. സാധാരണ പൽപ്പട്ട് പൂജിച്ച് അത് സാധാരണ പാട്ട്. മുല്ലക്കൽ പാട്ട് എന്നൊക്കെ വലിയ വിപുലായ സംഭവം. അത് വേട്ടക്കന്നെ എഴുന്നേൽക്കും. പഞ്ചവതിയാവാം, എന്താ വിരോധം? നായമ്പകയാവാം, കൂറാവാം, എല്ലാവാം. അത് ശരിക്കും ഇവരാണ്, ഈ കുറുപ്പന്മാരാണ് അത് നിശ്ചയിക്കാൻ. ഇപ്പോ നമ്മള് ആ
ആൽമരച്ചോട്ടിൽ നിന്ന് അവിടുന്ന് മുല്ലയ്യപ്പാട്ട് എഴുന്നള്ളിപ്പാട്ട് താലത്തോട് കൂടി ആണ് വരുന്നത്. ഒരു വാദ്യം അതിന്റെ കൂടെ വാദ്യം ഉണ്ടാവും. അവിടെ ഒരു നർത്തകണ്ട്, ഈ വെളിച്ചപ്പാടിന്റെ ഒരു നർത്തകണ്ട്. കുറുപ്പന്നല്ലേ വെളിച്ചപ്പാട്? കുറുപ്പന്നല്ലേ? മണിയണ്ട കുറുപ്പ്. അതിന്റെ ഉസ്താദാണ് പുസ്തകങ്ങള് രചിച്ച ആളല്ലേ? അല്ല, അതിന്റെ ഉസ്താദാണ്. ഇനി അതിനെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനോട് പറയാ പ്രശ്നത്തില് പാട്ടിന്റെ എണ്ണം വർദ്ധിപ്പിക്കാന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് 3 ദിവസം പാട്ടാക്കാം, 7 ദിവസം പാട്ടാക്കാം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാവുന്ന അങ്ങനെ വഴിപാടായി വരാവുന്ന ആൾക്കാരെ എണ്ണം കുറവായ കാരണം ഞങ്ങള് എണ്ണം കൂട്ടിക്കോളും. ഇപ്പൊ അടുത്ത കൊല്ലത്തിൽ നിങ്ങൾ 2 പാട്ട് കഴിച്ചാൽ 3ാമത്തെ കൊല്ലം 3 പാട്ടാവും. അത് എന്താ വലിയ കാര്യല്ലേ? അപ്പൊ ഒരാൾക്ക് പാട്ട് കഴിക്കുന്നത് കഴിക്കാം, വിരോധമൊന്നുമില്ല കേട്ടോ. എന്തേ ഈ നാളികേരം നിർബന്ധമൊന്നുമില്ല, കുറച്ച് നാളികേരം പറഞ്ഞാലും മതി. പാട്ട് നടത്തുക, പാട്ടിന് കളം വരയ്ക്കണം, കളം പൂജ വേണം. വേട്ടേരമായിട്ട് ഏറ്റവും മിനിമം 36 നാളികേരാണ്. അതെ, 32 36. അതിൽ 3 അറിയാം, മറ്റേ അവകാശമായിട്ട് പോകും. പിന്നെ അതിനെ വർദ്ധിപ്പിക്കാനാണ്. 36 നാളികേരാണ്. അതിന് നോക്കൂ, പാട്ട് കൂട്ടാൻ പറ്റുമോ നോക്കോ. ഒരു തെറ്റുമില്ല, വരുമാനം വർദ്ധിക്കും. പിന്നെ ഇവിടെ ഒരു ജനസമ്പർക്കം ഉണ്ടാവില്ലോ. ആ പാട്ടിന്റെ ആളെങ്കിലും ഇവിടെ ഉണ്ടാവില്ലോ വൈകുന്നേരത്ത്. അതിന്റെ മുന്നിലേക്ക് പിന്നിലേക്ക് വിടണം, അങ്ങോട്ട് പോരുത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഉത്സവം, വാർഷിക ഉത്സവം കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അതിനവസാനിക്കും. 3ആക്കാം, കുറയ്ക്കാൻ പാടില്ല. അല്ല, അതെ, വഴിപാടുകാരനോട് ചോദിക്കുക, എല്ലാ കൊല്ലം പാട്ട് നടത്താൻ താല്പര്യം ഉണ്ടോന്നാ നിങ്ങൾക്ക് ഈ മാസം ഈ ഒരു തലേ ദിവസം തരാന്ന് പറയും. അല്ല, ഇക്കൊല്ലം മാത്രം വിളിച്ചാൽ പിറ്റത്തെ കൊല്ലങ്ങൾ 2 കഴിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഒരു ദിവസം ഒരു വഴിപാട് വെച്ചു കഴിഞ്ഞു. അയാൾ പറയാണ് എനിക്ക് എല്ലാ കൊല്ലം വേണമെന്ന് പറഞ്ഞാലോ, നിങ്ങൾ തലേ ദിവസം കൊടുത്തോളൂ, അയാൾ എല്ലാ കൊല്ലം കഴിച്ചോട്ടെ. അകത്ത് തന്നെ ഈ ഭാഗത്ത് വാതിൽ മാടത്തിനുള്ളതാണേ. അവിടെയാണ് അത് പാട്ട് കൂറിടും. എവിടെ ആയിക്കോട്ടെ. ഇനി ഇതിന്റെ അപ്പുറത്ത് പാട്ട് കൊട്ടിലിന്റെ ഒരു സംഭവമുണ്ട്. പാട്ടിന് വേണ്ടിട്ട് ഒരു കൊട്ടിലുണ്ടാവും, ഞാനുണ്ട്. അത് തന്നെ 120 പാട്ട് കഴിഞ്ഞാൽ പുരുഷാന്തര പാട്ട് എന്ന് പറയാം. അവിടെ സ്ഥിരം വിളക്ക് വെക്കണം. പിന്നെ വേട്ടക്കാരൻ അവിടെ ഇരിക്കുകയാണ്. എന്തിന്? അടുത്ത കൊല്ലത്തിന് പാട്ട് വീടൊക്കെ ഉണ്ടാവും. ഇവിടെ വീടുണ്ടാ? പാട്ടിന് വീടം ചുരുക്കാം, 2 വീടം വേണം കേട്ടോ. അതൊക്കെ നിങ്ങള് കുറുപ്പിനോട് അന്വേഷിച്ചിട്ട് കണ്ടമാതിരി ചെയ്യാം. പക്ഷെ കൂട്ടാന്നാണ് കണ്ടത് കേട്ടോ. ആശാവര സംഭവിച്ചതോ ഭവതി നമസ്കാരം പുരുഷ ലക്ഷ്മിയാലിംഗിതലേഹാന്നല്ലേ? ലക്ഷ്മിയാലിംഗിതലേഹ. ഇവിടെ പാട്ട് കഴിച്ചാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവട്ടോ. അമ്പലത്തിലേ ബഹുഗുണായോഗമാണ്. നല്ല പണം ഉണ്ടാവും. ഒരു പാട്ട് കഴിച്ചു നോക്കൂ. അടുത്ത കൊല്ലത്തേക്ക് പിന്നെ കമ്മിറ്റി എത്ര ആളുണ്ട് ഇപ്പൊ ഇവിടെ? പുതിയ ആൾക്കാരൊക്കെ ഇല്ലേ? പുതിയ ആൾക്കാരുണ്ടാ? അല്ല, സ്ത്രീകളൊക്കെ ഉണ്ടാ? സ്ത്രീകളൊക്കെ വേണ്ടാ? ചന്ദ്രനൊക്കെ 4 പോരെ? 4 പോരാന്നല്ലേ? ദശസൂര്യ നവചന്ദ്ര 9 സ്ത്രീകളെങ്കിലും വേണമെന്നാ. ഒരു 9 അമ്മമാര് സ്ത്രീകളെ ചേർത്ത്. അത് വേറെ, അത് അവരുടെ സൗകര്യം. നമ്മളെ കമ്മിറ്റിയിൽ ഒരു 9 സ്ത്രീകളും കൂടി. ശരിക്കും 27 ആളുള്ള കമ്മിറ്റി, അതിലൊരു 9 സ്ത്രീകളാവും. അല്ല, അത് വേണ്ടാതേ. ദേവസ്വം ബോർഡിൽ നിങ്ങൾ ട്രസ്റ്റി ബോർഡ് ആയിക്കോട്ടെ. നമ്മുടെ കാര്യങ്ങൾ നടത്താൻ നിങ്ങൾ നാട്ടുകാരൊരു അത് മതി. മറ്റേ ദേവസ്വം ബോർഡ് നിർദ്ദേശിക്കുന്ന അതിൽ പാരമ്പര്യ ട്രസ്റ്റ് ഉണ്ടോ? ദേവസ്വം ബോർഡിന് പാരമ്പര്യ ട്രസ്റ്റ് ഇല്ല. അതെന്താ ഇല്ലാത്താവും? ശരിക്കും അത് വേണ്ടതാണ്. ഇലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരും പാരമ്പര്യ ട്രസ്റ്റ് ഉണ്ടാവും. മാറിയില്ലേ? ശരി. അതൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അടിച്ചുകളിന്റെ പിന്നെ ക്ലാർക്ക് ഇല്ലേ? ഇല്ലേ? ആരാ ക്ലാർക്ക്? അപ്പൊ കഴകം തന്നെ ക്ലാർക്ക്, വാരിയർ. പിന്നെ അതല്ല, ഇതിനിവിടുത്തെ അവർക്ക് കിട്ടുന്ന ഇൻകത്തിനനുസരിച്ച് അവർ പോസ്റ്റ് കൂടുതൽ കൊടുക്കില്ലേ? കീഴ്ശാന്തി, മേശാന്തി, അങ്ങനെ വാദ്യം ഉണ്ടാ?
ഇത് വാദ്യമൊക്കെ വേണ്ടേ? നിങ്ങളെ കൊടുക്കുന്നേ അല്ല കൊടുക്കല് കൊടുക്കല് മാത്രമേ ഉള്ളൂ. അതിനുള്ളൊരു വരവൊന്നും അല്ല, എന്താ കാരണം അറിയോ? ഈ നിത്യപൂജ ഇപ്പൊ മണിയടിച്ച പൂജ തന്നെയല്ലേ, നേദ്യമല്ലല്ലോ. അതിന് ചെറിയൊരു മാറ്റം വരുന്നു. അത് ഞങ്ങൾ ചാർത്ത് അതിന് വാലിഡിറ്റിണ്ട്. എന്താ കാര്യം അറിയോ? അടുത്ത കലശം കഴിഞ്ഞാൽ മാസത്തിലൊരിക്കലും നിശ്ചയിച്ച പൂജ, ബാക്കി ദിവസം നേദ്യം മതി. ആ നേദ്യം വാദ്യമൊക്കെ വരുന്ന സമയത്ത് ഒരു വാദ്യക്കാരന്റെ പോസ്റ്റ് കൂടി വരും, അല്ലെങ്കിൽ ഒരു കീഴ്ശാന്തി ഏതെങ്കിലും ഒരു പോസ്റ്റ് വരും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാവും ദേവസ്വം ബോർഡ് ശ്രമിക്കുക, അത് വേറെ കാര്യം. ഇവിടെ പോയി നേദ്യം മാത്രമേ ഉള്ളൂ. അല്ല, അതിപ്പോ ഒരു വ്യക്തിയല്ല പറഞ്ഞു, അവരുടെ ഫോണിനൊരു സിസ്റ്റം ഉണ്ടല്ലോ. സാധിക്കുമെങ്കിൽ നിത്യപൂജയിലേക്ക് കൊണ്ടുവരണം നമുക്ക് ഭാവിയിൽ. കാരണം ഒരാൾ രണ്ടാളും പൂജിക്കുന്ന തൊഴുന്ന അമ്പലത്തിന് വലിയ മഹാക്ഷേത്രമായിട്ട് വന്നാൽ എന്ത് ചെയ്യണം? ഇപ്പൊ പൂജയില്ല, നേദ്യം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പരമാവധി നിത്യം ഒരു നേരം പൂജ, മറ്റ് 2 നേരം. അപ്പൊ ശാന്തിക്കാരന് ഒരു അസിസ്റ്റൻസ് വേണ്ടി വരും. അതൊന്ന് അന്വേഷിച്ച് നോക്കുക, താൽക്കാലികമായിട്ടെങ്കിലും നിർത്തുക. പിന്നെ ചില ക്ഷേത്രങ്ങളിൽ പതിവുണ്ട്, തിരക്ക് കൂടി വരുമ്പോൾ അവിടുത്തെ ലോക്കൽ കമ്മിറ്റിക്കാർ ഒരാളെ ശാന്തിക്കാരന് സഹായിയായിട്ട് വെക്കാറുണ്ട്. അതിൻ്റെ നമ്മൾ ആര് കൊടുക്കും? കമ്മിറ്റി കൊടുക്കും. ദേവസ്വത്തിനുള്ളത് സാധാരണ ശാന്തിക്കാരൻ കൊടുക്കും. പിന്നെ ചില ഇപ്പം ഞാങ്ങാട്ടി മുതലായ ക്ഷേത്രങ്ങളിലൊക്കെ ശാന്തിക്കാർ തന്നെ അവർക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് അവർ സ്വന്തം ചിലവിൽ ആൾക്കാർ വയ്ക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്, നല്ല തിരക്കൊക്കെ വന്നാൽ. എന്തായാലും പൂജ മാസം തൽക്കാലം കലശം കഴിഞ്ഞാൽ ഒരു നേരത്തെ പൂജയ്ക്ക് മാറ്റണം. ഇതൊരു നേദ്യം മാത്രമേ ഉള്ളൂ. മണിയടിച്ച് പൂജ ഒരു നേരം, രാവിലത്തെ പൂജ കലശത്തിന് ശേഷം മതി. ഇപ്പൊ വേണമെന്നില്ല. അപ്പോഴേ ചൈതന്യം വർദ്ധിക്കുള്ളൂ. ചൈതന്യം വർദ്ധിക്കാപ്പോ വേട്ടേക്കരൻ പാട്ടാണെന്നൊന്നും ചൈതന്യം വർദ്ധിക്കില്ല. ചൈതന്യം അതിൻ്റെ ഉള്ളിൽ മാല വാരി അഭിഷേകം ചെയ്ത് മാല ചാർത്തി പിന്നെ ശരിക്ക് നേദിച്ച് പ്രസന്ന പൂജയും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ആ ചൈതന്യം നമുക്ക് പ്രസരിക്കാൻ തുടങ്ങും. ആ ശക്തി അങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും. പിന്നെ പ്രതിഷ്ഠ നവകപഞ്ചമി കണ്ട, പ്രതിഷ്ഠാദിനത്തിന് നാഗപഞ്ചമി കണ്ട, ശുദ്ധി കണ്ട. അല്ല, നാഗപഞ്ചമി 9 പാനിയൊക്കെ വെച്ചുള്ള പൂജ കണ്ട. ഇവിടെ ശരിക്കും അതുമല്ല വേണ്ട. ഇവിടെ ശരിക്കും ഇപ്പോൾ ഒരു ദേശക്ഷേത്രമായ സ്ഥിതിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ കാവ് സമ്പ്രദായം ആണെങ്കിൽ പോലും ഒരു പ്രാസാദ ശുദ്ധി ബിംബശുദ്ധിയൊക്കെ ആവാം. ശുദ്ധി വേണ്ടതാണ്. വെറും പോരാ, വെറും ഒരു നാഗപഞ്ചമി പോരാ. ചിലപ്പോൾ അധിക വർഷം ദേവസ്വം ബോർഡിൽ നിന്നുള്ള എന്താ അതേ ഉണ്ടാവുള്ളൂ. പക്ഷെ തന്ത്രിയുടെ നേതൃത്വത്തിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രാസാദം ബിംബം ശുദ്ധി ഉച്ചയ്ക്ക് 25 കലശം, അപ്പോൾ ഒരു ശുദ്ധിയായി. കൊല്ലത്തിൽ ഒരിക്കലും മാത്രമേ അത് ആവശ്യമുള്ളൂ. അതൊക്കെ എഴുതിക്കും സാറ് കേട്ടോ. ആ രാജകീയയുടെ ഗുണമുണ്ടല്ലോ. അവസ്ഥയുള്ള ആരെങ്കിലും ഇവിടെ കമ്മിറ്റിയിൽ ഇരിക്കുന്നു. പിന്നെ 2 ലഗ്നത്തിൽ സൂര്യനും 2 ശുക്രനും വന്നാലേ അത്താണ്ടവനെങ്കിൽ ഹേമാഗമപ്രച്ഛത. അതെ, രാജാക്കന്മാര് നാടുവാഴികളൊക്കെ ഇനി വരട്ടെ, ഇനി MLA-മാര് MP-മാരൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നേ ഇവിടെ വന്ന് തൊഴുന്ന ആൾക്കാർക്ക് ഭരണപരമായ കഴിവുണ്ടാവുന്ന അയാൾ പറഞ്ഞ ഉദ്ദേശം കേട്ടോ. ദൂരദർശി ലോകോപകാരക്ഷമാന്ന് പറയുന്നത്. അതെ വേണ്ട. മണ്ഡലകാലത്തെ 1-ാം തീയതി തുടങ്ങി ചുറ്റുവിളക്ക് കഴിഞ്ഞ് മണ്ഡലം 41-ന് താലപ്പൊലി നടക്കുക. അത് മണ്ഡലം വേറെ, ശാസ്താവിന്റെ മണ്ഡലം വേറെ. ഇത് വേട്ടേക്കറിന്റെ കാര്യമാണ്. അന്നൊരു ചുറ്റുതാൽപ്പര്യം അതിന് പറയാം കേട്ടോ. അതന്ന് വൈകുന്നേരത്ത് രാവിലെ ഗണപതിയോഗം കഴിഞ്ഞ് ഉച്ചപൂജ കഴിഞ്ഞ് വൈകുന്നേരത്ത് ഒരു എഴുന്നള്ളിപ്പ്, ദീപാരാധന, അത്താഴ പൂജ, തായമ്പൊക്കെ എന്തെങ്കിലും കഴിഞ്ഞു. മണ്ഡലം 1-ാം തീയതിക്കും തന്നെ 11-ാം തീയതി. അതല്ല അതിലയ്യപ്പനും ആവാം. ഇവിടെ മണ്ഡലം നടത്തുന്നത്, മണ്ഡല താല്പര്യം നടത്തുന്നത് ആർക്കറിയാം? എല്ലാ ദേവന്മാർക്കും ബാധകമാണ്. വരും. അതല്ല, ലക്ഷ്മിയാലിംഗിതദേഹ, മഹാലക്ഷ്മി ഇവിടെ തൊഴുന്നവർക്ക് അത് കൊടുക്കുന്നല്ലേ കണ്ടു. ഈ 41 ദിവസത്തെ ചുറ്റുവിളക്ക് നടത്തേണ്ടത് ദേവസ്വമല്ല, ഓരോ ഭക്തന്മാരാ. 1-ാം തീയതി ചുറ്റുവിളക്ക് ദേവസ്വമൊക്കെ ചെയ്യാം. 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി. അപ്പൊ എന്താ അറിയോ, മേൽശാന്തിക്കും സാമ്പത്തികം എന്തെങ്കിലും കിട്ടും, കഴകക്കാരന് കിട്ടും, കേട്ടോ. വാദ്യം ഉണ്ടെങ്കിൽ മാരാർക്ക് കിട്ടും. അന്നൊന്നും വാദ്യം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വാദ്യം നിർബന്ധം ഈ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരു ഒറ്റച്ചണ്ട ഉണ്ടായാലും മതി.
അപ്പോഴാണ് അത്ര ഈ വേട്ടേക്കരങ്കാവുകളിലേ ഈ വെള്ളരി അപ്പൊക്കെ നേദിക്കും രാത്രി ചുറ്റുവിളക്കിനെ. അത് കഴിഞ്ഞ് നാളികേരം എറിയും. ആ വീടിൻ്റെ പരിസരത്തെ കുട്ടികളൊക്കെ ഈ നാളികേരം മരം വരും. എന്നിട്ടാണ് ഈ കൂക്കൊക്കെ ചെയ്യുക വേട്ടേക്കരങ്കാവുകളിൽ. അപ്പോൾ അവിടെ അതൊന്നും നടക്കില്ല. എങ്കിലും 41 ദിവസത്തെ ചുറ്റുവിളക്കും 41 ദിവസം താലപ്പൊലി നടത്തുക. അതിൽ വേണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി അയ്യപ്പനും വേണമെങ്കിൽ നിങ്ങൾക്ക് 41 ദിവസം എന്ത് ചെയ്യാം, പൽപ്പട്ട് വേണമെങ്കിൽ പൂജ ചെയ്യാം. അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്തോളൂ. പക്ഷെ അയ്യപ്പന് മാത്രമുള്ളതല്ല മണ്ഡലക്കാലം ധരിക്കരുത്. അയ്യപ്പനുള്ളതല്ല മണ്ഡലക്കാലം ആരും ധരിക്കരുത്. ഭഗവതിക്ക് മണ്ഡലകാലം പ്രധാനമാണ്. കളരികളിൽ മണ്ഡലകാലം പ്രധാനമാണ്. പുണ്യസമയങ്ങളാണ് മണ്ഡലം വൈശാഖം. അത് തുടങ്ങട്ടോ, തുടങ്ങാതെ പുതിയ പേരെന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യേ. ഇവിടെ ഭഗവതിയുള്ളതല്ലേ, ഇവിടെ ഭഗവതിയുള്ളതല്ലേ. മകരച്ചവയ്ക്ക് നിങ്ങൾ കലം മയക്ക് കലങ്കരിയോ എന്താ അതിന് ഇപ്പം തെക്കോട്ട് വേറെ പേരാ പൊങ്കാല അത് ചെയ്യാം. ഗംഭീരമായിട്ട് ചെയ്തു. നിങ്ങൾക്ക് ധാരാളം സ്ഥലമുണ്ട്, ധാരാളം സ്ഥലമുണ്ട്. ധൈര്യമായിട്ട് ചെയ്തോ. അടുപ്പിന്റെ കൈലാസാവും. ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോ ഇത് പലരായി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഒരു പൂർത്തീകരണം അല്ലല്ല, അതാവണേ മകരച്ചൊവ്വ ആവേ. ഈ മകരച്ചൊവ്വയുടെ പ്രത്യേകത എന്താ അറിയോ? മകരമാസത്തിലേക്ക് ഉത്തരായനത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുക. സൂര്യന്റെ അയനങ്ങളിൽ ഇപ്പൊ നോക്കൂ, മേടമാസം 1-ാം തീയതി സൂര്യരശ്മി നേരെ, പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ അയാൾ ഇങ്ങോട്ട് വരിക ഉത്തരായനം. മകരമാസം 1-ാം തീയതി ഇങ്ങനെ വന്ന് അങ്ങോട്ട് പോകും, പിന്നെ ദക്ഷിണായനായി. അപ്പോൾ ആ ഉത്തരായനത്തിൻ്റെ ആരംഭത്തിലത്തെ ആദ്യത്തെ ചൊവ്വാഴ്ച, ചൊവ്വ ഭൂമിയുടെ നക്ഷത്രമാണ്. അപ്പോൾ മകരച്ചൊവ്വ ദിവസം എല്ലാ ക്ഷേത്രങ്ങളിലും പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങളിലും ഭഗവതിക്ക് പ്രാധാന്യമുള്ള അമ്പലങ്ങളിലും പതിവുണ്ട്. ഇവിടെ എന്താണ് മുത്തശ്ശിമാരോട് ചോദിക്കുക, നമ്മളിവിടെ എങ്ങനെ കലം വയ്ക്കിയിരുന്നു, അതാണ് നടത്തിക്കുന്നത്. അതന്നെ 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 തന്നെ. ഓലക്കൊടി, കുമ്പുട്ടി, ചെറിയൊരു ചെമ്പ് വീയം പൂശിയത്, കുറച്ച് അരി, കുറച്ച് നാളികേരം, അല്ല കുറച്ച് ശർക്കര, ഒരു ചായ കൊടുത്തോളൂ. അപ്പോൾ അത് ആ മകരച്ചൊവ്വ ദിവസം തന്നെ ചെയ്യണം. അത് തിരൂർക്ക് ചെന്നാൽ താനൂർ പൊങ്കാല എന്ന് പറഞ്ഞാൽ കാറ്റുകാലിക്ക് പോകും, അങ്ങടാ പോകും, ചക്കുളത്ത് നമ്മൾ കലമയക്കൽ മതി. പിന്നെ അത് സ്ത്രീകൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഭയങ്കര ശക്തിയാ. ഞാൻ ഇവിടെ വന്ന് ആരെയും മേൽ തട്ടുമുട്ടൊന്നും ചെയ്ത സുഖമായിട്ട് നശിക്കാൻ ചോദിച്ചു പോവാം കേട്ടാ. പിന്നെ ഈ പറഞ്ഞ മാസത്തിലൊരിക്കൽ ഞായറാഴ്ച നമ്മളോട് ഒരു പണി എടുക്കരുത് പണ്ട് സായിപ്പ് പറഞ്ഞു പോയിക്കേ. എല്ലാ പരമാവധി ഞായറാഴ്ചകളിലും ഒരു ചെറിയ ഒരു സത്സംഗം സ്ത്രീകളുടെ വൃക്ഷത്തിൽ തുറന്നോട്ടെ, 2 തിരിയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടേ കുറച്ച് നാമം ജപിക്കുക നടത്തുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് ഒരു പ്രദക്ഷിണം ചെയ്യാം. അപ്പോഴേക്കും വൈകുന്നേരത്തെ ദീപാരാധന കഴിഞ്ഞിട്ട് എന്തെങ്കിലും വല്ല അന്നത്തെ ദിവസം വല്ല അവരോ ആരോ ജോലിയുള്ളവരൊന്നും അതിന് മെനക്കെടും വേണ്ട, ചെയ്യാം കേട്ടോ. അത് ആവശ്യമല്ല. അപ്പം ഞാൻ തൃശ്ശൂർ കട നടത്തുന്ന ആൾക്ക് വൈകുന്നേരം ഞായറാഴ്ചപ്പത്തിന് ഒന്ന് നിൽക്കാൻ പറ്റുമോ പോലീസ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെയാണ് ഈ രത്നാധിപനായ ചൊവ്വയ്ക്ക് നീചസ്ഥിതി ഉണ്ട്. ഇതിന് പ്രദക്ഷിണ വഴി വേണം കേട്ടോ. കാവാണെങ്കിൽ പോരി നമ്മളെ അന്നത്തെ അവസ്ഥ മാറി. ഇപ്പം നാലമ്പലൊക്കെ വന്നില്ലേ, അതുകൊണ്ട് ഇതിനൊരു കണക്കുണ്ടാക്കി ഇതിനെ ഒന്ന് ശിവനെ ഒന്ന് പ്രദക്ഷിണം പുറത്തുകൂടെ ചെയ്യാവുന്ന ഒരു പ്രദക്ഷിണ വഴി അത് എഴുതിയേക്കണം. കല്ല് പതിക്കുക, പുഷ്പാഞ്ജലി, അതൊക്കെ പ്രധാനമാണ് കേട്ടോ. പിന്നെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം 2-ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന വലുതുണ്ടാക്കാറുണ്ട്. സാധാരണ അപ്പം ഉണ്ടാക്കുക, അതിന് വിരോധമൊന്നുമില്ല. എന്താ വിരോധം അല്ലേ? ഇത് കേട്ടില്ലേ ഒരു നാഴി അരി കൊണ്ടുള്ള ഒരപ്പാണ്. അത് നടക്കില്ല. അപ്പൊ നിങ്ങൾ അപ്പം ഉണ്ടാക്കുന്നേ എന്നിട്ട് നേദിച്ചാൽ മതി കേട്ടോ. ചില സ്ഥലത്തേ ഒരു പ്രധാന ദേവസ്വം ബോർഡിന്റെ അമ്പലം അപ്പം മൂടുക എന്നൊരു ഒഴിവാക്കി. എത്ര അപ്പം മൂടാൻ? അല്ല അപ്പം മൂടല്ലോ. അപ്പം മൂടുക പറഞ്ഞാൽ ഒരുപാട് പറ കണക്കിന് അരി കൊണ്ടുള്ള അപ്പം മൂടുന്ന നേതിയുള്ള അമ്പലം. ഞാൻ ഈശ്വരമത്തെ കാര്യം പറഞ്ഞാണ്. ഈശ്വരമംഗലത്ത് 18,000 രൂപയാണ് വഴിപാടിന്. ഓങ്ങല്ലൂരുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ദേവസ്വം വക ആദ്യത്തെ വെള്ളിയാഴ്ച ഒറ്റപ്പം അന്ന് വഴിപാട് നോക്കാം. അപ്പം മൂട്ടിലൊക്കെ തുടങ്ങിയാലേ വരുമാനം വർദ്ധിക്കും. ക്ഷേത്രത്തിൽ മാഷ് നടത്തി ചോദിച്ചില്ലേ, ക്ഷേത്രത്തിലേക്ക് വരുമാനം വേണ്ടേന്ന്. അപ്പം മൂടുന്ന വഴിപാട് ചെയ്യാം. പിന്നെ ശുക്രനായതുകൊണ്ട് ശുക്രനും വ്യാഴം കൂടിയാണ്. ശുക്രൻ 7-ാം ഭാവാധിപനാണ്. മംഗല്യ പൂജ നടത്താം കേട്ടോ. ഉമാമഹേശ്വര പൂജ,
മംഗല്യ പൂജ എന്ന് പറഞ്ഞാൽ ഗണപതിക്കും കൂടിയുള്ള വഴിപാടാണ്. ഗണപതിക്ക് പ്രത്യേകം വഴിപാടൊക്കെ ചെയ്ത് പ്രത്യേകം മാലയൊക്കെ കെട്ടി അപ്പൊക്കെ നേദിച്ച് വേടിയോത്ത് അല്ലെങ്കിൽ എന്താ വെച്ചാൽ പ്രധാനപ്പെട്ട പുഷ്പാഞ്ജലിയൊക്കെ ചെയ്താൽ അത് മംഗല്യ പൂജ. അന്ന് ഭഗവതിക്കും പൂജയാവാം. ഗണപതി ഹോമം തുടങ്ങണം. രാവിലെ ഗണപതി ഹോമം ചെയ്യാം. രാവിലെ ഗണപതി ഹോമം ചെയ്തിട്ടേ അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്വയംവരം ഉണ്ടല്ലോ, അത് അല്ല സ്വയംവരം യോഗിനി എന്നൊക്കെ ഇല്ലേ, ആ മന്ത്രം ത്രിമധുരവും തെച്ചിപ്പും കൂട്ടി ഹോമിക്കാം. ഗണപതിക്ക് ഭഗവതിക്ക് പ്രത്യേകം പായസം വെച്ച് പൂജിക്കുക. ശിവന് ഒരു പൂജ, അത് മംഗല്യ പൂജ. അതൊക്കെ നമുക്ക് ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 3 മാസം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ 6 മാസം തുടർച്ചയായിട്ട് മാസത്തിലൊരിക്കൽ മംഗല്യ പൂജ നടത്താൻ കഴിയുകയാണെങ്കിൽ അത് ദിവസം വേണ്ട കേട്ടോ, ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ച് ആ ദിവസം മംഗല്യ പൂജ നടത്തും. അത് നമുക്ക് വരുമാനം വർദ്ധിക്കും. 80 രാശിയിലേക്കും ശുക്രനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയേണ്ട താമസമുള്ളൂ. പിന്നെ അതൊക്കെ ചെയ്യാം, എഴുതി തരാം കേട്ടോ. പിന്നെ എന്തായാലും നമുക്കൊരു പരിധി വേണം. ചെറിയൊരു മതിൽക്കെട്ടുമാരി ഉണ്ടാക്കി പ്രദക്ഷിണ വഴി ഉണ്ടാക്കണം. അതപ്പോൾ പിന്നെ അടുക്കള ആ ഭാഗത്ത് തന്നെയല്ലേ, ശരിക്കും അഗ്നിയിൽ തന്നെയല്ലേ അടുക്കളൊക്കെ ഉള്ളത് അല്ലേ? പറയൂ. ആ അതെന്താ അങ്ങനെ? താത്താൻ പാടില്ല. അതിനിപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ പ്രദക്ഷിണ വഴിക്ക് വേണ്ടിയിട്ട് കാണിപ്പേര് വരുമ്പോഴേ ഒന്ന് ചോദിച്ചോളൂ. അല്ല അങ്ങനെ പാടില്ല. അല്ലല്ല അത് താത്തരുത്, ഉയർത്താം. റൂഫിങ് ഉയർത്താം, അത് മതി. അത് 4 ചൊവ്വയാണ്, ശരിയായിട്ടില്ല. അത് നന്നേരം എന്താ പരിശോധിക്കണത് കേട്ടോ. പ്രധാന 4 ശനി. ഇതിന്റെ ഈ ഭാഗത്ത് ഏതെങ്കിലും പൊളിഞ്ഞു കിടക്കുന്ന അമ്പലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ വടക്ക് ഭാഗത്ത് തെക്ക് കിഴക്കേ ഭാഗത്ത് ഏതെങ്കിലും അമ്പലങ്ങൾ ഉണ്ടോ? ചൊവ്വയാണോ? അതെ, ഈ പിന്നെ രുദ്രമഹാകാളി അങ്ങനെ എന്തെങ്കിലും കാളിയൊക്കെ ആയിട്ട് വീട്ടമ്പലമല്ല വട്ടറമ്പക്കാവ് എന്ന് പറഞ്ഞ അമ്പലം അതിപ്പോ സജീവമായി മതി സജീവമായി ഭദ്രകാളിയാണ് ഈ വടകുറുമ്പ എന്നൊക്കെ പറഞ്ഞതേ. വടകുറുമ്പയുള്ള ഈ വട്ടറമ്പ എന്നൊക്കെ പറഞ്ഞത് അത് എല്ലാ സ്ഥലത്തും ഉണ്ടതേ. നിങ്ങൾ ഈ തിരുവരുത്ത വടകുറുമ്പല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വടകുറുമ്പ അല്ലെങ്കിൽ വട്ടറുമ്പ് എന്നൊക്കെ പറഞ്ഞത് ശരിക്കും ഭദ്രകാളിയാണ്, സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മയാണ്. അപ്പൊ അങ്ങനെ ഒരു ക്ഷേത്രം മുമ്പുണ്ടായിരുന്നു, അത് നശിച്ചു ഇപ്പൊ നേരെ വരുന്നതായി ഇല്ലേ? അതുണ്ട്, ഉണ്ടാവും അവിടെ ഉണ്ടാവും. ആരാന്റെ നടത്തിപ്പുകാരൊക്കെ എന്തെങ്കിലും അമ്പലം നന്നായിട്ട് ഇവിടേക്ക് ദോഷമൊന്നുമില്ല. പിന്നെ ഈ ഉത്സവ ദിവസം എന്തെങ്കിലും പൂരം എന്തെങ്കിലും വരവുണ്ടാ? നമ്മുടെ അമ്പലത്തിലേക്ക് എന്താ അവർ കൊണ്ടുവരിക? കാവടി മാത്രമേ ഉള്ളൂ. കാവടി വാദ്യം അല്ലേ? കാവടി വാദ്യം മാത്രമേ ഉള്ളൂ. ആ ദേശക്കാരെ കാര്യം പറഞ്ഞു. ദേശക്കാരെ ആയിക്കോട്ടെ അതിന് വിരോധം വന്നോട്ടെ എന്നാ പറഞ്ഞു. നിർത്തുമൊന്നും വേണ്ട. എത്ര ദേശക്കാരുണ്ട്? അതായിക്കോട്ടെ, ഇവിടെ ഒന്ന് തൊഴുതു പോയിക്കോട്ടെ, വിരോധമൊന്നുമില്ല കേട്ടോ. അതൊന്നും വേണ്ട, അതൊന്നും തുടങ്ങണ്ട, അതിനൊന്നും പാടില്ല. ഇവിടുത്തെ എഴുന്നള്ളിപ്പ് നമുക്ക് വേണ്ടത് എപ്പോഴും അറിയാം. മണ്ഡലത്താലപ്പിൽ എന്തിനാ നിർത്തി? അത് നിർത്തരുതേ. അതൊക്കെ കൃത്യമായിട്ട് അത് വേണം. അത് എഴുതിയേക്ക്. പാട്ടിനെ തടമ്പ് എഴുന്നള്ളിക്കുന്നത് അതേമാതിരി വേണം. ആരാ പറഞ്ഞേ? ആരെ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞല്ലോ. ആരെങ്കിലും നല്ല ചെലവാക്കും, അതുകൊണ്ട് നീ വേണ്ട ആണെന്നേ. അല്ലെങ്കിൽ തടങ്ങൊന്നും വേണ്ട. ഇപ്പൊ ഒരു ഭക്തൻ, താങ്കൾ ഇപ്പൊ ഒരു പാട്ട് കഴിക്കുക, എനിക്ക് ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിക്കണം എന്ന് നിങ്ങൾ എഴുന്നള്ളിച്ചോളൂ, അതിന് തെറ്റൊന്നുമില്ല. ആനയുടെ ഉദ്ദേശം എന്താ അറിയോ? ശുദ്ധിയാണ്. ഇതിനെ തൊടില്ലല്ലോ, മോള് കയറിയിട്ടല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ അലങ്കാരമാണ്, ആന ചന്തം ഇല്ലേ? ഏത് അതിന് ബന്ധത്തിൽ ആഘോഷിച്ചു?
അല്ലല്ലല്ല, എന്തു ചെയ്വത് പണ്ടുള്ളോരെന്നറിഞ്ഞതു ചെയ്യണം. എന്താണ് പൂർവികം ചെയ്ത് അത് അതേമാതിരി ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ തളമ്പ് എഴുന്നള്ളിക്കൽ എങ്ങനെ വെച്ചാൽ കൊണ്ടുവന്നുള്ളൂ. അത് പേരാവാം, കയ്യിലെങ്ങനെ പിടിക്കാം എന്നൊന്നും ഒരു തെറ്റില്ല. ആനപ്പുറത്തോ ആവാം. ഞങ്ങളുടെ അവിടേക്കൊക്കെ കുതിര ഉണ്ട്. കുതിര നമ്മുടെ വടക്കാഞ്ചേരി ഭാഗത്തേ കുതിരയാണ്. അപ്പം ഒക്കെ പെട്ടെ അദ്ദേഹത്തിൻ്റെ ഒക്കെ നാട്ടിൽ ഒരു പാറയെടുപ്പുണ്ട്. എങ്ങനെ ചോദിച്ചു നോക്കും, തിരുവാണിക്കാവിൽ എങ്ങനെ പറഞ്ഞെടുക്കുക, എങ്ങനെ എടുക്കുക? ഇളയതിനെടുത്തിട്ട് ഉള്ളാക്കുക, ഇതിന് പെര 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 എന്ന് പറഞ്ഞിട്ട് പോണ എഴുന്നള്ളിപ്പുണ്ട്. അതൊന്നും ഇവിടെ വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ആനയെ വിരോധമൊന്നുമില്ല, ആന പാടില്ല ഒന്നുമില്ല കേട്ടോ. അതെ, ഒട്ടും വാദ്യം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നില്ലേ. ശംഖ് വേണം, ചേങ്ങല വേണം, പെരുമ്പറ വേണം, എടക്ക വേണം, ഡക്ക ഡുക്ക മദ്ദളം വേണം. നോക്കണേ, മദ്ദളം വേണം. പിന്നെ ഈ മുത്തുക്കുടകൾ വേണം, ജയ ജയ ആരവം വിളിച്ച ഭക്തന്മാര് വേണം, മുത്തുമാലകൾ അണിഞ്ഞ സ്ത്രീകൾ വേണം. ഇതൊക്കെയാണ് തന്ത്രശാസ്ത്രം പറയണത്. അപ്പൊ ഇതൊക്കെ വേണേ. ശിങ്കാരിമേള അതിൽ പറഞ്ഞില്ല കേട്ടാ. പ്രൗഢി അപ്പൊ എഴുന്നള്ളിപ്പ് നമുക്ക് ആവാം. ആന നിർബന്ധമൊന്നുമില്ല. ഒരാൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ആന വിരോധി എന്നല്ല ശിവൻ. 7.5 പൊന്നാന പുറത്ത് എഴുന്നള്ളുന്ന ഏറ്റുമാനൂരപ്പനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? മാനസ അല്ലേ പറഞ്ഞത്? അത് മതി. അപ്പൊ ഈ അശുദ്ധിയാദികൾ ശരിയായിട്ട് വരണമെങ്കിൽ നമുക്ക് ചുറ്റുമതിലൊന്ന് വേണം. എങ്ങനെ? ഈ പ്രദക്ഷിണ വഴിയൊക്കെ വന്ന് ഈ നടപ്പര ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ളത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ. പിന്നെ അവിടെ ഒരു ഗേറ്റും എവിടെ അപ്പുറത്ത്. അപ്പോൾ പിന്നെ അതൊക്കെ നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ശിവന് പറഞ്ഞ ആചാരങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾ എഴുതി തരാം. അതൊക്കെ നിങ്ങൾ വേണ്ടമാതിരി ചെയ്യാം കേട്ടോ. മതി. സ്ഥലം മതി. കിട്ടുന്ന നേരത്തെ പറഞ്ഞിട്ടില്ല. സ്ഥലം കിട്ടുന്ന നേരത്തെ പറഞ്ഞില്ല. കാശ് കൊടുക്കാതെ കിട്ടുമോ നോക്കുക. കാശ് അതിൻ്റെ മാഷ ഇറക്കണ്ട്. കാശ് തരുന്നതും കാശ് കൊടുക്കാതെ തരുന്നതും രണ്ട് തരത്തിലുള്ള ധർമ്മ. ഇപ്പം ദേവന് നമ്മൾ സമർപ്പിക്കും. ഇപ്പം എൻ്റെ ഭൂമിയാണത്. എനിക്ക് ഈ ദേവന് നന്നാവാൻ, ദേവരുടെ അനുഗ്രഹം കിട്ടാൻ എനിക്ക് ഒരു നീളം ഭൂമി ഭഗവാന് കൊടുക്കണം. അതിനാണ് ശക്തി കൂടുക. മറ്റേ നമ്മൾ പൊന്നുമലിക്ക് കൊടുക്കുക. അത് കേരളയിലും മറ്റേ പിന്നെ ഹൈവേ ഒക്കെ പോണ വരെയാവും. അപ്പം അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് നല്ല കണക്ക് പറയും. അതിനാൽ അവൻ നശിക്കുകയും ചെയ്യും. അപ്പം അതല്ലല്ലോ ആവശ്യം. അല്ല, അതൊന്നും നോക്കണ്ടെന്നേ. അല്ലല്ല, അത് തീർച്ചയായിട്ടും ഇവിടെ ചൈതന്യം വർദ്ധന വന്നാൽ ഞാൻ എൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടി കണ്ടിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് അവിടുത്തെ ആ പ്രധാനിയായ ആളോട് പറയാ, ജനേട്ടാ ഇവിടുത്തെ ഈ ഭഗവാന്റെ ഈ മതിൽ നിൽക്കാൻ തരത്തിലുള്ള ഭൂമി ഞാൻ തരാം പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ കേട്ടതാ. ഒരു അമ്പലത്തിൽ വന്നിട്ട് ഒരാള്, ഏത് ഈ ആള് മനസ്സിലായ, അവർ തരുത് ഒരിക്കലും. അതിന് തരാതിരിക്കില്ല. നമ്മളിവിടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. ആലോചിച്ച് നോക്കൂ. ഇവിടുന്ന് വടക്കാഞ്ചേരി കഴിഞ്ഞാലേ ആറ്റൂരെത്തുന്നതിൻ്റെ പേര് അമ്പലമുണ്ട്. റോഡ് ഒക്കെ എന്താ അമ്പലത്തിൻ്റെ പേര്? ആകാമല. എവിടെ സ്ഥലം? മെയിൻ റോഡിലാണ് അമ്പലം. പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡ്. തളി മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അവിടുന്ന് തുടങ്ങിയത്. 3/4 സെന്റ് ഉള്ള സ്ഥലം. 3/4 സെന്റിലാ അമ്പലം നിൽക്കണം. ശിവലിംഗം ഒരാൾ ഉയരാ. ചൈതന്യത്തിന് വല്ല ഹാനിയുണ്ടോ? പിന്നെ പെട്ടത് നമ്മുടെ എന്താ പറയുക, പാലക്കാട് കോട്ടമൈതാനിയിൽ ഒരു ഹനുമാനുണ്ട്. ചുമരിന്റെ മുകളിലാണ് ഹനുമാൻ കയറിയിരിക്കുന്നത്. അപ്പൊ ഭക്തന്മാർ വരണം. ഇപ്പൊ നമ്മളിന്ന് എത്ര ആൾ വന്നു, എത്ര ആൾ ഊണിച്ചു. ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സ്ഥലമൊക്കെ തന്നെ വരും. പണ്ടൊരു ബ്രാഹ്മണനോട് പറഞ്ഞു ചോദിച്ചു എന്നാണ്, ഭയങ്കരമായിട്ട് വയറങ്ങനെ നിറഞ്ഞിരിക്കാറില്ല. അപ്പൊ ഇവരോട് ചോദിച്ചു എന്നാ, തമാശയിലാണ്. തിരുമേനി ഇനിയിപ്പോ പാലട കുറച്ചും കൂടി ആയാൽ പാലട കണക്ക് ആവാന്നുണ്ട്. ഇതെങ്ങനെയാ വെച്ചിട്ട്, അതെയോ ഈ ഭയങ്കര പൂരല്ലേ എവിടെ തൃശ്ശൂരേ, അതിൽ ആന വരുമ്പോ എങ്ങനെ സ്ഥലം ഉണ്ടാവണമെന്നാ ചോദ്യം. സ്ഥലം തന്നെ എന്നാ മാതിരി പാലട കണ്ടാൽ നിങ്ങൾ ശരിയാവുകയും നടന്നു. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കേണ്ടത് തോന്നിയാൽ ഭൂമി തന്നെ വരും. നിങ്ങളത് കഴിഞ്ഞിട്ട് എൻക്രോച്ച് ചെയ്യാനോ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ ഒന്നും പോണ്ട. ഇവിടെ നടക്കുന്ന മതിലൊക്കെ ശരിയാക്കി നക്ഷത്രവൃക്ഷമൊക്കെ ഭരിക്കുന്നൊരു മുന്നോടിയെന്ന് വെച്ചോളൂ. ഇത് കാണാൻ ആൾ വരില്ലേ? നക്ഷത്രവൃക്ഷങ്ങൾ കാണാൻ ആൾ വരും. പിന്നെ അത് കാണാൻ ആൾ വരട്ടെ, വൈദ്യന്മാര് വരട്ടെ. എൻ്റെ അടുത്ത്
2015 വെങ്കടേശ്വര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡെലിഗേഷൻ വന്നിരുന്നു. അവർക്ക് എന്താ വെച്ചാൽ ഈ കൃഷിയും ജ്യോതിഷവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മാന്യമായിട്ട് പറഞ്ഞു, എൻ്റെ സ്ഥലത്ത് എൻ്റെ കൃഷിയുണ്ട്. അവർ ഈ നവരനെല്ലിനെ കുറിച്ചൊന്നും അറിയില്ല. അവരുടെ സ്ഥലത്ത് നവര കൃഷി ചെയ്യുന്നുണ്ട്, അവിടെ പോകാൻ പറഞ്ഞു. ജ്യോതിഷം ആത്യന്തികമായിട്ട് പ്രകൃതി ശാസ്ത്രമാണ്. നമ്മൾ ഈ ചാനലിൽ പറയുന്ന മാതിരി അന്ധവിശ്വാസം എന്നല്ല, പ്രകൃതിയാണ്. നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രമാണത്. ഇത് നോക്കിയിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ. അശ്വിനി ഭരണിയും മറ്റേവരും മേടക്കൂർ എന്നുള്ള മേട മാസത്തിൽ അശ്വിനി ഞാറ്റുവേലിയെ തുടങ്ങുന്നു, ഭരണി ഞാറ്റുവേലിൽ മഴ പെയ്യുന്നു, രോഹിണി ഞാറ്റുവേലിൽ വിത്തിടുന്നു, ഇന്ന ഭാഗത്ത് കൊയ്യാന്നൊക്കെ പറഞ്ഞ ശാസ്ത്രമാണ് ആത്യന്തികമായിട്ട്. അതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് എന്ത്, അതിൻ്റെയൊക്കെ പേഴ്സോണിഫിക്കേഷൻ തന്നെയാണ് ക്ഷേത്രങ്ങളും എന്നാണ് അതിൻ്റെ വിശ്വാസം. കാലഹോരകളും ആഴ്ചകളും. ഇപ്പം ഇതിനെ കുറ്റം പറയുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ്, അയാളടുത്ത് കലണ്ടർ പഠിച്ചേക്കുക, ജ്യോതിഷ ശാസ്ത്രം എന്ന് പറഞ്ഞ് കലണ്ടർ പഠിച്ചേക്കുക, വാച്ചൊക്കെ പഠിച്ചേക്കുക, എന്നിട്ട് ഇന്ന് എന്താ ആഴ്ച ചോദിച്ചു പോകും. അതൊക്കെ ഇവിടെ കിട്ടില്ല. ആഴ്ച ആൾക്ക് അറിയണ്ടേ, ഇന്ന് എത്രാം തീയതി ചോദിച്ചാൽ ആൾക്ക് പറയുന്നില്ല. ശമ്പളം മേടിക്കുന്ന ആൾക്ക് ഇന്ന് എത്രാം തീയതി കലണ്ടർ ഉണ്ട്. ഈ കലണ്ടർ ഞങ്ങൾ ഉണ്ടാക്കണേ. ആ ഇനി ഇതിന് വിപരീതമായ ആൾക്കാർ എൻ്റെ ചില ദിവസങ്ങളുണ്ട്. ഇതൊന്നും അല്ലാതെ അവർ വിപരീതം പറയാൻ പറ്റില്ല. അവരെ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. കർത്തവാവിൻ്റെ അന്ന് കഴിഞ്ഞതിൻ്റെ വ്യത്യാസമാണ് വ്രതം തുടങ്ങുക. അറിയാലോ, കർത്തവാവ് കഴിഞ്ഞ് ചന്ദ്രോദയത്തിൻ്റെ അന്ന് വ്രതം തുടങ്ങി, പിന്നത്തെ കർത്തവാവ് ഉണ്ടായി, വെളുത്തവാവ് കഴിഞ്ഞ് പിന്നത്തെ കർത്തവാവ് ഉണ്ടായി, വീണ്ടും ചന്ദ്രോദയം വരുമ്പോഴാണ് ഈ വ്രതം അവസാനിപ്പിക്കുന്നുള്ളൂ. അവിടെ എന്ത് വേണം? ഇതന്നെ ഈ ചന്ദ്രൻ ഈ 2 കവടി വെച്ചതാണ്. ഇത് നോക്കിയിട്ടപ്പോൾ നമ്മൾ പറഞ്ഞത്. പിന്നെ ശാസ്ത്രം അല്ലാന്നും ശാസ്ത്രമാണെന്നും അന്ധവിശ്വാസമാണോ അനാചാരം എന്തൊക്കെ അതിനൊന്നും ഒരു കുഴപ്പമില്ല. പറയണവരോ അവരുടെ പാട്ടിൽ പറഞ്ഞോളൂ. അവരുടെയൊക്കെ ഭാര്യമക്കൾക്കും അവരുടെയൊക്കെ കല്യാണത്തിന് ജാതകം നോക്കിയിട്ടുണ്ട്, അവരൊക്കെ കല്യാണത്തിന് മുഹൂർത്തം നോക്കിയിട്ടുണ്ട്. ഇവരൊക്കെ യാത്ര പോകുമ്പോൾ രാഹുകാലം നോക്കുന്നുണ്ട്. രാഹുകാലൊക്കെ നോക്കണ്ടേ? കലണ്ടർ ഉണ്ടല്ലോ. ആര്? മാതൃഭൂമിക്ക് ഒരു വിശ്വാസമില്ല. എന്തില്? മാതൃഭൂമി പത്രത്തിനെ അല്ലെങ്കിൽ പഞ്ചാംഗം അടിച്ചിറക്കണവരാ. അവരുടെ കലണ്ടറിലാണ് എല്ലാ നമസ്കാരം സമയത്തുള്ളത്. അതെ, എല്ലാവരും ഒന്നും കേട്ടോ. ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നു. മാനേജ്മെന്റിന്റെ കാര്യമല്ല പറഞ്ഞത്. പൊതുവെ ജനങ്ങളിൽ അങ്ങനെ ഒരു വിശ്വാസക്കുറവുണ്ട്. എല്ലാ പത്രക്കാരും, മാതൃഭൂമിയല്ല എല്ലാ പത്രക്കാരും, എല്ലാ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന പുരോഗമന ചിന്താധികാരും നിഷേധാത്മകമായിട്ട് സംസാരിക്കാറുള്ളൂ. പക്ഷെ ആ നിഷേധത്തിൻ്റെ ഉള്ളിലൊരു അനിഷേധ്യത ഉണ്ട്. എന്തൊക്കെ ആവശ്യമാണ്. അപ്പൊ നക്ഷത്ര വൃക്ഷങ്ങളൊക്കെ കാണാൻ വരുന്നവർ കണ്ടോണ്ടാൽ എന്ത് വിരോധം കേട്ടോ? ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. പിന്നെ ഏറ്റവും കൂടുതൽ എനർജിയും ഓക്സിജനും നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ഉണ്ടാവാനുള്ളതല്ലേ നല്ലത്. ഇതൊക്കെ അല്ലേ വേണ്ടത്. അപ്പൊ 5-ാം ഭാവം ശുദ്ധമാണ്. അപ്പൊ അശുദ്ധിയാദികൾക്ക് നമുക്കൊരു മതില് വേണം. അനാവശ്യമായി നായയും പട്ടിയൊന്നും കയറരുത്. അതൊക്കെ മതി തന്നെ. എഴുന്നള്ളിപ്പിന്റെ കാര്യം ഇപ്പൊ അങ്ങനെയായി. ഏതെങ്കിലും കാലത്ത് നിങ്ങൾ ആന എഴുന്നള്ളിക്കാണെങ്കിൽ എഴുന്നള്ളിച്ചോളൂ. ഇപ്പൊ പെട്ടെന്ന് ആന എഴുന്നള്ളിക്കുന്നത് പ്രശ്നപ്രകാരം നമ്മൾ പറയുന്നില്ല. പാൽക്കണ്ണാടി എഴുന്നള്ളിക്കുക, അതോ ചുരുക്കുക? എന്താ എഴുന്നള്ളിക്കുന്നത്? പാട്ടിന് ചുരുക്കുകയാണ്. മറ്റേ എഴുന്നള്ളിപ്പിനാ തടമ്പ് തടമ്പ് തടമ്പ്. അതെ, പാൽക്കണ്ണാടി എതിരെ 12, 10, 11. 9-ാം ഭാവം 10-ാം ഭാവം ഉത്സവസ്ഥാനം അവിടെ അല്ലേ? ശനി 10-ാം ഭാവത്തിൽ ശനി ഉണ്ടല്ലോ. 10-ാം ഭാവത്തിൽ ശനി ഉണ്ട്. അപ്പൊ ആ ഉത്സവത്തിന് ആന പറ്റുമോ? പറ്റില്ലേ? ആന ചിന്തിക്കേണ്ട ഗ്രഹമാണ്. ഇവിടെ ആന എന്താ ഇല്ലെന്നാണ് ചോദിക്കുന്നത് ദേവൻ. എന്താ അങ്ങക്കൊരു ആന പുറത്ത് തന്നെ എഴുന്നള്ളിച്ചുണ്ടെന്നാണ് വേട്ടക്കാരൻ ചോദിക്കണതേ. അപ്പൊ അത് വേണമെന്നില്ല കേട്ടോ. നമുക്ക് കാശുണ്ടാകുമ്പോ ഇപ്പൊ ഒരു ഭക്തൻ അയാള് ഇവിടുത്തെ പിന്നെ പാട്ടിന്റെ അന്ന് അല്ലെങ്കിൽ താലപ്പൊലിയുടെ അന്ന് ഒരു ആനയെ എഴുന്നള്ളിക്കട്ടെ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അമ്പലത്തിൽ കാണില്ല കേട്ടോ എന്ന് പറയരുത്. കൊണ്ടുവന്നോളൂ, അതിന്റെ ചിലവൊക്കെ എന്താ വെച്ചാൽ നിങ്ങൾ വഹിക്കേണ്ടി വരും. ഈ ആനക്കാട്ടിലെ ചിലവ് പോയി തോട്ടിക്കാണല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ വഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ അത്രയുള്ള ഇപ്പൊ നല്ല ഇപ്പൊ ഉള്ള ഉത്സവം അതേമാതിരി നമുക്കൊന്ന് ചിട്ടപ്പെടുത്തുക. അത്രേ നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. പാട്ടിനൊന്നും ആനയൊന്നും പതിവില്ല കേട്ടോ. ചൊവ്വയുടെ ദൃഷ്ടിയുള്ളതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഗുളികന്റെ യോഗവും ചൊവ്വയുടെ ദൃഷ്ടിയിലുള്ളതുകൊണ്ട് ഉത്സവ സമയത്ത് എന്തെങ്കിലും ദോഷങ്ങൾ എന്തെങ്കിലും? മുമ്പെന്തേ ഉത്സവകാലത്ത് ഈ പടക്കം പൊട്ടിക്കലും വെടിവെട്ടിക്കലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിക്കണേ. അതൊന്നും വേണ്ട കേട്ടാ. അന്ന് ദേവന് ഇഷ്ടമല്ല. സാത്വികമായിട്ടുള്ളത് മതി. ഈ പറഞ്ഞ അത് വേണ്ട കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാത്വികമായ ദേവനല്ലേ, ക്രൂരനായ ദേവനല്ലല്ലോ കേട്ടോ. ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ വലിയ പൂരം പടഹാരത്തിലൊക്കെ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ.
പിന്നെ ഇവിടെ ആദ്യം പ്രതീക്ഷ വെച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു വീടാന്ന് വെച്ചാൽ അന്നാന്ന് ഇവിടെ ഉണ്ടാവുന്ന പറയൂ. ആദ്യം ഇവിടെ ഇതായിട്ടുള്ള പ്രതീക്ഷ കഴിഞ്ഞ് പോകുമ്പോൾ ആ നമ്മൾ പറഞ്ഞു വീട്ടാന്ന് വെച്ചാൽ ആദ്യം ഇവിടെ താഴത്ത് വേറെ കൊണ്ടുവരാൻ പാടില്ല. അതൊക്കെ വാരന്മാർക്ക് അറിയാം, അത് അതൊക്കെ അവര് ചെയ്തോളൂ. അത് ഇവിടുത്തെ പൂജയ്ക്ക് ദേവസ്വം ബോർഡ് ഒരാളെ നിയമിച്ചില്ലേ, പൂവിന്റെ കാര്യം പൂവും മാലൊക്കെ അവര് ചെയ്യും. നിങ്ങളെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പൂവ് ഇവിടെ കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏൽക്കുക കൊടുക്കുക. നമ്മൾ മാല കെട്ടിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരരുത്. നമ്മൾ വീട്ടിൽ നിന്ന് തെച്ചിയും തുളസിയും താമരയും ഒക്കെ കൊണ്ടുവരിക, അതിന്റെ കടക്കാരനെ ഏൽപ്പിക്കുക, അയാളത് ശുദ്ധി ചെയ്ത് ഭഗവാന് മാല കെട്ടി ചാർത്തും. അത്രയേ ഉള്ളൂ. നമ്മൾ ഈ റോട്ടിൽ തൂക്കിയിട്ട മാല നിങ്ങൾ കൊണ്ടുവരും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നക്ഷത്രവൃക്ഷമുള്ള പോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കിക്കൂടെ? ആ നല്ല ഉപകായ. അതെ, നിങ്ങൾക്ക് ഗോശാല ഉണ്ടാവും, അന്നദാന മണ്ഡപം ഉണ്ടാവും കേട്ടോ. നല്ല ഇരുന്ന് ഊണ് കഴിക്കാവുന്ന അന്നദാന മണ്ഡപം ഉണ്ടാവും കേട്ടോ. ഊട്ടുവര ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവുന്ന ലക്ഷണം കാണാൻ കേട്ടോ. ഇനി ഇവർ ആനയെ മേടിക്കുമോ അതോ വാഹനം മേടിക്കുമോ? അമ്പലം വക ഏതാണ്ടാവുക? വാഹന സ്ഥാനാധിപൻ ചന്ദ്രോച്ചത്തിലാ. അമ്പലത്തിലെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടേ ആരെങ്കിലും ഒരാൾ സമർപ്പണം ചെയ്ത് വിചാരിക്കുക. അമ്പലത്തിലേക്ക് അയാൾക്കൊരു കാര്യസാധ്യം ഉണ്ടായി, അയാളൊരു വണ്ടി ഏൽപ്പിച്ചു, വണ്ടി അമ്പലത്തേക്ക് കൊടുക്കാറോ വേണ്ടെന്ന് പറയുന്നത് അത് നിങ്ങളെ സാമർഥ്യമായിരിക്കും. അത് നിങ്ങളെ സാമർഥ്യമായിരിക്കുന്നത്. കൊച്ചി ദേവസ്വം ബോർഡിന്റെ ഡ്രൈവർ ഇവിടെ ഉണ്ട്. അതെ, അവൻ നമ്മുടെ ആളാണ്. അല്ല അദ്ദേഹത്തെ ജോലിക്കാരനല്ലേ, അങ്ങനെ ഒരു വ്യക്തി ഇല്ലല്ലോ. നമ്മൾ തന്നെയല്ലേ ദേവസ്വം ബോർഡ്. അവര് അവിടെ ഉണ്ടാക്കുന്ന അജണ്ടയാണല്ലോ അതിന്റെ ഉദ്യോഗസ്ഥന്മാർ നടപ്പാക്കുക. അതിനൊക്കെ ചെറിയ റൂളുകളുണ്ടല്ലോ, അതിന് ഗ്രേഡുകളുണ്ട്. അതിനൊക്കെ അനുസരിച്ച് അവരൊക്കെ ഈശ്വരഭക്തന്മാരായ ആളുകളാണ്. പിന്നെ ഈ നിയമപരമായ ചട്ടക്കൂടുകൾ എല്ലാവർക്കും ബാധ്യസ്ഥനാണ്. വില്ലേജ് ഓഫീസർക്ക് ഒരു ചട്ടക്കൂടില്ലേ, അയാളെ ഭാര്യയുടെ പേരിലുള്ള പിന്നെ ഭൂമി നീതി എടുക്കാൻ പാടില്ല എന്നുണ്ടോ? ഉണ്ടോ? അങ്ങനല്ലേ? അദ്ദേഹം റിട്ടയർ ചെയ്ത് പോകുമ്പോ അദ്ദേഹത്തിന്റെ പേരിൽ ചീത്തപ്പേരുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രേ ഉള്ളൂ. അല്ല ഇവിടെ ഈ പ്രശ്നപ്രകാരം ഇടയ്ക്ക് വാഹനം ഉണ്ടാവും. അല്ല ആവശ്യത്തിനുള്ളതൊക്കെ ആവാലോ. അങ്ങനെ ഈ പറഞ്ഞ ശനി 10ഉം 11ഉം ഭാവാധിപതിയായി 10ാം ഭാവത്തിൽ നിന്നാലേ ഇവർക്ക് ഈ പിന്നെ വാണിജ്യ സ്ഥാപനങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വല്ല ഭൂമിയൊക്കെ കിട്ടിയിട്ട് അതിൽ വല്ല കടയോ മുറിയോ അതുണ്ടാവാൻ സാധ്യതയുണ്ട്. ദേവാലയ നഗരസഭ മാർഗാലയദാസ സർവകർമാണി. മാർഗാലയം എന്ന് പറഞ്ഞാൽ വഴിവെക്കുള്ള വീടാണ്. പീഡിക മുറികളെ ഒക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഒരു പാഠശാല ഭാവിയിൽ ഉണ്ടാവും. സംഗീത ക്ലാസ്സോ ഡാൻസ് ക്ലാസ്സോ അല്ലെങ്കിൽ വാദ്യകലേ അതൊക്കെ പഠിപ്പിക്കാം. ഇവിടേക്കുള്ള ഇവിടെ വാദ്യക്കാരില്ലാന്നല്ലേ കേട്ട്. ഇപ്പൊ നല്ല വാദ്യകാരന്മാരൊക്കെ ഇപ്പൊ തിരുവള്ളക്കാവിലൊക്കെ ഉണ്ടേ. തിരുവള്ളക്കാവിൽ മേള സെറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ തൃശ്ശൂരുണ്ടാവും. തിരുവള്ളക്കാവിൽ നല്ല സെറ്റ് ഉണ്ട് അവിടെ, നന്നായി പഠിക്കുന്ന ആൾക്കാർ. അതൊക്കെ 1 വയറ്റിപ്പഴപ്പ്, 2 ആനന്ദമല്ലേ, സന്തോഷമല്ലേ. അബുദാബിയിൽ ഇപ്പോൾ ഒരു സംഘടന 35 ആളുടെ മേളം കഴിഞ്ഞെടുത്തു ഈ കോവിഡ് കാലത്ത്. അപ്പോൾ നമുക്കൊരു മേള സെറ്റൊക്കെ ഇവിടെ ഉണ്ടാക്കാം. പ്രത്യേകിച്ചേ ഈ പാട്ടൊക്കെ നടക്കുന്ന അമ്പലങ്ങൾ ഈ മേളം എന്ന് പറയുന്ന വസ്തു ഈ ശിങ്കാരിയും ആയിട്ട് കണക്കാക്കരുത്. ഇതൊക്കെ ദേവപൂജയ്ക്കുള്ള രാവിലെ ഇന്ന താളം, ഉച്ചയ്ക്ക് ഇന്ന താളം, ദീപാരാധനയ്ക്ക് ഇന്ന താളം, അത്താഴപൂജയ്ക്ക് ഇന്നത്, സന്ധ്യവേല ഇന്നത്, പഞ്ചാരിക്ക് 5 കാലം, ചെമ്പടയുടെ കാലം, അടന്ത, അങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനപരമായ താളങ്ങളുള്ളതാണ്. അതൊക്കെ പഠിപ്പിക്കാൻ ആളുകൾ കമ്മിയാണ്. അങ്ങനെ അറിയുന്ന ആൾക്കാരെ വെച്ച് എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ശിങ്കാരി മേളം പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചാടാൻ വെച്ചാണ്. അതാണ് മേളം എന്ന് ആരും ധരിക്കും ചെയ്യണ്ടെന്ന്. അതൊരു സന്തോഷത്തിനുള്ളതാണ്. ഒരു നാഗസ്വരം 2 തരത്തിലുണ്ട്. നാഗസ്വരം ഇപ്പോൾ എന്നടി മൂക്കുത്തി എന്ന് പറഞ്ഞ പാട്ടുമുണ്ട്, അലൈവായുധേ കണ്ണാന്ന് വായിക്കുന്ന നാഗസ്വരമുണ്ട്. സാധാരണ സിനിമാ പാട്ട് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റത് സംഗീതത്തോടു കൂടി വായിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിന് പോയപ്പോൾ മറ്റു അമ്പലങ്ങളിൽ നാഗസ്വരം ഉണ്ടാകും. മുരളിയൊക്കെ നാഗസ്വരം വായിക്കുന്ന നേരത്തെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നിന്ന് പോവും. അവിടെ മുരളിയുടെ നാഗസ്വരത്തു നിന്ന് വരുന്ന വായന കേട്ടാൽ
അത് തഞ്ചാവൂരൊക്കെ പഠിച്ചാലാണ് ആ പിന്നെ അത് സ്വന്തം ജന്മസിദ്ധമായ സംഗീതം കൂടി വരുമ്പോഴാണ് അത് ശരിയാവുകയും. ചില സമയം അമ്പലങ്ങളിലൊക്കെ പോയി സന്ധ്യയ്ക്ക് ദീപാരാധന സമയത്ത് ഒരൊറ്റ ചെണ്ട ഉണ്ടാവുള്ളൂ, ഒരു ചെണ്ട ഉണ്ടാവുള്ളൂ. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരു വയസ്സായി ഒരു ആരാരുണ്ടാവും, ആ നടൻ്റെ അടുത്ത് അദ്ദേഹം ആ ചെണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം നമ്മൾ അലിഞ്ഞു പോകും. ആ ദേവൻ്റെ നട തുറക്കുന്നതോടുകൂടി അവസാനിക്കും. അത് ഇപ്പം തന്നെ അവസാനിക്കേണ്ടതില്ലേ തോന്നുന്നു. നേരെ മറിച്ച് നട്ടുച്ചയ്ക്ക് റോട്ടിൽ കൂടെ നടക്കുന്ന മാധ്യം കെട്ട ഇറങ്ങി ഓടാനതല്ലേ തോന്നുക. പിന്നെ ദേശമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒപ്പം ചാടാനൊക്കെ തോന്നും. മറ്റേ നമുക്ക് കേൾക്കണം, ഒരിക്കലും പിന്നീട് കേൾക്കണം തോന്നില്ല. പിന്നീട് കേൾക്കണം എന്ന് തോന്നണ്ടേ. സംഗീതം അങ്ങനെ തന്നെ ഉണ്ട്. അല്ല ചില ക്ഷേത്രങ്ങളിലൊക്കെ അവിടുത്തെ ഈ അടിയന്തരക്കാർ സോപാനം പാടുന്ന ആൾക്കാർ. ഇപ്പോൾ തിരുമാസാംഗത്തിലുണ്ടായിരുന്ന ആളാണ് പിന്നെ നിരളത്ത് രാമപ്പുതാൾ. ഒരു മുട്ടിൻ്റെ താഴെ ഒരു തോർത്തുകൊണ്ട് എടുത്തിട്ട് ക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനത്ത് നിന്ന് അദ്ദേഹം ആകാശത്തിലേക്ക് നോക്കിയിട്ടാണ് പാടുക. കണ്ണടച്ചിട്ട് ആകാശത്തിന് നോക്കിയിട്ട് അഷ്ടപതി പാടും. ആരും കേൾക്കാൻ താല്പര്യമില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം പിന്നെ മൂപ്പർക്ക് പത്മശ്രീ എന്തൊക്കെ കൊടുക്കാന്നൊക്കെ വെച്ച് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പാട്ട് പോയി. അദ്ദേഹത്തിന് ആരും ഒന്നും കൊടുത്തിരുന്നില്ല. അതിനെപ്പറ്റി ഇപ്പൊ പറഞ്ഞില്ല. അതതിൻ്റെ ഒരു ഭൂഷണല്ലേ. അപ്പോൾ ഈ പറയുന്നത് എന്താ വെച്ചാൽ അത്തരം അനുഷ്ഠാന കലകൾക്ക് പ്രാധാന്യം കൊടുക്കാം, സംശയമൊന്നുമില്ല. പിന്നെ അതേമാതിരി ഉത്സവകാലത്ത് കൂത്ത്, കൂടിയാട്ടം, ഇതൊക്കെ ശിവക്ഷേത്രത്തിൽ പ്രധാനമായിട്ടോ. കൂത്ത് എന്ന് പറഞ്ഞാൽ മറ്റേ പാവക്കൂത്തല്ലേ, ചാക്യാർ കൂത്ത്, കഥാശ്രവണമാണ്. പിന്നെ കൂടിയാട്ടം ഇരിങ്ങാലക്കുടയൊക്കെ ഉണ്ടല്ല, അതൊക്കെ ദേവ പിന്നെ ആരാധനയുടെ ഭാഗങ്ങളും കൂടിയാണ്. ആ ചെയ്യാലോ, കുറത്തിയാണല്ലോ, ഭഗവതി കുറത്തിയല്ലേ, എന്നാലും കുറത്തിയാട്ടം നടത്താലോ. കൂത്താക്കാവാം, അതിനൊന്നും പാവക്കൂത്താവാം, കളമ്പാട്ട് പോലെ തന്നെ ഒരു കാര്യമല്ലേ. അതൊക്കെ നമുക്ക് ദേവവിഷയങ്ങളാണല്ലോ, ദേവവിഷയമാണല്ലോ. ഉള്ളുവൻ പാട്ട് നടത്തിക്കൂടെ? എന്താ സംശയം? ഉള്ളുവൻ്റെ പാട്ട് നാഗപ്രീതിക്കുള്ളതല്ലേ. ബ്രാഹ്മണി പാട്ടുണ്ട്, ബ്രാഹ്മണി നമ്പീശൻ വിഭാഗക്കാരുള്ള ബ്രാഹ്മണി പാട്ടുണ്ട്. പിന്നെ അതൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ദേവ അഷ്ടപതി, വെറുതെ അഷ്ടപതി കച്ചേരി നടത്താം കേട്ടോ. സംഗീത ക്ലാസ്സുകൾ നടത്താം, ഡാൻസ് ക്ലാസ്സുകൾ നടത്താം. ഇപ്പോൾ അതേമാതിരി ഇപ്പോൾ നല്ല സ്ഥലങ്ങളിൽ ഇപ്പോൾ ബ്രാഹ്മണ ഗൃഹങ്ങളിലൊക്കെ കൈകൊട്ടിക്കളി സംഘങ്ങളുണ്ട്. നിങ്ങൾക്ക് അതുണ്ടാക്കാനോ. ഞങ്ങളുടെ അവിടെ സപ്താഹത്തിൽ 2 സംഘം കളിച്ചു സ്ത്രീകൾ. ഒക്കെ പ്രൊഫഷണൽസാണ്, അവരൊക്കെ റിട്ടയർഡ് ടീച്ചേഴ്സ്. അവരൊക്കെ അവർ സ്വയം യൂട്യൂബൊക്കെ കണ്ട് നല്ല സാരിയും ഒക്കെ എടുത്ത് അവരുടെ ചെറുപ്പത്തിലെ ഓർമ്മിക്കുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് അതിശയം തോന്നി. 65-70 വയസ്സായ സ്ത്രീകളൊക്കെ എന്ത് പിന്നെ ഈ പഴയ ശീലുകൾ യൂട്യൂബിൽ നിന്നൊക്കെ പഠിച്ചു. ഞാൻ ചോദിച്ചു ആര് പഠിപ്പിച്ചല്ല, കേട്ടിട്ട് അങ്ങനെ പാടിപ്പോയതാണ്. അവരെ തിരിച്ചു വരട്ടെ. അതിൽ പാടുന്ന രാഗങ്ങളും അതിൽ പാടുന്ന താളങ്ങളും ഒക്കെ ഈ പ്രപഞ്ചത്തിലെ ഈ ശിവക്ഷേത്രത്തിലെ താള വാദ്യ മേളങ്ങളുടെ ഒപ്പം ശിവൻ്റാവുന്ന പറയുക. കാരണം എന്താ അറിയോ, ഈ നാദബ്രഹ്മത്തിൻ്റെ അടിസ്ഥാനം ശങ്കരനാണ്. ശിവന്റെ തുടിയിൽ നിന്നാണ് ഈ ഭാഷ മുഴുവൻ വന്നിട്ടുള്ളത്. ആയുണ്ണ അരുളുക്ക അയ്യോഞ്ഞ അയവരുടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ മാഹേശ്വര സൂത്രമാണ് താളങ്ങളുടെ അടിസ്ഥാനം. അപ്പൊ ഇവിടത്തെ താളങ്ങള് ഒരിക്കലും ശിങ്കാരി താളങ്ങളാവരുത്. ശിവനർത്തകനാണല്ലോ, ശിവനാണല്ലോ ആദ്യത്തെ നർത്തകൻ, ആദ്യ നർത്തകനല്ലേ, മഹാനടനാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നിങ്ങളെ മനസ്സിൽ വെച്ചാൽ മതി. ഉത്സവം അങ്ങനെ ആയിക്കോട്ടെ. ആനയും പഞ്ചവാദ്യം കൊണ്ട് മാത്രം സന്തോഷിപ്പിക്കുക, ആനയും നാഗസ്വര കച്ചേരിയും കൊണ്ട് മാത്രം നിൽക്കണ്ട. ഈ പഞ്ചവാദ്യം അത്ര പഴക്കമൊന്നും ഇല്ലെന്ന് കിട്ടുന്നുണ്ട് ആരെങ്കിലും? തൃശ്ശൂർക്കാരുടെ മൊണോപ്പൊളിയാണ് പഞ്ചവാദ്യം. പക്ഷേ അന്നമതട അച്യുതമാരാർക്ക് ശേഷമാണ് വെങ്കിച്ചസ്വാമി കൂടി ഉണ്ടാക്കിയിട്ടുള്ള മദ്ദളവും കൂട്ടിയുള്ള പഞ്ചവാദ്യാണ് ഇപ്പൊ ഇന്ന്. അതും 35 കൊല്ലങ്ങൾക്ക് മുമ്പ് അക്ഷരകാലല്ല. ഇപ്പൊ മാറ്റം വന്നു. ഇനി മാറ്റം വരും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് മാറ്റം വന്നു. പക്ഷെ അതേ സമയത്തോ ഈ സോപാന സംഗീതവും കൂത്തും കൂടിയാട്ടവും സന്ധ്യവേലിയും വിളക്കിനെഴുന്നള്ളിപ്പും പഞ്ചാരിയും അടന്തിയും ചെമ്പടിയും എല്ലാം 60 കൊല്ലങ്ങൾക്ക് മുമ്പും ഇതന്നെയാണ്. അല്ല 1966-67 ഞാൻ പഞ്ചവാദ്യം പഠിച്ചിട്ടുണ്ട്. ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞ് 1986 വേറൊരു ഒരു ആശാന്റെ അടുത്ത് ഞാൻ ഈ തിമിലയുടെ ചൊല്ലി പിടിച്ചപ്പോൾ അതൊക്കെ മാറുന്നു. അപ്പം ഞാൻ എന്താ ഇവിടെ അത് പോയിപ്പോ ആ അക്ഷരകാലം തന്നെ ഇപ്പം ഇത് നേരെ തിരിച്ചാ കുറച്ചും കൂടി വ്യത്യാസം വന്നു. ഇപ്പം ഇയാടെ എന്താണ് പഞ്ചവാദ്യം തന്നെ, പഞ്ചാരി തടയുള്ള പഞ്ചവാദ്യം, പേര് പഞ്ചാരി തടയിൽ പഞ്ചവാദ്യം കൂട്ടുക.
അതേമാതിരി മേളം തന്നെ പഞ്ചാരി മേളം ശ്രുതിമേളമായിട്ട് അത് ശ്രീചക്രമേളം. അപ്പം അതൊക്കെ പരിഷ്കാരങ്ങളാണ്. എന്തായാലും മേളത്തിൻ്റെ കലവറയാണ് തൃശ്ശൂർ. ഇവിടെ ഒരു നല്ലൊരു മേള സെറ്റ് ഉണ്ടാക്കുക, ഒരു 10 ആളെ കൊണ്ട് കുട്ടിക്കുക. അതൊക്കെ ചെയ്യണത് ഉത്സവം പോലെ തന്നെയാണ്, നിത്യോത്സവമായിട്ട് മാറും. അവരോട് പറയാം ഇവിടുത്തെ ഉത്സവ ദിവസം 5 പൈസ തരില്ല, നല്ല ഉത്സവഭിക്ഷ ഊണ് തരും, കൊട്ടാമ്പട വരണം എന്ന് പറയാം. അവർ വരണം. പിന്നെ ഈ ഈശ്വരമംഗലത്തൊക്കെ ചെപ്പശ്ശേരി ശിവേട്ടനൊക്കെ അവിടുത്തെ നിറമാലയ്ക്ക് അവിടെ പോയിട്ട് കൊട്ടുക, വിളിക്കൊന്നും വേണ്ട. അവിടെ ഒരു വാരനുണ്ടായിരുന്നു. ആ വാരര് പറയും ഇവിടെ ശരി ശിവൻ ഇവിടെ നിറമാലയ്ക്ക് ഉണ്ടാവും, വിളിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അവിടെയൊക്കെ കൊട്ടാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താ അറിയോ? ഒരു പാക്കറ്റ് അപ്പം. എന്താ വെച്ചാൽ അവിടെ നിറമാലയ്ക്ക് കൊട്ടി ആ വർഷം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം. പിന്നെ 11-ാം ഭാവം സുഹൃതസ്ഥാനത്താണ് അല്ലേ? സുഹൃതങ്ങൾ ധാരാളം ഉണ്ടല്ലോ. പഴയ കാലത്തെ ഒരുപാട് ഈ ഇതൊക്കെ നടത്തിയിരുന്ന സ്ഥലം. പണ്ട് ഇവിടെ അല്ല, ക്ഷേത്രത്തിലല്ല, അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇല്ലത്ത് വാരം, സുഹൃതകർമ്മങ്ങളായിട്ടുള്ള വാരം, തിരുവാതിര വാരം എന്നൊക്കെ പറഞ്ഞിട്ട് വാരം മുതലായ കാര്യങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇവിടെ കാണാറുണ്ട്. ശനിയാണ് അവിടെ. പിന്നെ രവൽസംഭവത്സം ജലാഭോയവാദയോ നൃപദ്വാരതോ രാജമുദ്രാധികാരാൻ. പിന്നെ അവർ ഇതിൻ്റെ മുമ്പുള്ള നാടുവാഴികൾ കുറേ സ്ഥലം ഇവർക്ക് ഈ അമ്പലത്തിലേക്കൊക്കെ വേണ്ടിയിട്ട് പഴയ കാലത്ത് എഴുതി കൊടുത്തിട്ടുണ്ടാവും. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല, ഒക്കെ ഉണ്ടായിരിക്കാം. 11 സൂര്യനുണ്ട്. പിന്നെ ശിവാലയങ്ങൾ ചെയ്യാവുന്ന എല്ലാ സുഹൃത്തകർമ്മങ്ങളും ചെയ്യാം. 11 സൂര്യനും 11 ചന്ദ്രനും വരുന്നത് സർവ ശ്രേയസ്സിനും ശുഭത്തെ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് അത്ര. ദിവാസൂര്യൻ ശാചന്ദ്രേ ലഗ്നാഥ് ഏകാശസ്ത്രേ കോടിദോഷാൻ വിനശ്യന്തി എന്നാണ്. അവർ നിത്യദർശനം എല്ലാവരും ആക്കുക അമ്പലത്തിൽ. ആ വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. തന്ത്രി പണ്ടും ഇവരന്നല്ലേ, ആര് വിലയന്നൂരൻ തന്നെ. എൻ്റെ ഇടയിൽ വേറെ ആരും മാറ്റമൊന്നും പറ്റിയില്ല. പിന്നെ 12-ാം ഭാവം ശുദ്ധിയല്ലേ കേട്ടോ. അതിപ്പോ ഈ ശാന്തിക്കാരെ മാറി വരുന്ന ആൾക്കാർ കണ്ടിക്കണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ അല്പം മന്ത്രവാദമുള്ള ശാന്തി ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. എന്താ കാരണം അറിയോ? ഈ പിന്നെ അല്ല മറ്റെന്താ ക്ഷുദ്രന്യമന്ത്രയജനം പ്രതിഷിദ്ധ ദുഷ്ട പുഷ്പാദിപൂജനമതോ മരിചാതിദേവ എന്നാണ് ക്ഷുദ്ര അന്യമന്ത്രയജനം. അപ്പൊ ഈ ദേവന് ഹിതമല്ലാത്ത മന്ത്രങ്ങളെ കൊണ്ട് പൂജിക്കുക. ഇതിനെ ശിവാലയങ്ങളിൽ തന്നെ ചില അസ്ത്രമന്ത്രങ്ങളുണ്ട്. അസ്ത്രമന്ത്രങ്ങൾ. ആ അസ്ത്രമന്ത്രമൊന്നും ഈ സാത്വികമായ ദേവന് പൂജിക്കാൻ പാടില്ല. ഇവർക്ക് ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്ന മന്ത്രം ഉപയോഗിക്കാം. വേദമന്ത്രങ്ങൾ എല്ലാ ക്ഷേത്രത്തിലും ആവാം. ഋഗ്വേദ മന്ത്രമാവാം, ശിവന് യജുർവേദ മന്ത്രങ്ങളാവാം കേട്ടോ. എല്ലാ വേദങ്ങളും ഉപയോഗിക്കാം. പിന്നെ ചിലരെന്ത് ചെയ്യും, ഞങ്ങളെ ജ്യോത്സ്യന്മാർ ആ മന്ത്രം ഈ മന്ത്രം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കും. അത് പിന്നെ ശാന്തിക്കാർ പറയണം എന്ത് ചെയ്യാന്ന് പറയാ. അവിടെ സാധാരണ എന്താ മന്ത്രം അതേ ചെയ്യാം. പിന്നെ നാമം നമുക്ക് ഏത് നാമവും ജപിക്കാം. നാമം ആയിരിക്കണം, അത് നാമങ്ങളാണ്. അതൊരു വിഷയമാണ്. ഈ 11 ബാധാരാശിയിൽ നിൽക്കുന്ന ശാസ്താവ് അനവധി കാലം ഇത് അയ്യപ്പനാണെന്ന് ധരിച്ച് അയ്യപ്പവിളക്ക് നടത്തുകയും പിൽക്കാലത്ത് അതിനെ പരിത്യജിക്കുകയും ചെയ്തതുകൊണ്ട് ശാസ്താവിനെ നമുക്കിത് പ്രീതിപ്പെടുത്തണം. ഏറ്റവും നല്ലത് എന്താ അറിയോ? പക്ഷെ ആ മണ്ഡലക്കാലത്ത് വേണമെങ്കിൽ ഒരു അഖണ്ഡനാമം നടത്തുക നല്ലത്. സാധിക്കുമോ? അഖണ്ഡനാമം എന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ശാസ്താവിൻ്റെ സങ്കീർത്തനം പാടുക. അയ്യപ്പന്മാരോ എല്ലാവരും ചാടുമൊന്നും വേണ്ട, ഇരുന്നിട്ട് പാടിയാൽ മതി. ബ്രേക്ക് പാടില്ല. ഉദയം മുതൽ അസ്തമനം വരെ. ഉദയാതുദയാണ് ശരിക്കും വേണ്ടത്. എന്നാൽ നിങ്ങളൊരു അമ്പലം കയറ്റി കുടിവയ്ക്കുന്നതിനേക്കാൾ പുണ്യം അതിന് കിട്ടും. നടക്കുക. ശാസ്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, ഉറപ്പാ, നിഷേധിക്കാൻ പറ്റില്ല. മണ്ഡലക്കാലത്ത് ഏതെങ്കിലും ഒരു ശനിയാഴ്ച രാവിലെ ഉദയ സമയത്ത് ഒരു വിളക്ക് വെച്ച് ഭൂതനാഥ സദാനന്ദ എന്നുള്ളതാണ് തുടങ്ങുക. അതുവരെ നന്നാല് ആളിങ്ങനെ കൂടി 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 വന്ന് അസ്തമിച്ച് ദീപാരാധന സമയത്ത് അവസാനിപ്പിക്കുക. അതിനെന്താ ബുദ്ധിമുട്ട്? നടക്കില്ലേ? മലയ്ക്ക് മാലടാത്തവർക്കും നാമം ജപിക്കാം. അല്ല, അയ്യപ്പനെ കുറച്ചു കാലം കൊണ്ടുവരുന്നുണ്ട് ഇവിടെ. പിന്നെ നിങ്ങൾ ഈ പ്രശ്നം വെച്ച് തർക്കിച്ചിട്ട് വേട്ടേക്കരനെ മാത്രം എടുത്തു അയ്യപ്പനെ പെരുത്തിച്ചു. ഈ സംഗതി സത്യത്തിൽ വേട്ടേക്കരനാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ കുറച്ചു കാലം എന്ത് ചെയ്തു? നമ്മളെ ഗോവിന്ദനെ ബലരാമെന്നോ ഗോവിന്ദനെ വേലായുധെന്നോ വിളിച്ചു. അതാണ് കാര്യം. ഈ നാളികേരൊക്കെ പാടെ കണ്ടപ്പോഴേ അയ്യപ്പനത് ധരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എന്തായാലും ആ സാന്നിധ്യം കൊണ്ടാടും ദൈവം കുടികൊള്ളുന്നല്ലേ. കുറേ കാലം ഇപ്പോൾ മധുര
ശാന്തിക്കാരൻ മധുര മീനാക്ഷിയെ കല്ലൂരി നമ്പൂരിപ്പാട് പോയിട്ട് വിഷ്ണുവായിട്ട് പൂജിച്ചു പറ കലശം കഴിഞ്ഞാൽ കലശം കഴിഞ്ഞ് വരുമ്പോൾ പാണ്ഡ്യരാജാവ് പറഞ്ഞത്ര ഈ ആളോട് പിന്നെ നമ്പൂരി ഒരു കാര്യമുണ്ട് നിങ്ങൾ ആ കുടിവെച്ച സാധനമില്ലേ വിളിച്ചാൽ വിളിയേക്കണം കേട്ടില്ലെങ്കിലോ നമ്പൂരി പേടിച്ചു അവസാനം ശരി നാളെ വിളി കേൾക്കും എന്ന് പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ വിളി കേൾക്കില്ല എന്ന് അങ്ങനെ നട അടച്ചിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആദ്യം ഒന്ന് പതുക്കെ വിളിച്ചു അത്ര കാളിന്ന് വിഷ്ണുവിനെ കുടിച്ചിട്ടേ രണ്ടാമത് ഒന്നുകൂടി വിളിച്ചു എന്നാ കാളി മൂന്നാമത് കാളീന്നൊരു വിളിയോണ്ട് വിളിച്ചപ്പോൾ നാട്ടം കണ്ട് തന്നെ തുറന്നു നോക്കുമ്പോൾ ഭഗവതിയുടെ രൂപം കണ്ടുന്ന രാജാവ് അതിനെത്ര മധുര മീനാക്ഷി ഇപ്പൊ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തില് ശ്രീകൃഷ്ണൻ എങ്ങനെയിരിക്കുന്നു അതാ ഭാവനയാണ് മനസ്സിലായോ? അപ്പൊ ഏത് രൂപത്തിലാ കണ്ടെങ്കിൽ വിളിച്ചെങ്കിൽ ഗുരുവായൂരമ്പലത്തിൻ്റെ കഥ ഉണ്ടെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു ദിവസം പൂന്താനത്തിനോട് ചോദിച്ചു എന്നാണ് ഒരാള്, പൂന്താനത്തിനോടല്ല മേൽപ്പത്തിനോട് ചോദിച്ചു പരബ്രഹ്മ എങ്ങനെ ചോദിച്ചു പോത്തുപോലെ എന്നാണ്. അന്ന് തടമ്പ അകത്തേക്ക് കയറില്ല എന്നാണ് എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ടേ. അപ്പോഴാണ് മനസ്സിലായത് ഈ നമ്പൂരിക്കേ, അയ്യോ ഒരു പാവ സാധുവിനോട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ തൊട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ ഒരു പോത്തിൻ്റെ മാതിരി കൊമ്പ് തടമ്പിന് കണ്ടു എന്നാണ്. അപ്പോൾ അത്ര ശക്തിയുള്ള ദേവന്മാർക്ക് അനുഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ കുറേ കാലം നമ്മൾ അയ്യപ്പനായിട്ട് പൂജിച്ചിട്ടുണ്ട്. ഒരു അഖണ്ഡനാമത്തിൽ ഒതുക്കാതെ. അല്ല നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ ഇപ്പോൾ മാഷ് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടെങ്കിലോ ഒരു അയ്യപ്പൻ്റെ അമ്പലം കയറ്റി കുടിയേക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. പക്ഷേ കുറച്ച് കാശാവും കൊണ്ടുകിടക്കൽ എളുപ്പമുള്ള കാര്യമല്ല. അതിലും നല്ലത് ചെലവില്ലാത്തതും പുണ്യം വർദ്ധിക്കാൻ ഏറ്റവും നല്ലതും നാമജപം. വൃശ്ചിക മാസത്തിൽ ഒരു ശനിയാഴ്ച, ബുധനാഴ്ച വെക്കണ്ട, ഒരു ശനിയാഴ്ച അഖണ്ഡനാമത്തിൽ പങ്കെടുക്കേണ്ട ആൾക്കാരെ എഴുതി മേടിക്കുക. നന്നാല് ആൾക്കാർ സമയം കൊടുക്കുക, 1 മണിക്കൂർ നേരം ബുധനാഥ ആ ഒരൊറ്റ സ്തോത്രം 12 മണിക്കൂർ 12:48 നൃത്തം വേണ്ട കേട്ടോ, നൃത്തം നിർബന്ധമൊന്നുമില്ല. നൃത്തമുണ്ട്, അവിടെ ഭാഗത്തേക്ക് നൃത്തമുണ്ട്. നാരദ മഹർഷി വീണൊക്കെ കഴിച്ച് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആവാം. കേരളത്തിലെ ഏറ്റവും പ്രൗഢഗംഭീരമായ അഖണ്ഡനാമം നടക്കുന്ന ക്ഷേത്രം പിന്നെ ആ ക്ഷേത്രം നിൽക്കുന്ന ജില്ലയുടെയും പേര് പറഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിത്തിരിക്കും. കേട്ടിട്ടുണ്ടോ? മലപ്പുറം ജില്ലയിലാണ്. ജനസംഖ്യ നേരെ തിരിച്ചുള്ള 89% വേറെ. ക്ഷേത്രത്തിന്റെ പേര് എന്താ പേര്? ത്രിപുരാന്തക ക്ഷേത്രം. ടൗണില് കലക്ടറിന്റെ തൊട്ടതാണ്. മണ്ഡലക്കാലത്ത് ഒരു ദിവസത്തെ ഭാണ്ഡനാമുണ്ട്. രാവിലെ മുതൽ സദ്യ ഏതുവരെ, പിറ്റേ ദിവസം രാവിലെ വരെ. കഴിയുന്നവർക്ക് മുഴുവൻ ഭക്ഷണം. 10-12 ലൈനൊക്കെ സ്വാമിമാരാണ്. എല്ലാവരും വരും, എല്ലാവരും കൊടുക്കും ചെയ്യും, ഒരു ഭക്ഷണം കഴിക്കും. അപ്പൊ നമുക്കൊരു മണ്ഡലകാലത്ത് നല്ലൊരു ഇവന്റ് ആക്കാറുണ്ടെന്നാണ് ഇവിടെ വെച്ച് നടത്താം കേട്ടോ. 4 ആൾ കൂടി. അപ്പൊ അമ്പലം നിർമ്മിക്കുന്നതിന്റെ ശ്രമമോ ധനനഷ്ടമോ വരില്ല. മണ്ഡലകാലത്ത് ഒരു ഇവന്റ് നമുക്ക് ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അയ്യപ്പനെ വിടാൻ പറ്റില്ല. അയ്യപ്പനെയും നാഗത്തിനെയും കൂടി നിങ്ങൾ ഈ ആരാധനയിൽ ഉൾപ്പെടുത്തണം. ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഭക്തൻ വന്നിട്ട് പറയണ ഒരു അയ്യപ്പന്റെ അമ്പലം കയറ്റാനുള്ള എല്ലാ പൈസയും ഞാൻ തരാറുണ്ട്. പ്രശ്നം കഴിഞ്ഞാലേ തന്ത്രിമുഖമായിട്ടൊരു പൂജയൊക്കെ നടത്തി ഇതിലുള്ള പ്ലാന് ഉണ്ടാക്കി നമുക്കൊരു കാലാവധി നിശ്ചയിച്ച് അടുത്ത ഉത്തരായനത്തിൽ ഒരു കലശം നടത്തണം. ഒരു നവീകരണ കലശം. ഇതിന്റെ പരിഹാര പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്ത് ഇതിന്റെ ഇതൊക്കെ ഉണ്ടാക്കി ആ പടിഞ്ഞാറ് ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതിന്റെ ദ്വാരം കൊടുത്ത് ഒരു കലശം, ഒരു നവീകരണ കലശം. അതാണ് നമ്മള് സ്ഥലത്തിന്റെ കാര്യത്തിൽ എങ്ങനെ ഡിസൈൻ ചെയ്ത് ഒതുക്കാന്നുള്ളതാണല്ലേ കഴിവ്. പിന്നെ നമുക്ക് ആ പുന്ന അവിടെ വെച്ച് പിടിപ്പിക്കണം. പിന്നെ ആ ശ്രീമൂലസ്ഥാനം ഒന്ന് പരിഷ്കരിക്കണം. അതെങ്ങനെ വേണം നമുക്ക് നാളെ നോക്കാം. ഞാൻ ഇന്നത് ശ്രദ്ധിച്ചില്ല, ഇവിടെ ഇപ്പോൾ അത് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമുക്ക് ശരിയാക്കാൻ നോക്കാൻ പറ്റുക നോക്കാം. ഇതിൻ്റെ മുകളിൽ താഴിക്കോടം മാറ്റേണ്ടി വരും, ദ്വാരാക്കണം. അതെ നോക്കാം നമുക്കത്. അല്ലല്ല, ആ താഴികക്കുടം തലയിൽ വെച്ചിരിക്കുന്ന നല്ല ദേവന് മഴ കൊള്ളാനാണ് ഇഷ്ടം. നമുക്ക് ഭഗവാന് മഴ ചെറിയ ദ്വാരട്ടാൽ കാണിപ്പേര് ആരാ? കൃഷ്ണപുരി വരല് ആരാ? കൃഷ്ണപുരി കുട്ടനമ്പുരി ആരായാലും വിരോധില്ല. മതി മകൻ കൃഷ്ണ ഇപ്പം മകനല്ലേ. ഇപ്പം ചാർത്ത അദ്ദേഹത്തിന് കൊടുത്ത അദ്ദേഹത്തിനുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. നാളെ രാവിലെ 9:30 മണികൾക്ക് ഞാൻ എത്താം. അധികപക്ഷം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി ഇന്നത്തെ ചർച്ചയെക്കുറിച്ച് നിങ്ങളൊരു പോസ്റ്റ്മോർട്ടം നടത്തണം കേട്ടോ. നാളെ പിന്നെ ഇപ്പം വിശേഷമായിട്ട് ശാന്തിയോട് പറയാം, ശർക്കരയും
കദളിപ്പഴവും നാളികേരും ചേർത്തൊരു പായസം നയിക്കുക, ഒരു ഗണപതി ഹോമം ചെയ്യാം കേട്ടോ.